അപ്പം നമുക്ക് തസ്ബീഹിൻ്റെ 3 പാഠങ്ങൾ കഴിഞ്ഞാൽ തസ്ബീഹിൻ്റെ ആദ്യം റുക്നുകളെ പറ്റിയാണ് പറഞ്ഞത്, അതിൻ്റെ പാർട്സുകൾ, 2 അതിൻ്റെ വിഭാഗങ്ങൾ, 3 അതിൻ്റെ ലക്ഷ്യങ്ങൾ. ഇനി നമുക്ക് പതിയെ മജാസിലേക്ക് ഇസ്തിആറയിലേക്കൊക്കെ പ്രവേശിക്കാൻ സമയമായി. കാരണം തസ്ബീഹിൻ്റെ വലിയേട്ടന്മാരാണ് മജാസും ഇസ്തിആറയൊക്കെ. തസ്ബീഹിൻ്റെ ആ ഒരു ശൈലിയിൽ നിന്ന് തന്നെ കടമെടുത്തിട്ടാണ് ഇസ്തിആറയൊക്കെ അതിൻ്റെ പ്ലാറ്റ്ഫോം അവിടെ കെട്ടിപ്പടുക്കുന്നത്. നോക്കാം. അൽ മജാസ്. മജാസ് എന്ന് പറഞ്ഞാൽ സംഗതി എന്താണ്? അതിൻ്റെ അർത്ഥം അല്ലേ, വിട്ടുകിടന്ന സ്ഥലം എന്നർത്ഥം. അതായത് ഒരു പദത്തിന് യഥാർത്ഥ ഒരു അർത്ഥം ഉണ്ടാവും, അതിൽ നിന്ന് വിട്ടുകിടന്ന് മറ്റൊരു അർത്ഥത്തിലേക്ക് നമ്മളതിനെ ഉപയോഗിക്കുന്നതിനാണ് മജാസ്, ഇസ്തിആറ എന്നൊക്കെ പറയുന്നത്. അതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലേ. ഇപ്പോൾ സ്നേഹത്തിൻ്റെ അരുവിയിൽ ഞാൻ നീന്തി കുളിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ ഒരിക്കലും ആ അരുവിക്ക് യഥാർത്ഥ എന്താണ് നമ്മളുടെ കാഞ്ഞാറ് പോലെ ഉള്ള പുഴയുടെ ശരിയായ ജനുവിനായ മീനിങ് അല്ല അത്. അപ്പോൾ അതിന് എന്താണ് മറ്റൊരു മീനിങ്ങാണ് നമ്മളവിടെ എന്ത് ചെയ്യുക, നൽകുക അല്ലേ. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞത്, അതിനാണ് മജാസ് എന്ന് പറയുക. യഥാർത്ഥ നിശ്ചയിക്കപ്പെട്ട മീനിങ്ങിൽ നിന്ന് മറികടന്നുകൊണ്ട് വിട്ടുകിടന്നുകൊണ്ട് മറ്റൊരു മീനിങ്ങിലേക്ക് നമ്മൾ പോകുന്നതിനെയാണ് മജാസ് എന്ന് പറയുക. അപ്പോൾ എന്ത് വേണം? അതിന് കൃത്യമായ തെളിവ് വേണം. വേറെ അർത്ഥമാണ് ഉദ്ദേശിച്ചത് എന്നുള്ളതിന് കൃത്യമായ അല്ലേ ഒരു സാഹചര്യ തെളിവുകളൊക്കെ അവിടെ ഉണ്ടാകണം എന്നൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഈ മജാസ് ഹുവൽ ലഫ്ദുൽ മുസ്തഅമൽ, ഉപയോഗിക്കപ്പെട്ട ഒരു പദമാണ്. ഫി ഗൈരി മാ വുളിഅ ലഹു, നിശ്ചയിക്കപ്പെട്ടത് അല്ലാത്ത അർത്ഥത്തിൽ. ഫി ഗൈരിമ, ഒരർത്ഥം അല്ലാത്തതിൽ, വുളിഅ നിശ്ചയിക്കപ്പെട്ട, ലഹു ആ അർത്ഥത്തിന് വേണ്ടി. ഏതൊരർത്ഥത്തിന് വേണ്ടി ഒരു പദത്തെ നിശ്ചയിക്കപ്പെട്ടോ അതല്ലാത്ത മറ്റൊരർത്ഥത്തിൽ ഉപയോഗിക്കപ്പെട്ട പദത്തിനാണ് മജാസ് എന്ന് പറയുക. ലി അലാഖത്തിൻ, ഒരു ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ. വെറുതെ അങ്ങനെ എന്ത് ചെയ്യുക ഉപയോഗിച്ചു എന്ന് പറയാൻ പറ്റൂല. ഈ യഥാർത്ഥ അർത്ഥവും ഇവിടെ ഉപയോഗിക്കപ്പെട്ട വൈഡായ മീനിങ് തമ്മിൽ നല്ലൊരു ബന്ധം ഉണ്ടാകണം. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, മാ കരീനത്തിൻ മാനിയാത്തിൻ, തടയുന്ന ഒരു സാഹചര്യ തെളിവുണ്ടാകണം. മിൻ ഇറാദത്തിൽ മാന സാബിഖി, മുൻകഴിഞ്ഞ ആശയം അഥവാ യഥാർത്ഥ ആശയം, നിശ്ചയിക്കപ്പെട്ട ആശയം അവിടെ ഉദ്ദേശിക്കുന്നു എന്ന് തടയുന്ന ഒരു സാഹചര്യ തെളിവുകൾ ഉണ്ടാകണം. അല്ലെങ്കിൽ രണ്ടും കൂടെ വന്നാൽ പിന്നെ ബുദ്ധിമുട്ടാണല്ലോ. ഇതും ഉദ്ദേശമുണ്ട് അതും ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. അപ്പം വൈഡായ മീനിങ്ങാണ് അവിടെ ഉദ്ദേശിക്കുന്നത്, യഥാർത്ഥ മീനിങ് ഉദ്ദേശിക്കുന്നില്ല എന്ന് ഇവിടുത്തെ ഒരു സാഹചര്യത്തിലൂടെ അവിടെ നമുക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയണം. സാഹചര്യത്തിലൂടെ നമുക്കത് തെളിയിക്കാൻ സാധിക്കണം. അത്രേ ഉള്ളൂ അതിനകത്ത് പറയാനുള്ളൂ നമുക്ക്. ഉദാഹരണത്തിന് ദുറരി, മുത്തുകൾ പോലെ, മുസ്തഅമലത്തി ഫിൽ കലിമാത്തിൽ ഫസിഹത്തി, സാഹിത്യ സമ്പുഷ്ടമായ വാചകങ്ങളിൽ അല്ലെങ്കിൽ വചനങ്ങളിൽ എന്താണ് ഉപയോഗിക്കപ്പെട്ട മുത്തുകൾ പോലെ. അതായത് സാഹിത്യ സമ്പുഷ്ടമായ വചനങ്ങളില്ലേ, ഒരു പ്രഭാഷകൻ പറയുന്ന അതിനെ മുത്തുകളുമായിട്ട് സാക്ഷ്യപ്പെടുത്തിയാലോ എങ്ങനെ ഉണ്ടാവും? അതാണ് പറയാൻ പോകുന്നത്. ഫീ കൗലിക്ക, നിൻ്റെ വാക്കിൽ, ഫുലാൻ യതകല്ലമു ബിദ്ദുറരി, ഇന്നയാൾ യതകല്ലമു സംസാരിക്കുന്നു, ബിദ്ദുറരി മുത്തുകളുമായി, മുത്തുകൾ എന്താണ് ഉപയോഗിച്ച് സംസാരിക്കുന്നു അല്ലേ. അല്ലെങ്കിൽ മുത്തുകൾ അദ്ദേഹം എന്ത് ചെയ്യുന്നു, സംസാരത്തിലൂടെ അദ്ദേഹം മുത്തുകൾ കൊണ്ട് സംസാരിക്കുന്നു. അപ്പോൾ ഇവിടെ മുത്തുകൾ സംസാരിക്കുന്നു പറയും, മുത്തുകൾ കൊണ്ട് സംസാരിക്കുന്നു പറഞ്ഞാൽ യഥാർത്ഥ മുത്താണ് ഉദ്ദേശിക്കുന്നത്, കടലിൽ നിന്ന് വാരുന്ന അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്ന വില കൂടിയ ആ മുത്ത് അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് വളരെ വ്യക്തമാണ്. കാരണം എന്താണ്? ഫൈനഹ മുസ്താമലത്തിന്, ഈ ദുററിനെ ഉപയോഗിക്കപ്പെട്ടത് ഫി ഗൈരിമാ വുദിഅത്ത് ലഹു, അതിനെ നിശ്ചയിക്കപ്പെട്ടതല്ലാത്ത മറ്റൊരർത്ഥത്തിലാണ് ഉപയോഗിക്കപ്പെട്ടത്. കാരണം ഇത് കത് വുദിഅത്ത്, ഈ ദുററിനെ ഉപയോഗിക്കപ്പെട്ടത് ഫിൽ അസ്ലി, വെക്കപ്പെട്ടത് നിശ്ചയിക്കപ്പെട്ടത് ഫിൽ അസ്ലി യഥാർത്ഥത്തിൽ, ലിൽ ഹഖീഖിയ, യഥാർത്ഥ മുത്തുകൾക്കാണ് ഇത് നിശ്ചയിക്കപ്പെട്ടത്. സുമ്മ നുഖിലത്ത് ഇല കലിമാത്തിൽ ഫസീഹ, പിന്നെ ഇതിനെ എങ്ങോട്ട് ഇപ്പോൾ നമ്മൾ തൽക്കാലത്തേക്ക് മാറ്റി ഉപയോഗിച്ചു, ഫസീഹായ സാഹിത്യ സമ്പുഷ്ടമായ പദങ്ങളിലേക്ക് അതിനെ മാറ്റി ഉപയോഗിക്കപ്പെട്ടു. സുമ്മ നുഖിലത്ത്. അപ്പോൾ യഥാർത്ഥത്തിൽ നമുക്കറിയാവുന്ന യഥാർത്ഥ മുത്തുകൾക്കാണ് എന്ത് ചെയ്യുക ഇവിടെ ദുറർ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതിന് ഫസീഹായ പദങ്ങളിലേക്ക് അതിനെ മാറ്റപ്പെട്ടു. വലിയ ആലാഖത്തിന് മുഷാബഹത്തി ബൈനഹുമ, രണ്ടിൻ്റെ ഇടയിൽ ഒരു സാദൃശ്യമായ ബന്ധമുണ്ട്. കാരണം എന്ത് ചെയ്യാണ്, വളരെ ശരിയായ മുത്തുകളെന്ന് പറയുമ്പോൾ ആ മുത്തുകളെ എന്ത് ചെയ്യുന്നു, എല്ലാവരും ഇഷ്ടപ്പെടുകയും ആ മുത്തുകളെ എല്ലാവരും എന്ത് ചെയ്യുന്നു, വളരെ മനോഹരമാണ് എന്നുള്ളതാണ് അല്ലേ. അതുപോലെ ഫസീഹായ കലിമത്തുകളും വളരെ മനോഹരമാണ്, ആളുകൾ ഹൃദയത്തെ ആകർഷിക്കുന്നു. ഇതാണ് അത് രണ്ടും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. ഫിൽ ഹുസ്നി, ഏതാണ് സാദൃശ്യത? അലങ്കാരത്തിൻ്റെയും അതുപോലെ ഭംഗിയുടെയും വിഷയത്തിൽ. പിന്നെ വല്ലതി യംനഉ ഇറാദത്തിൽ മാനൽ ഹഖീഖി, യഥാർത്ഥ ആശയം ഉദ്ദേശിക്കുന്നതിന് തടയുന്ന ഒരു തെളിവ് കരീനത്തു യതക്കല്ലമു എന്നുള്ള കരീനയാണ്. യതക്കല്ലമു എന്നുള്ള കരീന എന്ന് പറഞ്ഞാൽ സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്തായാലും ഈ മുത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കടലിൽ നിന്ന് വരുന്ന മുത്തായിരിക്കില്ല, എന്തായാലും ഇത് സംസാരിക്കാമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് എന്തായിരിക്കും, നമ്മളുടെ ഫസീഹായ കലാമുകൾ കലിമത്തുകളായിരിക്കും എന്ന്
വ്യക്തമാണ്. ഏതായാലും ഇവിടെ മജാസ് എന്ന് പറഞ്ഞാൽ ഒരു പദത്തെ അതിന് നിശ്ചയിക്കപ്പെട്ട അർത്ഥത്തിൽ നിന്ന് മാറി മറ്റൊരർത്ഥത്തിൽ ഉപയോഗിക്കുക. പക്ഷേ മറ്റൊരർത്ഥത്തിൽ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇവിടെ എന്താണ് ഒരു ബന്ധം ഉണ്ടാകണം രണ്ട് മീനിങ്ങും തമ്മിൽ. രണ്ട്, ഈ ഒന്നാമത്തെ യഥാർത്ഥ മീനിങ് അല്ല ഉദ്ദേശിച്ചത് എന്ന് വ്യക്തമാക്കുന്ന ഒരു തെളിവും കൂടി അവിടെ ഉണ്ടാകേണ്ടതാണ്. പിന്നെ അപ്പോൾ ഇത് മജാസിൻ്റെ ഒരു ഉദാഹരണം കഴിഞ്ഞു. ഇനി വക്കൽ അസാബിഇൽ മുസ്തഅമലത്തി, ഉപയോഗിക്കപ്പെട്ട വിരലുകൾ, ഫിൽ അനാമിലി, അനാമിലിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ട വിരലുകൾ. അനാമിൽ എന്ന് പറഞ്ഞാൽ വിരൽ പുച്ഛമാണ്, അസാബി എന്ന് പറഞ്ഞാൽ വിരലുകളാണ്. വിരൽ പുച്ഛത്തിന് വേണ്ടി വിരലുകൾ എന്ന പദം ഉപയോഗിക്കപ്പെട്ടു. ഫി ഖൗലി തആല യജഅലൂന, അവർ വെക്കുന്നു, അസാബി അവരുടെ വിരലുകളെ, ഫി ആദാനി അവരുടെ ചെവികളിൽ. അപ്പോൾ വിരലുകൾ വെക്കുന്ന വെച്ചാൽ വിരലുകൾ വെക്കാൻ പറ്റില്ലല്ലോ, നമ്മുടെ വിരലെല്ലാം കൂടെ ചെവി കയറും, ഇല്ല, വിരൽ പുച്ഛങ്ങളെ കയറുള്ളൂ. അപ്പം ഫൈനഹ മുസ്താമരത്തിൽ ഇത് ഉപയോഗിക്കപ്പെട്ടത് ഫി ഗൈരി മാ ഉദിഅത്ത് ലഹു, വ്യക്തമാണ്, അസാബിഇനെ ഉപയോഗിക്കപ്പെട്ടത് അതിന് നിശ്ചയിക്കപ്പെട്ടതല്ലാത്ത മറ്റൊരർത്ഥത്തിലാണ്. അതായത് അസാബിഇനെ അനാമിലിന് വേണ്ടിയാണ്. തീർച്ചയായിട്ടും അത് തമ്മിൽ നല്ല ബന്ധമുണ്ട്, അല്ലെങ്കിൽ അലാഖത്തി ബന്ധമുണ്ട്. അന്നൽ അൻമിലത്ത, വിരൽ പുച്ഛം എന്നുള്ള ജുസു മിനൽ ഇസ്ബായി, അത് വിരലിൻ്റെ ഒരു അംശമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു വാപ്പ മകൻ ബന്ധമുണ്ട്. അതായത് വിരൽ എന്ന് പറയുന്ന വാപ്പയാണ്, വിരൽ പുച്ഛം എന്നുള്ളത് മോനാണ്. അങ്ങനെ ജുസുവിൻ്റെ ഒരു ബന്ധം അവിടെ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു. ശരിയല്ലേ? ഇസ്ബാ എന്നുള്ളത് ഇസ്ബായിൻ്റെ ജുസ് ആണ് അനിമിലത്ത് എന്നുള്ളത്. അപ്പം ഇസ്ബായിൻ്റെ എന്താണ് ജുസ് എന്നുള്ള ഒരു ബന്ധം അവിടെ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് അമലൽ കുല്ലു ഫിൽ ജുസി, അപ്പോൾ ഇങ്ങനെയും നമുക്ക് പറയാം, ജുസുവിന് വേണ്ടി കുല്ലിനെ ഉപയോഗിക്കപ്പെട്ടു എന്ന് പറയാം. ഫസ്റ്റ് അമലൽ കുല്ലു, കുല്ലിനെ ഉപയോഗിക്കപ്പെട്ടു, ഫിൽ ജുസി, ജുസുഇൽ എന്ന് പറഞ്ഞാൽ ജുസുവിന് വേണ്ടി, അതായത് അൻമിലത്തിന് വേണ്ടി ഇസ്ബായിനെ ഉപയോഗിക്കപ്പെട്ടു. അപ്പോൾ ഇതാണ് ബന്ധം എന്ന് പറയുന്നത്, അല്ലേ? അതായത് കുല്ലും ജുസുവും തമ്മിലുള്ള ബന്ധമാണിത്. ഓക്കെ, ബന്ധങ്ങൾ പല രൂപത്തിലുണ്ടാവും, അല്ലെ? വാപ്പ മോൻ തമ്മിലുള്ള ബന്ധം, ഭാര്യ ഭർത്താവ് എന്നുള്ള ബന്ധം, അല്ലെങ്കിൽ എന്താണ് അങ്ങനെ തുടങ്ങിയുണ്ടല്ലോ, അല്ലേ? അയൽവാസികൾ തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ എന്താണ് സുഹൃത്തുക്കൾ, അങ്ങനെ പല ബന്ധം. അപ്പോൾ ഇവിടുത്തെ ബന്ധം എന്താണ്? കുല്ല് ജുസ് എന്ന ബന്ധമാണെന്ന് നമുക്ക് പറഞ്ഞാൽ അത് തെറ്റല്ല. അപ്പോൾ കരീനത്ത് നൽകി, ഇനി കരീന വേണമല്ലോ. എന്ത്? ഇവിടെ വിരൽ കൊണ്ട്, വിരലല്ല ഉദ്ദേശിച്ചത്, അല്ലേ? മറിച്ച് വിരൽ, അതെന്താ? അന്നവുലായി മുഖിനു, എന്താണ്? സാധ്യമല്ല ജഅലുൽ അസാബിഇ, വിരലിനെ വയ്ക്കാൻ, ബി തമാമിഹ, മുഴുവനായിട്ട്, ഫിൽ ആദാനി, ചെവിയിൽ. അത് വളരെ വ്യക്തമായതിൻ്റെ പേരിലാണ്. അപ്പോൾ ആ എന്താണ് വിരൽ ചെവിയിൽ ഇടാൻ പറ്റൂല എന്നുള്ള നമ്മളുടെയൊക്കെ ഒരു ബോധം ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മളുടെയൊക്കെ ഒരു പൊതുവായ അറിവുണ്ടല്ലോ, ആ അറിവാണ് ഇവിടുത്തെ തെളിവ്. ഇവിടെ വിരലല്ല ഇട്ടത്, വിരൽ പുച്ഛമാണ് എന്ന്, അല്ലേ? അപ്പോൾ വൽ മജാസു, അപ്പോൾ രണ്ട് രൂപത്തിലുള്ള മജാസ് ഇവിടെ നമ്മൾ കണ്ടു. നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. അതായത് രണ്ട് ഉദാഹരണം തന്നു. ഒന്ന്, ഫുലാനുൻ യതകല്ലമു ബിദ്ദുറർ, ഇന്നയാൾ മുത്തുകൾ കൊണ്ട് സംസാരിക്കുന്നു. രണ്ടാമത്തേത് അവരുടെ ചെവിയിൽ അവരുടെ വിരൽ ഇടുന്നതാണ്. അപ്പോൾ രണ്ട് മജാസ് തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്താ? വൽ മജാസ്, മജാസ് ഇങ്ങനത്തെ അലാഖത്തു, അതിൻ്റെ അലാഖത്ത്, അതിൻ്റെ ബന്ധമാണെങ്കിൽ അൽ മുഷാബഹത്ത ബൈനൽ മാനൽ മജാസി വൽ മാനൽ ഹഖീഖി, മജാസിയും അതുപോലെ യഥാർത്ഥവുമായ ആശയത്തിനിടയിൽ പരസ്പരം സാദൃശ്യതയാണ് എന്ത് ചെയ്യുക എങ്കിൽ, അതായത് ഈ ഹഖീഖിയ മാന വിട്ടിട്ട് മജാസിയ മാനിലേക്ക് പോയി. എന്തുകൊണ്ടായി പോകാൻ കാരണം? അത് തമ്മിലൊരു സാദൃശ്യതയുണ്ട് എന്ന അടിസ്ഥാനത്തിലാണെങ്കിൽ അതിനെ നമ്മളെന്ത് ചെയ്യും? കമാഫിൽ മിസാലിലെ പോലെ, ഒന്നാമത്തെ ഉദാഹരണത്തിലുള്ളതുപോലെ, അതായത് അവിടെ മുത്തുകളും അതുപോലെ സാഹിത്യ സമ്പുഷ്ടമായ പദങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണ്? അത് പരസ്പരം സാദൃശ്യമാണെന്നുള്ളതാണ്, അല്ലേ? ഭംഗിയുടെ വിഷയത്തിൽ. അതിന് ഇസമ്മ ഇസ്തിയാറത്തിൻ്റെ നിസ്യാറ എന്ന് പറയും. വൈലാഫ് മജാസൻ മുർസൽ, അല്ലെങ്കിൽ അതിന് മജാസ മുർസൽ എന്നാണ് പറയുക. അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഈ പറയപ്പെട്ടതുപോലെ, അല്ലേ? എന്തല്ല ഇവിടെ മുഷാബഹത്തിൻ്റെ സാദൃശ്യതയുടെ ബന്ധമല്ല ഉള്ളത്, മറിച്ച് മറ്റ് രൂപത്തിലുള്ള ബന്ധങ്ങളാണ്. കുല്ല് ജുസ്, അല്ലെ? ജുസ് കുല്ല്, ഇങ്ങനെയുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മറ്റ് രൂപത്തിലുള്ള ബന്ധങ്ങളാണ്. അതിന് മജാസ മുർസൽ എന്നാണ് പറയുക. മറ്റതിന് നമ്മളെന്ത് ചെയ്യും? ഇസ്തിയാറ എന്നും പറയും. അപ്പോൾ ഓക്കെ, നമ്മൾ മജാസ് മജാസ് എന്ത് ചെയ്യുക പറഞ്ഞു. അപ്പോൾ മജാസിൻ്റെ എന്താണ് പറഞ്ഞപ്പോൾ മൊത്തത്തിൽ മജാസിനെ പറ്റി പറഞ്ഞത് നിശ്ചയിക്കപ്പെട്ടത് അല്ലാത്ത അർത്ഥത്തിൽ എന്താണ് ഒരു തെളിവോടുകൂടി, ഒരു ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് തെളിവോടുകൂടിയും പരസ്പര ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലും ഒരു പദത്തെ നിശ്ചയിക്കപ്പെട്ട അർത്ഥത്തിൽ നിന്നും മാറ്റി മറ്റൊരർത്ഥത്തിൽ ഉപയോഗിക്കുന്നതിനാണ് മജാസ് എന്ന് പറയുക. അത് തന്നെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം എന്ന് ഇവിടെ തെളിയിച്ചു കഴിഞ്ഞു. അതായത്
ഈ രണ്ട് എന്ത് ചെയ്യുക, ഉപയോഗിക്കപ്പെട്ടതും അതുപോലെ യഥാർത്ഥ അതിൻ്റെ മീനിങ് തമ്മിലുള്ള ബന്ധം പരസ്പരം എന്താണ് സാദൃശ്യതയാണെങ്കിൽ അതിന് ഇസ്തിയാറ എന്ന് പറയും. ഇനി അതല്ല വേറെ ബന്ധങ്ങളാണെങ്കിൽ അത് മജാസ് മുസ്തറ. ഇനി ഇസ്തിയാറയെ പറ്റി നമുക്ക് 1-2 വാക്ക് പറഞ്ഞാലോ. അല്ല ഇസ്തിയാറ എന്ന് പറഞ്ഞാൽ ഹിയ, അത് മജാസ് തന്നെയാണ്. അലാഖത്തുൽ മുഷാബഹ എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ബന്ധം പരസ്പര സാദൃശ്യത എന്നുള്ളതാണ് അതിൻ്റെ ബന്ധം. ഖൗലി തആല കിതാബൻ അൻസൽനാഹു, നാം അവതരിപ്പിച്ച ഗ്രന്ഥം, ഇലൈക താങ്കളിലേക്ക്, ലിതുഖ്രിജ നാസ ജനങ്ങളെ കൊണ്ടുവരുന്നതിന് വേണ്ടി, മിനൽ ളുലുമാത്തി ഇരുളിൽ നിന്നും ഇലൻ നൂരി വെളിച്ചത്തിലേക്ക്. അപ്പം ഐ മിനൽ ലലാലി ഇലൽ ഹുദ എന്നാണ്, അതായത് വഴികേടിൽ നിന്നും സന്മാർഗത്തിലേക്കെന്നാണ് ഇവിടെ യഥാർത്ഥ ഉദ്ദേശം. അപ്പോൾ ഫഖത്ത് ഉസ്തുഅമിലത്തുൽ ളുലുമാത്തു വന്നൂറു, ഇവിടെ ളുലുമാത്തും നൂറും ശരിക്കും എന്ത് ചെയ്യുക, രാത്രിയുടെ ഇരുട്ടിൽ നിന്ന് പകലിലെ വെളിച്ചത്തിലേക്ക് നല്ലല്ലോ ഉദ്ദേശം. അപ്പോൾ ഈ ളുലുമാത്തു നൂറ് ഉപയോഗിക്കപ്പെട്ടു ഫി ഗൈരി മഅനാഹുമൽ ഹഖീഖി, ഇതിൻ്റെ യഥാർത്ഥ ആശയം അല്ലാത്ത ആശയത്തിലാണ് ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നത്, അല്ലേ? യഥാർത്ഥ ആശയം നമുക്കറിയാം, പ്രകാശത്തിൻ്റെ യഥാർത്ഥ ആശയം എന്താണ്, ദുലുമാത്തിൻ്റെ യഥാർത്ഥ ആശയം എന്താണ്. പക്ഷെ അതല്ലാത്ത ലലാല് ഹുദ എന്ന് പറയുന്ന ഒരു വൈഡായ മീനിങ്ങിലേക്കാണ് ഇവിടെ ദുലുമാത്തും നൂറും പോയിരിക്കുന്നത്. അപ്പോൾ എന്താ ഇവിടുത്തെ ബന്ധം? വൽ അലാഖത്തു വൽ മുഷാബഹത്തു, തീർച്ചയായിട്ടും ബന്ധം ഇവിടെ സാദൃശ്യതയാണ്. ബൈന ലലാലി വൽ ലലാമി, അല്ലേ? അതായത് ഇരുട്ടും അതുപോലെ വഴികേടും തമ്മിൽ ബന്ധമുണ്ട്. വൽ ഹുദ വൻ നൂരി, അതുപോലെ സന്മാർഗവും പ്രകാശവും തമ്മിൽ ബന്ധമുണ്ട്. കാരണം എന്താണ്? പ്രകാശത്തിലൂടെ ഒരാൾ എന്ത് ചെയ്യുക, നേരെ പോകുന്നു വഴി അറിഞ്ഞുകൊണ്ട്. സന്മാർഗത്തിലൂടെയും ഒരാൾ എന്ത് ചെയ്യുന്നു, സ്വർഗത്തിലേക്ക് വഴി അറിയാതെ നിൽക്കുന്നവരുണ്ടാവില്ല, നേരെ എന്ത് ചെയ്യും, സന്മാർഗത്തിലൂടെ സ്വർഗത്തിലേക്ക് പോകും. ഇരുട്ടും വഴികേടും തമ്മിൽ, ഇരുട്ടിലൂടെ അവൻ വഴി തെറ്റുന്നു, അപകടത്തിൽപ്പെടുന്നു. വഴികേടിലൂടെയും ലലാലിലൂടെയും ഇതുപോലെ തന്നെ. വൽ ഖരീനത്തു മാ ഖബല ദാലിക, ഇവിടെ കരീന ഏതാണ്? അതിന് മുമ്പുള്ള അതാണ്. ലിതുഖ്രിജൻ നാസ എന്നുള്ളതാണ്, ജനങ്ങളെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനകത്തോട് മനസ്സിലായി ഇവിടെ എന്താണ്, കിതാബ് വന്നു പറഞ്ഞു, അല്ലേ? അല്ലാഹു തആല ഗ്രന്ഥം അവതരിപ്പിച്ചത് ജനങ്ങളെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി. അപ്പം എന്താണ് ഇവിടെ ഖുർആൻ നിർവഹിക്കുന്ന ഈ ധർമ്മം, അത് നമ്മൾ എന്താണ് സാധാരണ ഉപയോഗിക്കുന്ന പോലെയല്ല, അല്ലേ? ഖുർആൻ ഇവിടെ അവതരിപ്പിച്ചത് ജനങ്ങളെ എന്ത് ചെയ്യുക, പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയാണ്. മിനൽ ളുലുമാത്തി ഇലൻ നൂരി, അപ്പം ഖുർആനെന്നും പറഞ്ഞു, ജനങ്ങളെ പുറത്ത് കൊണ്ടുവരാൻ വേണ്ടി എന്നും പറഞ്ഞു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ മിനൽ ളുലുമാത്തി ഇലൻ നൂരി എന്നുള്ളത് അതിൻ്റെ യഥാർത്ഥ മീനിങ് അല്ല എന്ന് വ്യക്തമാക്കി തരുന്ന ഒരു തെളിവാണ്. അപ്പോൾ ചുരുക്കത്തിൽ എന്താണ്, ഇസ്തിയാറയാണ് ഈ ആയത്തിലുള്ളത് എന്ന് വളരെ വ്യക്തമാണ്. അപ്പോൾ അസ്ലുൽ ഇസ്തിയാറയുടെ ഒരു അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് അതിനെ മനസ്സിലാക്കാം. തഷ്ബീഹുവിൻ്റെ ഒരു തഷ്ബീഹാണത്. ഹുദിഫ അഹദു തറഫൈഹി, രണ്ടിൽ ഒരു ഭാഗം കളയപ്പെട്ടു. അതിൻ്റെ വജുഹുഷിബിഹും കളയപ്പെട്ടു. അദാത്ത് തഷ്ബീഹും കളയപ്പെട്ടു. ചുരുക്കത്തിൽ ഒരു തഷ്ബീഹിൻ്റെ വലിയേട്ടനാണ് ഇസ്തിയാറ എന്ന് മനസ്സിലാക്കാൻ കഴിയും. തഷ്ബീഹ് എന്ന് പറയുമ്പോൾ നോർമലായിട്ട് ഒരു സംഗതിയെ മറ്റൊരു സംഗതിയോട് ഒരു വിഷയത്തിൽ സാദൃശ്യപ്പെടുത്തുന്നു. അപ്പോൾ അത് നോർമലായിട്ടുള്ള ഒരു കേസാണ്. അല്പം കൂടെ ഒരു സീരിയസ് ആയിട്ടാണ് തഷ്ബീഹിൻ്റെ വജുഹുഷിബിനെയും അദാത്ത് തഷ്ബീഹിനെയും രണ്ടിൽപ്പെട്ട ഒരു ഭാഗത്തെ കളഞ്ഞുകൊണ്ട്, അതായത് ഒന്നുകിൽ മുഷബ്ബഹിനെ അല്ലെങ്കിൽ മുഷബ്ബഹ് ബിഹിനെ. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് മിനൽ ളുലുമാത്തി ഇലൻ നൂരിൽ നമുക്കറിയാം, ഇവിടെ എന്താണ്, മുഷബ്ബഹിനെ രണ്ട് സ്ഥലത്തും കളഞ്ഞിരിക്കുകയാണ്. അതായത് ളുലുമാത്തിൻ്റെ മുഷബ്ബഹ് ലലാലാണ്, നൂറിൻ്റെ മുഷബ്ബഹ് ഹുദയാണ്. അപ്പോൾ ഇത് രണ്ടിനെയും കളഞ്ഞിട്ടാണ് ഇവിടെ മുഷബ്ബഹ് ബിഹിനെ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയുള്ള തഷ്ബീഹിനാണ് ഇസ്തിയാറ എന്ന് പറയുക. അപ്പോൾ നമുക്ക് ഇസ്തിയാറയുടെ സാങ്കേതിക പദങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ മുഷബ്ബഹിനെ യുസമ്മ മുസ്താർ ലഹു എന്ന് പറയും. അതായത് ഇവിടെ ഹുദ അതുപോലെ ലലാൽ ഇത് രണ്ടും മുഷബ്ബഹാണല്ലോ, അതിന് മുസ്താർ ലഹു എന്ന് പറയും. മുഷബ്ബഹ് ബിഹി മുസ്താർ മിൻഹു എന്ന് പറയും. അഥവാ ളുലുമാത്ത് നൂറിനെ മുഷബ്ബഹ് ബിഹി അല്ല മുസ്താർ മിൻഹു എന്നാണ് പറയുക. ഓക്കെ, ഫഫി ഹാദൽ മിസാരി, അപ്പോൾ ഈ ഉദാഹരണത്തിൽ നമുക്ക് നോക്കാം. അല്ല മുസ്താർ ലഹു ഹുവ ലലാലു വൽ ഹുദ, ലലാലു ഹുദ, അതായത് വഴികേടും സന്മാർഗവുമാണ് മുസ്താർ ലഹു. വൽ മുസ്താർ മിൻഹു ഹുവ മഅന ലലാമി വന്നൂരി, മുസ്താർ മിൻഹു ഏതാണ്, മുഷബ്ബഹ് ബിഹി അഥവാ ഇരുൾ പ്രകാശം എന്ന ആശയമാണ് ഇവിടെ മുസ്താർ മിൻഹു. ആ ആശയത്തിന് വേണ്ടിയാണ് ഇവിടെ ഇസ്തിയാറ ചെയ്തിരിക്കുന്നത്. ലഫ്ളു ളുലുമാത്തി വന്നൂരി, ളുലുമാത്ത് നൂറ് എന്ന പദം അത് യുസമ്മ മുസ്താറൻ. അപ്പം മുസ്താർ ലഹു ഉണ്ട്, മുസ്താർ മിൻഹു ഉണ്ട്, മുസ്താറുണ്ട്. ഇതാണ് ഇസ്തിയാറയിലെ 3 ഘടകങ്ങൾ. അപ്പം ഇവിടെ ഹുദ ലലാൽ ഇത് മുസ്താർ ലഹു ആണ്. പിന്നെ ലലാമ് നൂറിൻ്റെ ആശയം, ളുലുമാത്ത് നൂറിൻ്റെ ആശയം അത് മുസ്താർ മിൻഹു ആണ്. ളുലുമാത്ത് നൂറിൻ്റെ പദം അത് മുസ്താറാണ്.
നമുക്ക് നോക്കാം അടുത്ത ഇസ്തിആറയുടെ പ്രധാനപ്പെട്ട പ്രബലമായ 2 വിഭാഗങ്ങൾ. തൻഖസിമുൽ ഇസ്തിആറത്തു ഇലാ മുസറഹത്തിൻ, ഇസ്തിആറ മുസറഹ എന്ന വിഭാഗമുണ്ട്, അതുപോലെ തന്നെ മക്നിയ എന്ന വിഭാഗമുണ്ട്. അപ്പോൾ എന്താ മുസറഹ, എന്താ മക്നിയ നമുക്കൊന്ന് പരിശോധിക്കാം. വഹിയ ഇസ്തിആറ മുസറഹ എന്ന് പറഞ്ഞാൽ മാ സുരിഅ ഫിഹ, ആ ഇസ്തിആറയിൽ വ്യക്തമാക്കപ്പെട്ടു ലഫ്ദുൽ മുശബ്ബഹ് ബിഹി, മുശബ്ബഹ് ബിഹിയുടെ പദം വ്യക്തമാക്കപ്പെട്ടു. അപ്പം മുശബ്ബഹ് ബിഹി വ്യക്തമാക്കി ഇസ്തിആറയ്ക്കാണ് ഇസ്തിആറ മുസറഹ എന്ന് പറയുക. കമാ ഫി ഖൗലിഹി ഫംതറത്ത്, എന്താണ് സ്ത്രീ എന്ത് ചെയ്തു, പൊഴിച്ചു, മഴ പെയ്യിച്ചു, ലുലുവൻ മുത്തിനെ, മിൻ നർജിസിൻ എന്താണ് രാജപുഷ്പത്തിൽ നിന്നുള്ള മുത്തിനെ എന്ത് ചെയ്തു, മഴ പെയ്യിച്ചു. സഖത്ത് അത് നനച്ചു, വറുദൻ പനിനീർ പുഷ്പത്തെ, വഅല്ലത്ത് അവൾ കടിച്ചു, അലൽ ഉന്നാബി ഇലന്തപ്പഴത്തിൽ കടിച്ചു, ബിൽ ബറദി ആലിപ്പഴം കൊണ്ട്. വളരെ വ്യക്തമാണ്, ഇവിടെ മൊത്തത്തിലൊരു ഇസ്തിആറയാണ് നടന്നിരിക്കുന്നത്. മുശബ്ബഹ് ബിഹിയെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, മുശബ്ബഹിനെ ഒന്നും പറഞ്ഞിട്ടില്ല. എന്താ മുശബ്ബഹ് എന്ന് ഇവിടെ നമുക്ക് പറയാം. ഫഖദ് ഇസ്തആറ ലുലുഅ, ലുലുവിനെ ഇവിടെ ഇസ്തിആറ ചെയ്തു. വൻ നർജിസ, ലുലു മുത്താണ്, നർജിസ് രാജപുഷ്പമാണ്, വൽ വറുദ പനിനീർ പുഷ്പമാണ്, ഉന്നാബ് ഇലന്തപ്പഴമാണ്, വൽ ബറദ ആലിപ്പഴമാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ 1, 2, 3, 4, 5 മുശബ്ബഹ് ബിഹി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആരാണ് ഇവിടുത്തെ മുശബ്ബഹ്? മുത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്ന ആരാണ്? ലിദ്ദുമൂഇ, കണ്ണുനീരിന് വേണ്ടിയാണ് മുത്ത് ഇവിടെ ഇസ്തിആറ ചെയ്തിരിക്കുന്നത്. അതായത് കണ്ണുനീരാണ് മുശബ്ബഹ്, ലുലു മുശബ്ബഹ് ബിഹിയാണ്. അപ്പോൾ അങ്ങനെ ഈ ഇസ്തിആറ മുസറഹ എന്ന പേര് വന്നു. അതായത് മുത്ത് വർഷിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ണുനീര് വർഷിച്ചു എന്നാണ് പറഞ്ഞത്. ഇനി രാജപുഷ്പം എന്ന് പറഞ്ഞത് നർജിസ്, അത് അൽ ഒയൂൻ കണ്ണുകളാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. രാജപുഷ്പത്തിൽ നിന്നും മുത്ത് വർഷിച്ചു എന്നല്ല പറഞ്ഞത്. അപ്പോൾ രാജപുഷ്പം എന്ന് ഉദ്ദേശിച്ചത് കണ്ണുകളാണ്. ഇനി അടുത്തത് പനിനീർ പുഷ്പത്തിൽ അത് നനച്ചു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പനിനീർ പുഷ്പം കൊണ്ട് ഇതേപോലെ ഹുദൂദു, അത് കവിളുകളാണ്. അടുത്തത് ഇലന്തപ്പഴത്തിൽ കടിച്ചു എന്ന് പറഞ്ഞാൽ വൽ അനാമുൽ വിരൽപ്പുച്ഛമാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ആലിപ്പഴം കൊണ്ടാണ് കടിച്ചതെന്ന് പറഞ്ഞാൽ അത് വൽ അസ്നാൻ പല്ലുകളാണ്. ചുരുക്കത്തിൽ ദുമൂ, ഉയൂന്, ഹുദൂദ്, അനാമിൽ, അസ്നാൻ എന്നീ മുശബ്ബഹിനെ ഇവിടെ കളയുകയും മുശബ്ബഹ് ബിഹിയായ ലുലു, നർജിസ്, വറുദ, ഉനാബ്, ബർദിനെ ഇവിടെ വ്യക്തമാക്കുകയും ചെയ്തു. അങ്ങനെയുള്ള ഈ ഇസ്തിആറ മുസറഹ എന്ന് പറയും. വൈല മക്കിനിയ എന്ന രൂപത്തിലേക്കും ഇത് തിരിയും. വഹിയത് മാ ഹുദിഫ ഫിഹൽ മുശബ്ബഹ് ബിഹി കളയപ്പെട്ടതാണ്. നേരത്തെ പറഞ്ഞ മുശബ്ബഹ് ബിഹി വ്യക്തമാക്കപ്പെട്ടു, ഇത് കളയപ്പെട്ടു. എന്നിട്ട് റുംസി ഇലൈഹി, എന്നിട്ട് അതിലേക്ക് സൂചിപ്പിക്കപ്പെട്ടു ബിഷൈഇ മിൻ ലവാസിമിഹി, മുശബ്ബഹ് ബിഹിയുടെ അനിവാര്യമായ ഏതെങ്കിലും ഒരു ഘടകം അതിലേക്ക് സൂചിപ്പിക്കപ്പെട്ടു. അതായത് മുശബ്ബഹ് ബിഹിനെ കളഞ്ഞിട്ട് മുശബ്ബഹിനെ പറയുന്നു. ഇതാണ് മക്കിനിയയിൽ. എന്നിട്ട് ആ മുശബ്ബഹിലേക്ക് മുശബ്ബഹ് ബിഹിയുടെ കളയപ്പെട്ട മുശബ്ബഹ് ബിഹിയുടെ എന്തെങ്കിലും ഒരു അനിവാര്യമായ ഘടകത്തെ ചേർത്ത് പറയും. കൗലിയ താല വഖ്ഫിദ് ലഹുമ, 2 പേർക്കും നീ താഴ്ത്തി കൊടുക്കുക, ജനാഹദുല്ലി വിനയത്തിൻ്റെ ചിറക്, മിനർ റഹ്മത്തി കാരുണ്യം കൊണ്ടുള്ള വിനയത്തിൻ്റെ ചിറക് നീ താഴ്ത്തി കൊടുക്കുക. അപ്പോൾ ഇവിടെ ശരിക്കും എന്താണ്, വിനയത്തെ എന്താണ് പക്ഷിയോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുകയാണ്. വിനയത്തെ പക്ഷിയോട് സാദൃശ്യപ്പെടുത്തിയതാണ് ശരിക്കും. അപ്പോൾ വിനയം മുശബ്ബഹാണ്, ദുല്ല് മുശബ്ബഹാണ്, പക്ഷി മുശബ്ബഹ് ബിഹിയാണ്. അപ്പോൾ പക്ഷി ഇവിടെ കളഞ്ഞു, വിനയത്തെ മാത്രം ഇവിടെ പറഞ്ഞു. എന്നിട്ട് പക്ഷിയുടെ അനുബന്ധമായ ചിറകിനെ വിനയത്തോട് ചേർത്ത് കൊടുത്തു. ഇതാണ് ഇസ്തിആറ മക്കിനിയ എന്ന് പറയുന്നത്. അതാ പറഞ്ഞത് ഫഖദ് ഇസ്തആറ, അല്ലാഹു തആല ഇസ്തിആറ ചെയ്തിരിക്കുന്ന തായിറിനെ ഇസ്തിആറ ചെയ്തു ദുല്ലി, എന്തിനാണ്? ദുല്ലിന് വേണ്ടി, അതായത് വിനയത്തിന് വേണ്ടി തായിറിനെ ഇസ്തിആറ ചെയ്തു. സുമ്മ ഹദഫു, പിന്നെ തായിറിനെ കളഞ്ഞു. വദല്ല അലൈഹി, എന്നിട്ട് തായിറിനെ അറിയിച്ചു ബിഷൈഇ മിൻ ലവാസിമിഹി, അതിൻ്റെ അനിവാര്യമായ അതിൻ്റെ ഒരു എന്താണ് അനുബന്ധം കൊണ്ട്. അതായത് വഹുൽ ജനാഹു, അത് ചിറകാണ്. അപ്പോൾ ഇസ്ബാത്തുൽ ജനാഹിനെ ഇവിടെ സ്ഥാപിക്കുന്നത് ലിദുല്ലി, ഇവിടെ വിനയത്തിന്, യുസമ്മൂനവും അതിന് പറയപ്പെടും ഇസ്തിആറത്തൻ തഖീലിയ എന്നാണ് അതിനെ പറയുക. ഇസ്തിആറത്തൻ തഖീലിയ എന്ന് അതിനെ പറയും. അപ്പോൾ ഇസ്തിആറ മുസറഹ, ഇസ്തിആറ മക്നിയയിൽ നടക്കുന്നൊരു പ്രോസസ്സിങ്ങിന് ഇസ്തിആറ തഖീലിയ. ക്ലിയറായില്ലേ? അതായത് ഇസ്തിആറ മുസറഹ എന്ന് പറഞ്ഞാൽ മുശബ്ബഹ് ബിഹിയെ പറയുന്നു, മുശബ്ബഹിനെ കളയുന്നു. ഇസ്തിആറ മക്നിയ എന്ന് പറഞ്ഞാൽ മുശബ്ബഹിനെ പറയുന്നു, മുശബ്ബഹ് ബിഹിയെ കളയുന്നു. മുശബ്ബഹ് ബിഹിയെ കളഞ്ഞിട്ട് വെറുതെ ഇരിക്കുകയല്ല, മുശബ്ബഹ് ബിഹിയുടെ എന്തെങ്കിലും ഒരു എന്താണ് സീക്വൻസ് ഈ മുശബ്ബഹിലേക്ക് എന്ത് ചെയ്യുക, സ്ഥാപിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു? ഇസ്തിആറയുടെ മറ്റൊരു വകഭേദം അവിടെ ഉണ്ടാകുന്നു. അപ്പോൾ ഇങ്ങനെ ഈ മുശബ്ബഹ് ബിഹിയുടെ ഈ ഒരു അനുബന്ധത്തെ സ്ഥാപിക്കുന്നതിന് അതിന് ഇസ്തിആറ തഖീലിയ എന്ന മറ്റൊരു പേരും എന്ത് ചെയ്യുക, സഫസാഹത്തിൻ്റെ ഇൽമുൽ ബയാൻ്റെ പണ്ഡിതന്മാർ നൽകുന്നുണ്ട്. ഇത്രയും നമ്മുടെ എന്ത് ചെയ്യുക പരീക്ഷയ്ക്കുള്ള പാഠഭാഗമായി. അൽഹംദുലില്ലാഹ് കുറേ സമയമെടുത്ത് ഇത്രയും പാഠഭാഗങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. എല്ലാവരും ഇൻഷാ അല്ലാഹ് നന്നായിട്ട് ഇത് കേൾക്കുക. ഓരോ ബൈത്തും നന്നായിട്ട് അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കുക.
ഫസാഹത്തിൻ്റെ അതിൽ ഒളിഞ്ഞിരിക്കുന്ന ഫസാഹത്തിൻ്റെ മനോഹരമായ ആ പട്ടുമുളയെല്ലാം നന്നായിട്ട് ശേഖരിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് എന്തായാലും ചോദ്യം എനിക്ക് ഉണ്ടാക്കാനുള്ള തിരക്കിലാണ്. 8 മണിക്കായിരിക്കും പരീക്ഷ തുടങ്ങുക. എന്തായാലും സമയം കിട്ടിയാൽ ഇൻഷാ അല്ലാഹ് മോഡൽ ക്വസ്റ്റ്യൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. എല്ലാവരും ദുആ ചെയ്യുന്ന സമയത്തിൽ ബർക്കത്തിന് വേണ്ടി. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ ഇസ്തിആറയുടെ ആദ്യത്തെ 2 വിഭാഗങ്ങൾ പറഞ്ഞ് കഴിഞ്ഞിരിക്കുകയാണ്. ഇസ്തിആറ തസ്രീഹിയ, ഇസ്തിആറ മക്നിയ, അല്ലെങ്കിൽ ഇസ്തിആറ മുസറഹ, ഇസ്തിആറ മക്നിയ. ഇനി നമ്മൾ ഇസ്തിആറയുടെ വളരെ നിരുപദ്രവകരമായ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഒരൽപ്പം വൈകിയതിൽ എല്ലാവരും ക്ഷമിക്കുക. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള ഇസ്തിആറ മുസറഹ മക്നിയ അത് വിശദമായി പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ അടുത്ത വിഷയത്തിലേക്ക് കിടക്കാൻ വേണ്ടി പോകുമ്പോഴാണ് നമ്മുടെ വോയിസ് അവസാനിച്ചത്. അടുത്ത ഇൻഷാ അല്ലാഹ് പേജ് നമ്പർ 95 വതൻഖസിമുൽ ഇസ്തിആറത്തു ഇലാ അസ്ലിയത്തിൻ. ഞാൻ തൊട്ട് മുമ്പ് വോയിസിൽ പറഞ്ഞിരുന്നു, വലിയ ഗൗരവമുള്ള അല്ലെങ്കിൽ നിരുപദ്രവകരമായ ഒരു ഏരിയയിലേക്കാണ് നമ്മളിപ്പോൾ കിടക്കുന്നത്. മുസറഹ മക്നിയ വളരെ ഷാർപ്പായിട്ട് പഠിക്കേണ്ട കാര്യമാണ്, വളരെ നന്നായിട്ട് മനസ്സിലാക്കണം. ഇപ്പോൾ പറയാൻ പോകുന്ന ഒരു 2-3 കാര്യങ്ങൾ അതൊരു സിമ്പിളായിട്ട് മനസ്സിലാക്കിയാൽ മതി. അതായത് ഇസ്തിആറ ചെയ്യുന്ന പദങ്ങളുടെ ഒരു അടിസ്ഥാനത്തിൽ, അതായത് ഏത് സൈസ് പദങ്ങളാണ്, ഫിഅലാണോ, മുഷ്തഖായ പദങ്ങളാണോ, അതല്ല ജാമിദായ പദങ്ങൾ, ഇതിനെയൊക്കെ വെച്ചിട്ട് ഇസ്തിആറയുടെ പേര് നിർണ്ണയിക്കുന്ന ഒരു കുറച്ച് തത്വങ്ങൾ പറഞ്ഞു പോകുന്ന ഒരു ഭാഗം എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും നമുക്കത് നോക്കാം. വതൻഖസിമുൽ ഇസ്തിആറത്തു ഇലാ അസ്ലിയത്തിൻ. ഇസ്തിആറ അസ്ലിയയിലേക്ക് വിഭാഗമാകുന്നതാണ്. ഇസ്തിആറ മുസറഹ കഴിഞ്ഞു, അതായത് മുഷബ്ബഹ് ബിഹിയെ വ്യക്തമാക്കുന്ന ഇസ്തിആറയാണ് ഇസ്തിആറ മുസറഹ. ഇസ്തിആറ മക്നിയ എന്ന് പറഞ്ഞാൽ മുഷബ്ബഹ് ബിഹിയെ കളയുന്ന ഇസ്തിആറയാണ്. കളഞ്ഞിട്ട് മുഷബ്ബഹ് ബിഹിയുടെ എന്തെങ്കിലും അനുബന്ധങ്ങൾ എന്ത് ചെയ്യുന്നു, അവിടെ മുഷബ്ബഹിനോട് ചേർത്ത് പറയുന്ന രീതി. അതെല്ലാം കഴിഞ്ഞിട്ട് ഇനി അസ്ലിയ എന്ന് പറഞ്ഞാൽ വഹിയ അത് മാക്കാന ഫിഹ, ആ ഇസ്തിആറയിൽ ആണ് അൽ മുസ്തആറു ഇവിടെ മുസ്തആർ ആണ് ഇസ്മൻ ഗൈറ മുഷ്തഖിൻ. ഇവിടെ അസ്ലിയ എന്ന് പറഞ്ഞാൽ വഹിയ അത് മാക്കാന ഫിഹ ഇസ്തിആറ ആയിരിക്കുന്നു, അൽ മുസ്തആറു അല്ല മാക്കാന ഫിഹ ഇസ്തിആറയിൽ ആയിരിക്കുന്നു അൽ മുസ്തആറു മുസ്തആറു മിൻഹു. ശ്രദ്ധിക്കണേ, മുസ്തആർ ലഹു എന്ന് പറഞ്ഞാൽ മുഷബ്ബഹ്, മുസ്തആർ മിൻഹു എന്ന് പറഞ്ഞാൽ മുഷബ്ബഹ് ബിഹി. ഉദാഹരണത്തിന് ഞാൻ സടയുള്ള ഒരു സിംഹത്തെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞാൽ അവിടെ സടയുള്ളൊരു സിംഹത്തെ ഞാൻ കണ്ടു, ഞാൻ സംസാരിച്ചു എന്നൊക്കെ പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ധീരനായൊരു മനുഷ്യനെയാണ്. അപ്പോൾ ശരിക്കും മുസ്തആർ ലഹു എന്ന് പറഞ്ഞാൽ മുഷബ്ബഹ് എന്ന് പറഞ്ഞാൽ ഒരു ധീരനായ മനുഷ്യന് വേണ്ടിയാണ് ഇവിടെ ഇസ്തിആറ നടത്തിയിരിക്കുന്നത്. അപ്പോൾ റജുലുൻ ഷുജാ എന്നുള്ളതാണ് മുസ്തആർ ലഹു, അതാണ് മുഷബ്ബഹ്. പിന്നെ ഇസ്തിആറ ചെയ്തിരിക്കുന്ന പദം അതാണ് താടിയുള്ള സിംഹം എന്ന് പറഞ്ഞത്, അല്ലേ സടയുള്ള സിംഹം. അപ്പോൾ അസദുൻ ദു ലിബിദ എന്നാണ് പറയുക, അത് മുസ്തആർ മിൻഹു എന്നാണ് പറയുക. അപ്പോൾ ഇവിടുത്തെ ഉദ്ദേശിക്കുന്നത് മുസ്തആർ മിൻഹു, അതായത് ഇവിടെ ഇസ്തിആറ ചെയ്യാൻ ഉപയോഗിച്ച പദം ഉണ്ടല്ലോ, അത് ഇസ്മൻ ഗൈറ മുഷ്തഖിൻ, മുഷ്തഖല്ലാത്ത പദമാണ് എങ്കിൽ. മുഷ്തഖല്ലാത്ത പദം എന്ന് അറിയാലോ, ജാമിദ് എന്നാണ് നമ്മൾ അതിന് അറബിയിൽ പറയുക. മുഷ്തഖായ പദം എന്ന് വെച്ചാൽ ഇസ്മു ഫായിൽ, ഇസ്മു മഫൂൽ, സിഫത്ത് മുഷബ്ബഹ, ഇസ്മു തഫ്ലീൽ, ഇസ്മു മുബാലഗ എന്ന് തുടങ്ങി മസ്ദർ എന്ന് പിടിച്ചെടുക്കപ്പെടുന്ന ഫിഅൽ പോലെ തന്നെ പിടിച്ചെടുക്കപ്പെടുന്ന പദങ്ങൾ ഇസ്മുകളാണ് ഇസ്മു മുഷ്തഖ്. അതല്ലാത്തതാണ് എങ്കിൽ, അതായത് മസ്ദർ ഉൾപ്പെടെയുള്ളത് ഗൈർ മുഷ്തഖാണ്, മസ്ദർ ഗൈർ മുഷ്തഖാണ്. അതുപോലെ തന്നെ പിടിച്ചെടുക്കപ്പെടാത്ത ധാരാളം ഇസ്മുകൾ അറബിയിൽ ധാരാളം ഉണ്ട്, അതെല്ലാം ഗൈർ മുഷ്തഖാണ്. അതിൻ്റെ മറ്റൊരു പേരാണ് ജാമിദ്. ഉദാഹരണ ഇസ്തിആറത്തിൽ ലലാമിലി ലലാലി. ഇപ്പോൾ നമ്മുടെ തൊട്ട് മുമ്പത്തെ ആയത്തിൽ പറഞ്ഞല്ലോ, ഖുർആൻ അവതരിപ്പിച്ചു ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് മനുഷ്യനെ നയിക്കുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ വളരെ വ്യക്തമാണ്, ഇരുളെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് വഴികേടാണ്, പ്രകാശം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഹിദായത്താണ്. അപ്പോൾ ലലാലിയത്ത് വഴികേട്, ഇതിന് വേണ്ടിയാണ് അവിടെ ലലാം ഇരുട്ടിനെ ഇസ്തിആറ ചെയ്തത്. അപ്പോൾ വഴികേട് മുസ്തആർ ലഹു മുഷബ്ബഹാണ്, ഇരുട്ട് എന്നുള്ളത് മുസ്തആർ മിൻഹു മുഷബ്ബഹ് ബിഹിയാണ്. ഒക്കെ ഇസ്തിആറത്തുൽ ലലാമിനെ ഇസ്തിആറ ചെയ്തു ലലാലിന് വേണ്ടി, മനസ്സിലായില്ലേ? അപ്പോൾ ലലാം എന്നുള്ളത് മസ്തറാണ്, തീർച്ചയായിട്ടും മസ്തർ ഗൈർ മുഷ്തഖാണ്. അപ്പോൾ ഗൈർ മുഷ്തഖായ പദമാണ് ഇവിടെ മുസ്തആർ മിൻഹു ആയിട്ടുള്ളത്, മുഷബ്ബഹ് ബിഹി ആയിട്ടുള്ളത്. വൻ നൂരി, നൂറ് പോലെ, അല്ലെങ്കിൽ ഹുദായ്ക്ക് വേണ്ടി, സന്മാർഗം. അപ്പോൾ നൂർ എന്നുള്ളത് മുസ്തആർ മിൻഹു ആണ്, മുഷബ്ബഹ് ബിഹിയാണ്. ഹുദ എന്നുള്ളത് മുസ്തആർ ലഹു ആണ്, മുഷബ്ബഹാണ്.
ചുരുക്കത്തിൽ നൂറ് ലലാം എന്നുള്ളത് മസ്തറാണ്, ഗൈർ മുഷ്തഖാണ്, അത് ജാമിദാണ്. അതുകൊണ്ട് ഇസ്തിആറ അസ്ലിയ എന്നാണ് ഇതിനെ നമ്മൾ പേര് വിളിക്കുക. അടുത്തത് വൈല തബഈയത്തിൻ, ഇസ്തിആറയുടെ അടുത്ത വിഭാഗമാണ്. ഞാൻ പറഞ്ഞല്ലോ ഈ മുസ്തആർ മിൻഹു ആയ അഥവാ ഇസ്തിആറ ചെയ്യപ്പെട്ട ഈ പദം ഉണ്ടല്ലോ മുഷബ്ബഹ് ബിഹി, അത് കാറ്റഗറി ചെയ്യുകയാണ്. അത് ഏത് പദമാണ്? അപ്പോൾ അതുകൊണ്ട് തന്നെ മുസറഹ മക്കിനിയുടെ അത്രയും പ്രാധാന്യം ഈ ഒരു ചർച്ചയ്ക്ക് ഇല്ല എന്ന് പറഞ്ഞതിൻ്റെ കാര്യം അതാണ്. തബഈയ എന്ന് പറഞ്ഞാൽ വഹിയ അത് ഒരു ഇസ്തിആറയാണ്. കാനഫിഹ ഇസ്തിആറയിലായിരിക്കുന്നു അൽ മുസ്തആർ മിൻഹു, ദാറ്റ് മീൻസ് മുഷബ്ബഹ് ബിഹി ഫിഅലായിരിക്കുന്നു, ഔ ഹർഫൻ ഹർഫായിരിക്കുന്നു, ഔ ഇസ്മൻ മുഷ്തഖൻ അല്ലെങ്കിൽ മുഷ്തഖ ഇസ്മായിരിക്കുന്നു. അപ്പോൾ നേരത്തെ മോളി പറഞ്ഞതിന് നേരെ വിരുദ്ധം. ഫിഅലോ ഹർഫോ മുഷ്തഖായ ഇസ്മോ ആണ് ഇവിടെ മുസ്തആർ മിൻഹു, ദാറ്റ് മീൻസ് മുഷബ്ബഹ് ബിഹി എങ്കിൽ അതിന് തബഈയ ഇസ്തിആറ എന്ന് പറയുന്നു. നമുക്ക് ഫിഅൽ ആദ്യം പരിശോധിക്കാം, 2 ഹർഫ് പരിശോധിക്കാം, 3 ഇസ്മ മുഷ്തഖ് പരിശോധിക്കാം. മനസ്സിലായല്ലോ? ഇസ്തിആറ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു പദത്തെ അതിന് നിശ്ചയിക്കപ്പെട്ട അർത്ഥത്തിലല്ലാതെ മറ്റൊരർത്ഥത്തിൽ ഉപയോഗിക്കുക മുഷാബഹത്തിൻ്റെ സാദൃശ്യതയുടെ പേരിൽ. നമുക്ക് ഫിഅൽ മുസ്തആർ മിൻഹു ആയി വരുന്ന രംഗം നമുക്ക് ആലോചിക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ മുസ്തആർ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ മുസ്തആർ മിൻഹു എന്ന് പറഞ്ഞു. അപ്പോൾ ഇസ്തിആറ ചെയ്യപ്പെട്ട പദം എന്നും നമുക്ക് വേണമെങ്കിൽ അർത്ഥം വയ്ക്കാം, മുസ്തആർ മിൻഹു മുഷബ്ബഹ് ബിഹി എന്നും അർത്ഥം വയ്ക്കാം. എങ്ങനെ വെച്ചാലും കുഴപ്പമില്ല, സംഗതി കാര്യം വ്യക്തമായാൽ മതി. അതായത് ഇസ്തിആറ ചെയ്യപ്പെട്ട ഈ പദം അത് ഏത് കാറ്റഗറിയാണ് എന്ന അടിസ്ഥാനത്തിൽ ആണ് ഇവിടെ അസ്ലിയ തബഈയ എന്ന ഈ വർഗീകരണം നടത്തിയിരിക്കുന്നത്. ഫിഅൽ മുസ്തആർ ആയി വന്ന, അതായത് ഇസ്തിആറ ചെയ്യപ്പെട്ട പദം ഫിഅലായി വരുന്നത് നോക്കാം. റകിബ ഫുലാനിൻ, ഒരാൾ കയറി കത്തിഫൈ ഖരീമിഹി, തനിക്ക് കടം തരാനുള്ളവൻ്റെ 2 തോളത്ത് കയറി, അല്ലേ? അറിയാലോ, അതായത് തനിക്ക് കടം തരാനുള്ളവൻ, അതായത് കടം വീട്ടാനുള്ള ഒരാൾ തരാതിരുന്ന് അവനിങ്ങനെ വല്ലാതെ സ്വീപ്പാക്കി അവനിങ്ങനെ ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ അവൻ്റെ തോളി കയറി എന്ന് പറഞ്ഞാൽ അവൻ്റെ മലപ്പുറം ഭാഷ പറഞ്ഞാൽ അവൻ്റെ ബൈത്താല കൂടി, അവൻ്റെ പുറകെ കൂടി. അപ്പോൾ അതിനാണ് ഇവിടെ തോളി കയറി എന്ന് പറഞ്ഞത്. തോളി കയറി എന്ന് പറഞ്ഞാൽ അവൻ്റെ പുറകേ കൂടുന്നതിൻ്റെ ഇസ്തിആറയാണ് തോളി കയറുക എന്ന് പറയുന്നത്. ഓക്കെ, അതവിടെ പറയാൻ പോകുന്നത്. ഈ ലാസമഹു, അവനെ മുറുകെ പിടിച്ചു, മുലാസമത്തൻ ശരീരത്തൻ ശക്തമായ രൂപത്തിൽ എന്ന് പറഞ്ഞാൽ അവനെ വിടാതെ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം അവനെ ഫോണിൽ വിളിച്ച് അവൻ്റെ വീട്ടിൽ പോയി അവനെ എന്ത് ചെയ്യുക, വിടാതെ ശല്യപ്പെടുത്തിയാൽ അവൻ്റെ കടം അവൻ എന്ത് ചെയ്യുള്ളൂ, എനിക്ക് വീട്ടുകയുള്ളൂ എന്നുള്ളത് കൊണ്ട്. അപ്പോൾ ഇവിടെ അവനെ ശക്തമായി എന്ത് ചെയ്യുക, അവൻ്റെ പുറകെ കൂടുന്നതിനാണ് ഈ ഇസ്തിആറ പറഞ്ഞിരിക്കുന്നത്. റക്കിബയാണ് ഇവിടുത്തെ ഇസ്തിആറ ചെയ്യപ്പെട്ട പദം എന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം തോളി കയറുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ നിശ്ചയിക്കപ്പെട്ട ഭാഷയിൽ നിശ്ചയിക്കപ്പെട്ട ഒരു അർത്ഥമല്ല അതിനുള്ളത്. വൈഡായ മറ്റൊരു മീനിങ് ആണ്. മുഷാബഹത്തുണ്ട് എന്ന് വളരെ വ്യക്തമാണ്. കാരണം എന്താണ്, തോളത്തൊരാളുടെ കയറിയിരുന്നാൽ അയാളെ അത്രത്തോളം എന്താണ് അയാളുടെ പുറകെ കൂടുന്നതിൻ്റെ ഒരു കാര്യമല്ലേ. തോളത്ത് കയറിയ അയാൾ അത്രയും പിടിച്ചു എന്നുള്ളതിൻ്റെ അർത്ഥം അല്ലേ. ഒരാളുടെ തോളത്ത് കയറിയാൽ അയാളുമായിട്ട് അത്രയും അഭേദ്യമായ ബന്ധം, അല്ലെങ്കിൽ അയാളെ വിടാതെ അത്രയും ശക്തമായി കീഴടക്കി എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ശരിക്കും ലാസമഹു മുലാസമത്തൻ ശദീദ, ശക്തമായി അദ്ദേഹത്തെ മുറുകെ പിടിച്ചു, ശക്തമായി അദ്ദേഹത്തെ എന്ത് ചെയ്തു, വരിഞ്ഞു മുറുക്കി എന്നുള്ളതിൻ്റെ നല്ല മനോഹരമായ ഒരു പ്രത്യക്ഷീകരണമാണ് റക്കിബ എന്ന ഇസ്തിആറയിലൂടെ ഇവിടെ എന്ത് ചെയ്യുക വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം റക്കിബ എന്നാൽ ലാസമ എന്നാണ് ഇവിടെ അർത്ഥം. അപ്പം ലാസമയാണ് മുഷബ്ബഹ്, റക്കിബ മുഷബ്ബഹ് ബിഹിയാണ്. ഇവിടുത്തെ ബന്ധം ലാസമയിലും റക്കിബയിലും എന്തുണ്ട്, ഒരാളെ പുറകെ കൂടി അയാളെ വരിഞ്ഞു മുറുക്കുന്ന കീഴടക്കുന്ന ഒരു അവസ്ഥ ഈ രണ്ടിടത്തും നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇവിടുത്തെ വിഷയം ഇതാണ്, ഫിഅലാണ്, റക്കിബയാണ് ഇവിടുത്തെ മുസ്തആർ ഇസ്തിആറ ചെയ്യപ്പെട്ട പദം. അതുകൊണ്ട് തബഈയാണിത്. ഇനി ഹർഫിലേക്ക് കിടക്കാം. നോക്കാം. വഖൗലിതല ഉലൈക അലാ ഹുദം മിർ റബ്ബിഹിം, അതായത് ഉലൈക അക്കൂട്ടർ, അലാ ഹുദം മിർ റബ്ബിഹിം അവരുടെ രക്ഷിതാവിൽ നിന്നുള്ള സന്മാർഗത്തിൻ്റെ മേലെയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ അല എന്നുള്ളത് ആണ് ഇവിടെ ഇസ്തിആറ ചെയ്തിരിക്കുന്ന പദം മുസ്തആർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് അലാ ഹുദം മിർ റബ്ബിഹിം, ഇവിടെ വ്യക്തമായി പറയാനുള്ളതെന്ന് വെച്ചാൽ ഇവിടെ ഹർഫ് വെച്ച് എന്താ ഇസ്തിആറ ചെയ്യുന്നതെന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. ഇവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ. അല എന്ന് പറഞ്ഞത് നമുക്കറിയാം, ഒരു മുകളിൽ ഒരു സാധനം അല്ലേ. സെയ്ദുൻ അല സത്ഹി, സെയ്ദ് മച്ചിൻ്റെ മുകളിലാണ്. അപ്പോൾ പ്രത്യക്ഷമായി കാണാൻ കഴിയുന്ന ഒരു സംഗതിയുടെ മുകളിൽ ഒരാൾ അല്ലെങ്കിൽ ഒരു വസ്തു ഉണ്ടെന്ന് പറയാൻ വേണ്ടിയാണ് അല പറയുക. അൽ ഖലമു അലൽ മക്തബി, പേന മേശയുടെ മുകളിലാണ്. അന അലൽ മൻസിലി, ഞാൻ വീടിൻ്റെ മുകളിലാണ്. ഇങ്ങനെ പ്രത്യക്ഷമായി കാണുന്ന ഒരു സാധനം പ്രത്യക്ഷമായൊരു പ്രതലത്തിന് മുകളിലാണെന്ന് പറയാൻ വേണ്ടി അല വരിക. അപ്പോൾ
അതിന് ഒരു ജിസ്ം ഉണ്ടാകണം. അതായത് കാഴ്ച നമുക്ക് കാണാനുള്ള ദ്രവ്യ അല്ലേ, ഒരു പദാർത്ഥ ലോകത്ത് നമ്മൾ കാണുന്ന ഒരു സംഗതിക്കാണിത് പറയുക. അപ്പോൾ അലായുടെ ശരിയായ ഉപയോഗം അതാണ്. ആ അലായുടെ ഉപയോഗത്തിൽ നിന്ന് വൈഡായിട്ട് നമ്മൾ ആശയങ്ങൾ നമുക്കറിയാം. ആശയങ്ങൾ എന്ന് പറയുമ്പോൾ പദാർത്ഥ ലോകത്തിൽപ്പെട്ടതല്ല. ആശയങ്ങൾ എന്ന് പറഞ്ഞാൽ അല്ലേ, അത് നമുക്ക് കാണാൻ കഴിയാത്തതാണ്. നമുക്കത് എന്ത് ചെയ്യുക, പിടിക്കാനോ എടുക്കാനൊന്നും കഴിയാത്തതാണ്. അപ്പോൾ അല പറയുന്നത് പദാർത്ഥ ലോകത്ത് നിന്നാണ് എങ്കിൽ ആശയങ്ങളെ നമുക്ക് അലയുടെ ഇത് വെച്ച് പറയാൻ കഴിയില്ല അല്ലേ. അതായത് ആശയങ്ങളെ കാരണം നമുക്ക് കാണാൻ പറ്റാത്ത സാധനങ്ങളല്ലേ. അപ്പോൾ കാണാൻ പറ്റാത്ത ആശയം അഥവാ ഹിദായത്ത് എന്ന് പറയുന്ന ആ ഒരു യാഥാർത്ഥ്യം, ആ ആശയം, വസ്തുത, അതിൻ്റെ മുകളിലാണ് സഹാബാക്കൾ എന്ന് പറഞ്ഞാൽ ഈമാനുള്ളവർ എന്ന് അള്ളാഹ് പറയുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഉലായിക്ക അക്കൂട്ടർ, അതായത് അദൃശ്യമായ കാര്യങ്ങൾ വിശ്വസിക്കുന്ന, നമസ്കാരം നിർവഹിക്കുന്ന, സക്കാത്ത് നിർവഹിക്കുന്ന, ആഖിറത്തിൽ യഖീനോടുകൂടി വിശ്വാസം പുലർത്തുന്ന ആളുകൾ, ഉലായിക്ക അവർ അലാഹുദം മിർ റബ്ബിഹിം, അവരുടെ രക്ഷിതാവിൽ നിന്നുള്ള സന്മാർഗത്തിൻ്റെ മേലെയാണ് അല്ലേ. അപ്പോൾ നമ്മളൊരു വീടിൻ്റെ മുകളിലാണെന്ന് പറയുന്നത് പോലെ, മച്ചിൻ്റെ മുകളിലാണെന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ പർവ്വതത്തിൻ്റെ മുകളിലാണെന്ന് പറയുന്ന പോലെ ഹിദായത്തിൻ്റെ മുകളിലാണെന്ന് പറഞ്ഞിരിക്കുകയാണ്. ദാറ്റ് മീൻസ് ഇവിടെ എന്താണ് സംഭവിച്ചത്? ആശയത്തിന് മുകളിൽ എന്ന് പറയുമ്പോൾ അവിടെ അങ്ങനെ അല എന്നതുകൊണ്ട് അതിൻ്റെ ജനൂനായ മീനിങ് ഉദ്ദേശിക്കാൻ ഇവിടെ കഴിയില്ല. കാരണം എന്താണ്? അലയുടെ ജനൂനായ മീനിങ് പദാർത്ഥ ലോകത്ത് ഒന്നിൻ്റെ മുകളിൽ നിൽക്കുന്നതിനാണ് പറയുക. കാണപ്പെടാൻ പറ്റുന്ന ഒരു സാധനം, കാണപ്പെടാൻ പറ്റുന്ന ഒരു പ്രതലത്തിൻ്റെ മുകളിൽ നിൽക്കുക അല്ലേ. അതിവിടെ ഏതായാലും സാധിക്കില്ലല്ലോ. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ഒരു ഇസ്തിആറയാണ്. അതെന്താണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. അതാണ് ഇവിടെ നമ്മൾ പറയുന്നത്. അതായത് നമുക്കിനി ഒന്ന് ഇസ്തിആറയിലേക്ക് വിശദീകരിക്കാം. അതായത് ഒരാൾ ഒരു സംഗതിയുടെ മുകളിൽ നിന്നാൽ എന്തായിരിക്കും അതിൻ്റെ അർത്ഥം? അയാൾക്ക് അതിൻ്റെ പൂർണ്ണമായ ആധിപത്യം നേടിയെന്നാണ് അർത്ഥം അല്ലേ. ഇപ്പോൾ എൻ്റെ വീടിൻ്റെ മുകളിൽ ഞാനിങ്ങനെ നെഞ്ച് വിരിച്ച് നിന്നാൽ ആ വീടിൻ്റെ മുഴുവൻ ആധിപത്യം എനിക്കാണെന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് അല്ലേ. ശത്രു സൈന്യം ചിലപ്പോൾ നമ്മുടെ രാജ്യത്തെ, അല്ലെങ്കിൽ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ അവരുടെ രാജധാനി അല്ലേ, അവരുടെ രാജധാനിയിൽ അവരുടെ ഭരണസ്ഥിരാ കേന്ദ്രത്തിൻ്റെ മുകളിൽ കയറി ഏത് രാജ്യമാണോ കീഴടക്കിയത് ആ ശത്രു രാജ്യം, അതായത് കീഴടക്കപ്പെട്ട രാജ്യത്തിൻ്റെ രാജധാനിയിൽ അവരുടെ സിംഹാസനത്തിൻ്റെ, അല്ലെങ്കിൽ അവരുടെ ശ്രീകോവിലിൽ അവരുടെ അധികാരത്തിൻ്റെ അരമനയുടെ മുകളിൽ കയറി അവരുടെ പതാക കെട്ടും. അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടി? അത് തെളിയിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ രാജ്യം കീഴടക്കിയെന്ന് ഔദ്യോഗികമായി അവരുടെ ശരീരഭാഷ കൊണ്ട് തെളിയിക്കുന്ന ഒരു നിമിഷമാണത് അല്ലേ. അപ്പോൾ അതിൻ്റെ മുകളിൽ കയറിയാൽ ഞങ്ങൾ ഇത് കീഴടക്കി എന്നതിൻ്റെ ഒരു സൂചനയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അല എന്ന് എവിടെയൊക്കെ നമ്മൾ പറയുന്നുണ്ടോ, പദാർത്ഥ ലോകത്ത് അല എവിടെയെല്ലാം ഉപയോഗിച്ചാലും അലായുടെ മജ്റൂർ, അലായ്ക്ക് ശേഷമുള്ള ഒരു സാധനത്തിൻ്റെ മുകളിലാണെന്നാണല്ലോ പറയുന്നത്. ആ മുകളിൽ നിൽക്കുന്ന ആൾ സമ്പൂർണ്ണമായ ആധിപത്യം നേടി എന്നാണ് അതിൻ്റെ പദാർത്ഥ ലോകത്തെ അതിൻ്റെ മീനിങ്. അപ്പോൾ അതേ മീനിങ് തന്നെ ഇവിടെ നമുക്ക് ഈ ഈമാനും യഖീനുമുള്ള ആളുകൾ ഹിദായത്തിൻ്റെ മുകളിലാണെന്ന് പറയുമ്പോഴും അങ്ങനെ ഒരു അർത്ഥം നമുക്ക് നൽകാൻ കഴിയും. അതായത് അവർ ഹിദായത്തിൻ്റെ മുകളിലാണെന്ന് പറഞ്ഞാൽ അവർക്ക് സമ്പൂർണ്ണമായ ഹിദായത്തിൻ്റെ ഒരു ആധികാരികത അവർക്ക് കൈവന്നു, സമ്പൂർണ്ണമായ ഹിദായത്തിൻ്റെ ഒരു അവകാശവാദം അവർക്ക് കൈവന്നു എന്ന മീനിങ് ഇവിടെ നൽകലാണ് ഉദ്ദേശം. ക്ലിയർ ആയില്ലേ? ചുരുക്കത്തിൽ അല എന്നതുകൊണ്ട് പദാർത്ഥ ലോകത്തെ ഒന്നിൻ്റെ മേൽക്കോയ്മ, ഒന്നിൻ്റെ മുകളിൽ ഒരാൾ കയറി നിൽക്കുന്നു, ഒരു വസ്തു നിൽക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് നൽകുന്നതെങ്കിൽ ഇത് ഹിദായത്തിൻ്റെ മുകളിൽ എന്ന് പറഞ്ഞാൽ അതൊരു ഇസ്തിആറയാണ്. അത് തമ്മിലുള്ള ബന്ധം എങ്ങനെയാണെന്ന് വെച്ചാൽ അസ്സുൽത്തത്തു വൽ ഖഹ്റു, അതായത് ആധിപത്യം സ്ഥാപിക്കുക, ആധിപത്യ പ്രഖ്യാപനം, ആധിപത്യ സൂചന എന്നുള്ളതാണ് ഇവിടുത്തെ പരസ്പരമുള്ള ബന്ധം എന്ന് പറയുന്നത്. ചുരുക്കത്തിൽ അല എന്ന് പറയുന്ന കേവലം 2-3 അക്ഷരം കൊണ്ട് വലിയ ഈ ആശയം ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഖുർആനിൻ്റെ ഏജാസ് എന്ന് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അതുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്, ആവർത്തിക്കുകയാണ്. അഥവാ ഹിദായത്തിൻ്റെ, അതായത് ഇത്രയും ഗുണങ്ങളുള്ള ആളുകൾ ഹിദായത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഒരു ടോപ്പിലാണ്, അതായത് ഹിദായത്തിൻ്റെ ഉയർന്ന ഒരു അവകാശവാദം ഉന്നയിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക്, ദർജയിലേക്ക് അവരെത്തി എന്നതിൻ്റെ തെളിവാണ് എന്നാണ് ഇവിടെ പറഞ്ഞതിൻ്റെ അർത്ഥം. അതാണ് ഇവിടെ പുറകെ പറയുന്നത്. ശ്രദ്ധിച്ചു വയ്ക്കുക. ഐ തമക്കനു, അവർക്ക് സാധിക്കുന്നു, മിനൽ ഹുസൂലി, കരസ്ഥമാക്കാൻ, അലൽ ഹിദായത്തി താമ, സമ്പൂർണ്ണമായ ഹിദായത്ത് അവർക്ക് കരസ്ഥമാക്കാൻ കഴിഞ്ഞു എന്നാണ് ഇവിടെ അല എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഹിദായത്ത് ഒരു പദാർത്ഥമാണെന്നോ അതിൻ്റെ മുകളിൽ ആ ഈമാനുള്ളവർ കയറി നിന്നോ എന്നുള്ള ഒരു ഉപരിപ്ലവമായ അല്ലെങ്കിൽ പദാർത്ഥ ലോകത്തുള്ള അർത്ഥം ഇവിടെ ഇല്ല. മറിച്ച് ഇസ്തിആറയുടെ ഒരർത്ഥമാണ് ഇവിടെ ഉള്ളത്. അതിൻ്റെ ബന്ധങ്ങൾ നമ്മൾ പറഞ്ഞു. അപ്പോൾ പൂർണ്ണമായ ഹിദായത്തിൻ്റെ വക്താക്കളാണ് എന്ന്
ഇവിടെ സൂചിപ്പിക്കുകയാണ് ഈ ഒരു ഇസ്തിആറയുടെ ലക്ഷ്യം. അതായത് ചുരുക്കത്തിൽ ഇവിടെ ഇസ്തിആറ ചെയ്ത പദം അല എന്ന ഹർഫാണ്, അതുകൊണ്ട് ഇസ്തിആറ തബഈയാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇസ്മ മുഷ്തഖ് വെച്ച് ഇസ്തിആറ ചെയ്തതിനെ പറ്റി നമുക്ക് നോക്കാം. വലഇൻ നതഖതു ബിശുക്രി ബിർരിക മുസ്സിഹാ ഫലിസാനു ഹാലി ബിശികായത്തി അന്തഖു. വലഇൻ നതഖതു ഞാൻ സംസാരിച്ചാൽ, ബിശുക്രി ബിർരിക നിൻ്റെ നന്മയ്ക്ക് നന്ദി രേഖപ്പെടുത്തി ഞാൻ സംസാരിച്ചാൽ, മുഫ്സിഹൻ വളരെ സ്പഷ്ടമായ നിലയിൽ, സ്പഷ്ടമായി നീ ചെയ്ത എനിക്ക് ചെയ്ത നന്മകൾ അല്ലെങ്കിൽ ഉപകാരങ്ങൾ അതെല്ലാം നന്ദി രേഖപ്പെടുത്തി ഞാൻ സംസാരിക്കാൻ കഴിയും, കുഴപ്പമില്ല. പക്ഷേ ഫലിസാനു ഹാലി എൻ്റെ സന്ദർഭത്തിൻ്റെ നാവ്, ഫി ഷിക്കായത്തി പരിഭവങ്ങളെയാണ് അന്തഖു കൂടുതലായി സംസാരിക്കുന്നത്. അല്ലേ, നിൻ്റെ നന്മയെക്കുറിച്ച് പറയാനും ഒരുപാടുണ്ട്, പക്ഷേ എങ്കിലും അതിനേക്കാൾ കൂടുതലുണ്ട് നിന്നോടുള്ള പരിഭവങ്ങൾ ചൊല്ലാൻ. അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞതെന്ന് ചുരുക്കം, അന്തഖു എന്ന് പറഞ്ഞാൽ അതല്ലു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതല്ലു എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ, അതായത് സന്ദർഭത്തിൻ്റെ നാവ് പരിഭവങ്ങളാണ് കൂടുതൽ സംസാരിക്കുന്നത് പറഞ്ഞാൽ കൂടുതൽ അറിയിക്കുന്നത് എന്നാണ് അർത്ഥം. അപ്പോൾ അന്തഖു എന്നതുകൊണ്ട് അതല്ലു എന്ന മീനിങ് ആണ് ഉദ്ദേശിച്ചത്. അപ്പം അന്തഖു മുഷബഹ് ബിഹിയാണ്, അതല്ലു മുഷബഹാണ്. ചുരുക്കത്തിൽ മുഷബഹായ അതല്ലുവിന് പകരം അന്തഖുവിന് ഉപയോഗിച്ച് ഇവിടെ ഇസ്തിആറ ഇവിടെ ചെയ്തിരിക്കുകയാണ്. ഇസ്തിആറ മുസറഹ, അതിൻ്റെ പദം ഇസ്മ തഫ്ദീലാണ്, ഇസ്മ മുഷ്തഖാണ്, അതുകൊണ്ട് ഇസ്തിആറ തബഈയാണ്. ഒരു ഉദാഹരണം കൂടി പറഞ്ഞുകൊണ്ട് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം. നഹു അദഖ്തുഹു ലിബാസൽ മൗത്തി, അവനെ ഞാൻ രുചിപ്പിച്ചു മരണത്തിൻ്റെ വസ്ത്രം ഞാൻ അവനെ രുചിപ്പിച്ചു. ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്, ഇവിടെയും ഈ പറയപ്പെട്ടതുപോലെ ഇസ്തിആറ മക്കിനിയാണിത്, അത് തബഈ ആയതാണ് ഇവിടെ കാണിക്കുന്നത്. ഇസ്തിആറ മക്കിനിയ തബഈ എങ്ങനെയാണെന്ന് വിശദീകരിക്കാൻ ശ്രദ്ധിച്ചോളീൻ. ഇവിടെ എന്താണ് അദഖ്തു അല്ലേ, അതായത് രുചിപ്പിച്ചു. ശരിക്കും രുചിപ്പിച്ചു എന്നുള്ളതിനെ ഇൽബാസുമായിട്ട് സാക്ഷ്യപ്പെടുത്തിയിരിക്കുകയാണ് അല്ലേ. രുചിപ്പിച്ചു എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ശരീരം മൊത്തത്തിൽ ഉണ്ടാകുന്ന ഒരു അനുഭവമാണ് രുചി എന്ന് പറയുന്നത്. ധരിക്കുന്നതിലും അതുണ്ടല്ലോ, ശരീരത്തിൽ ടോട്ടലി നമുക്ക് ശരീരം എന്ത് ചെയ്യുക, മറയ്ക്കണം എന്നാണല്ലോ നിയമം. അപ്പം ശരീരമായിട്ട് നല്ലൊരു ടച്ചിങ് അനുഭവം വരുന്നതാണ് വസ്ത്രം ധരിക്കലും. അതായത് രുചി ഇതുപോലെ ശരീരത്തിന് മൊത്തത്തിലുണ്ടാകുന്ന ഒരു ഫീലിംഗ് ആണോ, അനുഭവമാണോ, അതുപോലെ തന്നെ വസ്ത്രം ധരിക്കലും ശരീരത്തിന് മൊത്തത്തിലുണ്ടാകുന്ന ഒരു അനുഭവമാണ്. അങ്ങനെ വരുമ്പോൾ ഇവിടെ ഇദാഖത്തിനെ ഇൽബാസുമായിട്ട് തഷ്ബീഹ് ചെയ്തു. അതായത് രുചിപ്പിക്കുക എന്നത് മുഷബ്ബഹാണ്, ധരിപ്പിക്കുക എന്നത് മുഷബ്ബഹ് ബിഹിയാണ്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു, ഇവിടെ മുഷബ്ബഹ് ബിഹിയായ ഇൽബാസിനെ കളഞ്ഞു, അതായത് ധരിപ്പിക്കുക എന്നുള്ളതിനെ കളഞ്ഞു. എന്നിട്ട് ഈ ധരിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട അതുമായി ലവാസിമായ അതിൻ്റെ അനുബന്ധമായ ലിബാസിനെ ഇവിടെ കൊടുത്തു. അപ്പോൾ മുഷബ്ബഹ് ബിഹിയെ കളഞ്ഞിട്ട് മുഷബ്ബഹ് ബിഹിയുടെ അനുബന്ധമായ എന്തെങ്കിലും എന്ത് ചെയ്യുക, മുഷബ്ബഹിലേക്ക് ചേർത്ത് പറഞ്ഞ് ചെയ്യുന്ന ഇസ്തിആറയ്ക്ക് ഇസ്തിആറ മക്കിനിയ എന്നാണ് പറയുക. അപ്പോൾ അദഖ്തുഹു ഞാൻ അവന് രുചിപ്പിച്ചു ലിബാസൽ മൗത്തി മരണത്തിൻ്റെ വസ്ത്രം, അൽബസ്തുഹു ഇയാഹു എന്നർത്ഥം, മരണത്തിൻ്റെ വസ്ത്രം ഞാൻ അവന് ധരിപ്പിച്ചു. അപ്പോൾ അദഖ്തു എന്നുള്ളത് ശരിക്കും മുഷബ്ബഹാണ്, അൽബസ്തു എന്നുള്ളത് മുഷബ്ബഹ് ബിഹിയാണ്. അപ്പോൾ അൽബസ്തു എന്ന മുഷബ്ബഹ് ബിഹിയെ ഇവിടെ കളഞ്ഞിട്ട് ആ മുഷബ്ബഹ് ബിഹിയുടെ ലിബാസ് എന്ന അതിൻ്റെ ഒരു ലവാസിമ് അനുബന്ധത്തെ അദഖ്തു എന്ന മുഷബ്ബഹിലേക്ക് ചേർത്ത് ഇവിടെ നൽകിയ ഇസ്തിആറയ്ക്ക് ഇസ്തിആറ മക്കിനിയ എന്ന് പറയും. ഇവിടെ എന്താണ് ഇസ്തിആറ അല്ലേ, എന്താണ് ഇവിടെ ചെയ്തിരിക്കുന്നത്, അൽബസ്തു എന്ന് പറയുന്ന ഒരു പദമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അൽബസ്തു അല്ലേ, അത് തബഈയാണ്. അൽബസ്തു എന്നുള്ളത് ആണല്ലോ ഇവിടുത്തെ ഇസ്തിആറയുടെ പദം, അതിനെ കളഞ്ഞിരിക്കുകയാണ് മുഷബ്ബഹ് ബിഹിയുടെ അൽബസ്തു എന്നുള്ളത്. അത് ഫിഅലാണ്, ഫിഅലാകുമ്പോൾ എന്താണ് ഇസ്തിആറ മക്കിനിയ തബഈയ ആയി മാറുന്നതാണ്. അപ്പം അദാഖ എന്നുള്ളത് മുഷബ്ബഹാണ്, അൽബസ എന്നുള്ളത് മുഷബ്ബഹ് ബിഹിയാണ്. അൽബസയെ കളഞ്ഞു, എന്നിട്ട് അതിൻ്റെ അനുബന്ധമായ ലിബാസിനെ ഇവിടെ എന്ത് ചെയ്ത അദാഖയോട് ചേർത്ത് പറഞ്ഞു. അപ്പോൾ അൽബസയാണ് ഇവിടെ ഇസ്തിആറ ചെയ്യപ്പെട്ട പദം, അതിനെ കളഞ്ഞു എങ്കിൽ പോലും അപ്പോൾ ഫിഅലായതുകൊണ്ട് അതിനെ ഇസ്തിആറ മക്കിനിയ തബഈയ എന്ന് പറയുന്നു. ഇതോടെ ആ ചർച്ച അവസാനിച്ചു. ഇത് ഒരു വലിയ ചർച്ചയല്ല എന്ന് ഞാൻ പറഞ്ഞത് മുസറഹ മക്കിനിയയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോഴാണ്. ഇതും പ്രധാനപ്പെട്ട ചർച്ച തന്നെയാണ്, പക്ഷേ ആപേക്ഷികമായിട്ട് രണ്ടാം സ്ഥാനത്തെ നിൽക്കുകയുള്ളൂ. ഇനി നമുക്ക് ഇസ്തിആറയുടെ ഒരു ചർച്ചയോടെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് മജാസ് മുർസലിലേക്ക് പോകാൻ സമയമായിരിക്കുകയാണ്. ഇസ്തിആറയുടെ അവസാനത്തെ ഭാഗം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇസ്തിആറ എന്താണ്, ഇനി ഇസ്തിആറ മുസറഹയും ഇസ്തിആറ മക്കിനിയൊക്കെ പൂർത്തിയായതിന് ശേഷം നമുക്ക് ചിലപ്പോൾ ഉണ്ടല്ലോ ഒരു എല്ലാ അലങ്കാരവും പൂർത്തിയായിട്ട്
ഒരു വേറൊരു ഒരു അനുബന്ധമായ ഒരു അലങ്കാരം കൂടെ ചിലപ്പോൾ നമ്മൾ ചേർക്കും അല്ലേ. ഇപ്പോൾ ഉദാഹരണത്തിന് വീട് പണിഞ്ഞു പെയിൻ്റ് അടിച്ചു അല്ലേ, എല്ലാ അലങ്കാരം പൂർത്തിയായി. എങ്കിലും നമ്മൾ ചിലപ്പോൾ അവസാനം എന്ത് ചെയ്യും, നമ്മൾ വീട് കയറി താമസിക്കുന്ന അന്ന് കുറച്ച് ബൾബുകൾ തൂക്കിയിടും. ചിലപ്പോൾ കുറച്ച് എന്ത് ചെയ്യുക, വേറെ സീക്വൻസ് വേറെ എന്തെങ്കിലുമൊക്കെ എന്ത് ചെയ്യുക, അലങ്കാര വിളക്കുകളോ താൽക്കാലികമായിട്ട് എല്ലാവരും വരുമ്പോൾ ഒരു അലങ്കാരത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ സ്ഥായിയായിട്ടോ ഒരു പ്രത്യേകമായിട്ട് വേറൊരു അലങ്കാരം കൂടെ നമ്മൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്യും. അപ്പോൾ അതുപോലത്തെ ഒരു സംഗതിയാണ് പറയാൻ പോകുന്നത്. അതായത് ഇസ്തിആറ പൂർത്തിയായതിനു ശേഷം ഇസ്തിആറയുടെ ആ ഒരു മനോഹാരിത വർദ്ധിപ്പിക്കുവാൻ വേണ്ടി വേറൊരു ആഡ് ചെയ്യുന്ന ഒരു പ്രക്രിയയ്ക്കാണ്. അതായത് ആ മനോഹാരിത കൂട്ടാൻ വേണ്ടി ചെയ്യുന്ന ഒരു ഇടപെടൽ. അതിനാണ് ഇനി അടുത്ത ഒരു 3 വിഭാഗത്തെ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഒന്ന് തൻഖസിമുൽ ഇസ്തിആറ വിഭജിതമാവുന്നതാണ് ഇലാ മുറശ്ശഹ വഹയത് മാ ദുക്കറ ഫിഹ. ഇസ്തിആറയിൽ പറയപ്പെട്ടു മുലായിമുൽ മുഷബ്ബഹ് ബിഹിയോട് അനുയോജ്യമായ ഒരു ക്ലോസ്, ഒരു സ്റ്റേറ്റ്മെൻറ്റും കൂടെ വന്നാൽ അതിന് ഇസ്തിആറ മുറശ്ശഹ എന്ന് പറയും. ശ്രദ്ധിക്കണം, ഇസ്തിആറ സമ്പൂർണ്ണമായതിന് ശേഷമേ ഈ ഒരു ആഡ് ചെയ്യുന്ന അനുബന്ധമായി വരുന്ന ഒരു അലങ്കാര പ്രയോഗങ്ങൾക്ക് സ്ഥാനമുണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇവിടെ ഇസ്തിആറ പൂർത്തിയായി എന്ന് വിചാരിക്കുക. എന്നിട്ട് മുഷബ്ബഹ് ബിഹിയോട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒന്നും അവിടെ ഒരു ക്ലോസ് വന്നാൽ അതിന് ഇസ്തിആറ മുറശ്ശഹ എന്നാണ് പറയുക. നോക്കാം, ഉലായിക അല്ലദീന ഇസ്തറഉൽ ലലാലത ബിൽ ഹുദ. ഉലായിക അല്ലദീന ഒരു കൂട്ടരാണ് ഇസ്തറഉൽ ലലാലത വഴികേടിനെ അവർ വാങ്ങി ബിൽ ഹുദ സന്മാർഗത്തിന് പകരമായി. അപ്പോൾ വഴികേടിനെ സന്മാർഗത്തിന് പകരമായി വാങ്ങി എന്നാണ് പറഞ്ഞത് അല്ലേ. വാങ്ങി എന്നല്ല ഇവിടെ ശരിക്കും മുഷബ്ബഹ് ഇസ്തബ്ദലു എന്നാണ്. ഇഷ്തറു എന്നുള്ളത് ഇസ്തിആറയാണ്, ഇസ്തിആറ ചെയ്യപ്പെട്ട പദമാണ് ഇഷ്തറു എന്നുള്ളത്. ശരിക്കും ഇവിടെ മുഷബ്ബഹ് ഇസ്തബ്ദലു എന്നാണ്. അതായത് വഴികേടിനെ ഹിദായത്തിന് പകരമായി അവർ ഇസ്തബ്ദലു, അവർ പകരമാക്കി എന്നാണ് അവിടെ അർത്ഥം. അപ്പോൾ ഇസ്തബ്ദലു എന്നുള്ളത് മുഷബ്ബഹും ഇഷ്തറവു എന്നുള്ളത് മുഷബ്ബഹ് ബിഹി. അപ്പോൾ മുഷബ്ബഹ് ബിഹി ഇവിടെ വ്യക്തമാക്കി ഇത് ഇസ്തിആറ മുസറഹയാണെന്ന് വളരെ വ്യക്തമാണ്. അപ്പോൾ ഇസ്തിആറ അവിടെ പൂർത്തിയായി. ഓക്കെ, അപ്പോൾ ഇസ്തബ്ദല എന്ന് പറഞ്ഞാൽ പകരം സ്വീകരിച്ചു, അതായത് ഹിദായത്തിന് പകരം ലലാലത്തിനെ സ്വീകരിച്ചു എന്നാണ് ഇവിടെ പറഞ്ഞത്. അതിന് ഇഷ്തറ എന്ന ഇസ്തിആറ ചെയ്തു. അറിയാലോ ബന്ധം. വാങ്ങുക എന്ന് പറയുമ്പോഴും പകരം സ്വീകരിക്കലാണ് അല്ലേ. അതായത് നമ്മളൊരു പൈസ അങ്ങോട്ട് കൊടുത്തിട്ടാണ് ആ കച്ചവടക്കാരിൽ നിന്ന് ഒരു സാധനം നമ്മൾ വാങ്ങുന്നത്. അപ്പോൾ ഒരു പകരമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു രൂപയുടെ മൂല്യത്തിന് പകരമായിട്ടാണ് നമ്മളൊരു സാധനം കടയിൽ നിന്നും വാങ്ങുന്നത്. അപ്പോൾ ഇഷ്തറവും ഇസ്തബ്ദല തമ്മിൽ ബന്ധമുണ്ട് അല്ലേ. രണ്ടും പകരമായിട്ടാണ് വാങ്ങുന്നത് എന്ന ബന്ധം. അപ്പോൾ ഇവിടെ അത് കഴിഞ്ഞതിന് ശേഷം ഫമാ റബിഹ തിജാറത്തുഹും, അവരുടെ കച്ചവടം ലാഭകരമായില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നോക്കിയേ, അവരുടെ കച്ചവടം ലാഭകരമായില്ല എന്ന് പറഞ്ഞാൽ ഇത് മുഷബ്ബഹുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രയോഗമാണോ, മുഷബ്ബഹ് ബിഹിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള പ്രയോഗമാണോ? ചിന്തിച്ചാൽ മനസ്സിലാവും. ഇസ്തബ്ദലയുമായി ബന്ധപ്പെട്ടതല്ല ഇത്, ഇഷ്തറവ് എന്നതുമായി ബന്ധപ്പെട്ടതാണ് എന്ന് വളരെ വ്യക്തമാണ്. കാരണം ഇഷ്തറ വാങ്ങി, ആ വാങ്ങലുമായി ബന്ധപ്പെട്ട അല്ലേ, ഒരു കച്ചവട ഇടപാടുമായി ബന്ധപ്പെട്ടാണ് ഫമാ റബിഹ തിജാറത്തുഹും എന്ന ഒരു ക്ലോസ് വന്നിരിക്കുന്നത്. ചുരുക്കത്തിൽ മുഷബ്ബഹ് ബിഹിയുമായി റിലേറ്റഡ് ആയ ഒരു സംഗതി പറഞ്ഞതുകൊണ്ട് ഇസ്തിആറ മുറശ്ശഹ എന്നതിനെ പറയും. വിശദീകരിക്കാം എങ്ങനെയാണ്. ഫൽ ഇസ്തിറ എന്നുള്ളത് മുസ്തആറുൻ ഇസ്തിആറ ചെയ്യപ്പെട്ട പദമാണ്. ലിൽ ഇസ്തിബ്ദാൽ എന്ന് പറയുന്ന മുഷബ്ബഹിന് വേണ്ടി. ഇഷ്തറവ് എന്നുള്ളത് മുഷബ്ബഹ് ബിഹിയാണ്, ഇസ്തിബ്ദാൽ എന്നുള്ളത് മുഷബ്ബഹാണ് എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇസ്തിറാ മുഷബ്ബഹ് ബിഹി ആണല്ലോ. ആ മുഷബ്ബഹ് ബിഹി ഇസ്തിറാവുമായി ബന്ധപ്പെട്ട് ദിക്റു റിബഹി വ തിജാറത്തി, ലാഭത്തെയും കച്ചവടത്തെയും കുറിച്ച് പറയുന്നത് തർശീഉൻ, അതിനെ തർശീഹ് എന്നാണ് പറയുക. ഇസ്തിആറ മുറശ്ശഹ എന്നാണ് ഇതിനെ പറയുക. പൂർണ്ണമായിട്ട് പറഞ്ഞാൽ ഇസ്തിആറ മുസറഹ മുറശ്ശഹ എന്നാണ് ഇതിനെ നമ്മൾ വിളിക്കുക. അതായത് ഏത് ഇസ്തിആറയിലും മുഷബ്ബഹ് ബിഹിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു അനുബന്ധം ചേർത്ത് പറഞ്ഞാൽ അതിന് മുറശ്ശഹ എന്ന് പറയാം. ഇനി അടുത്തത് വൈല മുജറദത്തി. മുജറദ എന്ന് പറഞ്ഞാൽ വഹിയ അല്ലത്തി ഒരു ഇസ്തിആറയാണ്. ദുക്കറ ഫിഹ, അതിൽ പറയപ്പെട്ടു മുലായിമുൽ മുഷബ്ബഹിനോട് അനുയോജ്യമായ സംഗതിയെ പറയപ്പെട്ടു. മുഷബ്ബഹിനോട് അനുയോജ്യമായതിനെ പറയപ്പെടുന്നതിനാണ് മുജറദ എന്ന് പറയുക. അതായത് മുഷബ്ബഹ് ബിഹിയോട് അനുയോജ്യമായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ. അതായത് പകരം വാങ്ങി എന്നുള്ള മുഷബ്ബഹിന് വേണ്ടി വാങ്ങി ഇഷ്തറ എന്നുള്ള പദത്തെ ഇസ്തിആറ ചെയ്തു. എന്നിട്ട് വാങ്ങി കൊടുക്കൽ വാങ്ങലുമായി ബന്ധപ്പെട്ട കച്ചവടത്തിൻ്റെ റബിഹ തിജാറത്തുഹൊക്കെ പറഞ്ഞപ്പോൾ അത് മുറശ്ശഹയായി. ഇനി മുഷബ്ബഹുമായി ബന്ധപ്പെട്ട് നോക്കാം. നഹു ഫഅദാഖഹല്ലാഹു, അല്ലാഹു തആല രുചിപ്പിച്ചു ലിബാസൽ ജൂഇ വൽ ഖൗഫി, ആ നാടിന് ലിബാസൽ ജൂഇ വൽ ഖൗഫി, ഭയത്തിൻ്റെയും വിശപ്പിൻ്റെയും വസ്ത്രം അല്ലാഹു തആല രുചിപ്പിച്ചു.
ഇവിടെ എന്താണെന്ന് നോക്കാം നമുക്ക്. യുസ്തുഇറൽ ലിബാസു, ലിബാസ് എന്ന പദത്തെ ഇസ്തിആറ ചെയ്യപ്പെട്ടത്, അതായത് ലിബാസ് മുഷബ്ബഹ് ബിഹിയാണ്, ലിമാ ഖഷിയൽ ഇൻസാന ഇൻദ ജൂഇ വൽ ഖൗഫി, ഭയത്തിൻ്റെയും അതുപോലെ വിശപ്പിൻ്റെയും സന്ദർഭത്തിൽ മനുഷ്യനെ എന്ത് ചെയ്യുക, പൂർണ്ണമായി മനുഷ്യനെ ആവരണം ചെയ്യുന്ന അവസ്ഥയ്ക്ക് വേണ്ടിയാണ് ഇസ്തിആറ ചെയ്തിരിക്കുന്നത്. ശ്രദ്ധിക്കണം, വിശപ്പിൻ്റെയും അതുപോലെ ഭയത്തിൻ്റെയും വസ്ത്രം എന്ന് പറയുമ്പോൾ എന്താണ്? വസ്ത്രം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ അണിയുന്ന വസ്ത്രമല്ല ഉദ്ദേശിക്കുന്നത്, അല്ലേ? നമുക്കറിയാലോ, എന്ത് ചെയ്യുക, അസ്വാതന്ത്ര്യത്തിൻ്റെ വസ്ത്രം അണിയിച്ചു എന്ന് പറഞ്ഞാൽ അതെന്താ? അവിടെ ജയിലിൽ ഇട്ടു എന്നർത്ഥം, അല്ലേ? എന്ന് പറഞ്ഞ പോലെ ഇവിടെ വിശപ്പിൻ്റെയും അതുപോലെ തന്നെ ഭയത്തിൻ്റെയും വസ്ത്രം എന്ന് പറഞ്ഞാൽ വസ്ത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിശപ്പിൻ്റെയും അതുപോലെ തന്നെ ഭയത്തിൻ്റെ സന്ദർഭത്തിൽ നമുക്ക് എന്ത് ചെയ്യുക, ശരീരത്തിൽ മൊത്തത്തിൽ വിശപ്പ് വരുമ്പോഴും അതുപോലെ ഭയം വരുമ്പോഴും ശരീരത്തെ ആസകലം ആവരണം ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്, ഒരു പ്രത്യേകമായ ഒരു അവസ്ഥാവിശേഷമുണ്ട്. ആ അവസ്ഥയ്ക്കാണ് ഇവിടെ ലിബാസ് എന്ന പദം കൊണ്ട് ഇസ്തിആറ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലിബാസ് മുഷബ്ബഹ് ബിഹിയാണ്, ആ ശരീരത്തെ മുഴുവൻ ആവരണം ചെയ്യുന്ന അവസ്ഥ മുഷബ്ബഹാണ്. ഓക്കെ, അപ്പോൾ ഇനി വസ്ത്രവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ മുഷബ്ബഹ് ബിഹി വസ്ത്രമല്ലേ, വസ്ത്രവുമായി മുലായിമായ എന്തെങ്കിലും ഇവിടെ പറഞ്ഞോ നോക്കുക, ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം വസ്ത്രവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ വസ്ത്രം അണിയിച്ചു എന്നോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും വസ്ത്രത്തിൻ്റെ എന്തെങ്കിലും പറയണം, അല്ലേ? വസ്ത്രത്തിൻ്റെ അതിൻ്റെ ഞൊറിവുകൾ മനോഹരമാണെന്നോ, അല്ലെങ്കിൽ വസ്ത്രത്തിൻ്റെ അതിൻ്റെ ക്ലോത്ത് വളരെ ഭംഗിയുള്ളതാണെന്നോ, അല്ലെങ്കിൽ ക്ലോത്ത് വളരെ മെറ്റീരിയൽ വളരെ കൂടിയതാണെന്നോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വസ്ത്രവുമായി ബന്ധപ്പെട്ട് ഒന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. ഇവിടെ പറഞ്ഞ് അദാക്ക എന്ന പ്രയോഗമാണ്. അതായത് ആ നാടിന്, ഒരു നാടിനെ പറ്റി അല്ലാഹു തആല പറഞ്ഞിട്ടായി പറഞ്ഞ് വല്ലറബല്ലാഹു മസലൻ ഖറിയതൻ കാനത്ത് ആമിനത്തൻ മുത്മഇന്നത്തൻ യഅതിഹാ റിസ്ഖുഹാ റഗദൻ മിൻ കുല്ലി മകാനിൻ ഫകഫറത് ബിഅൻഉമില്ലാഹി. അതായത് അല്ലാഹു തആല വളരെ ശാന്തസുന്ദരമായ, വളരെ അള്ളാഹുവിൻ്റെ അനുഗ്രഹ സമൃദ്ധമായ ഒരു നാട് അല്ലാഹു തആല ഉദാഹരിച്ചിട്ട്, പക്ഷേ ആളുകൾ ആ നാട്ടിലേക്ക് അല്ലാഹു തആല എല്ലാ ജീവിത വിഭവങ്ങളും അല്ലാഹു തആല യഥേഷ്ടം നൽകിയിരുന്നു. പക്ഷേ ആ ആളുകൾ ആ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ എന്ത് ചെയ്തു? നിഷേധിക്കുകയും അല്ലെങ്കിൽ നിരാകരിക്കുകയും അള്ളാഹുവിനോട് നന്ദികേട് കാണിക്കുകയും ചെയ്തപ്പോൾ അല്ലാഹു തആല ഫഅദാഖഹു ലിബാസൽ ജൂഇ വൽ ഖൗഫി ബിമാ കാനൂ യസ്നഊൻ, അവർ ചെയ്ത പ്രവൃത്തിയുടെ കൃതാനർത്ഥത്തിൻ്റെ പേരിൽ ആ നാടിന് അല്ലാഹു തആല എന്ത് ചെയ്തു? ആ ഭയത്തിൻ്റെയും വിശപ്പിൻ്റെയും വസ്ത്രം അല്ലാഹു തആല രുചിപ്പിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ വസ്ത്രം എന്നുള്ള മുഷബ്ബഹ് ബിഹി അവസ്ഥ, അല്ലെ, ശരീരത്തെ മൊത്തത്തിൽ വ്യാപരിക്കുന്ന അവസ്ഥ മുഷബ്ബഹ്. അപ്പോൾ വസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. ഇവിടെ ശരീരത്തെ മൊത്തത്തിൽ ആവരണം ചെയ്യുന്ന അവസ്ഥ, അതുമായി ബന്ധപ്പെട്ട രുചിപ്പിച്ചു എന്ന് പറയുന്ന ഒരു പ്രയോഗം ഇവിടെ നടത്തിയിട്ടുണ്ട്. അപ്പം രുചിപ്പിക്കുക എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, ഭയത്തിൻ്റെയും വിശപ്പിൻ്റെയും സന്ദർഭത്തിൽ ശരീരത്തിന് മൊത്തത്തിൽ ആവരണം ചെയ്യുന്ന ആ അവസ്ഥയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള രുചി എന്ന് പറയുമ്പോൾ അങ്ങനെ റിലേറ്റഡ് ആയ സാധനമല്ലേ, അല്ലേ? നമുക്കൊരു സാധനം നമ്മൾ വായിലേക്ക് വെച്ച് നമ്മൾ എന്ത് ചെയ്യുക, മധുരമുള്ളതാകട്ടെ എരിവുള്ളതാകട്ടെ നമ്മൾ വായിലേക്ക് വെച്ച് ആ രുചി നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് നാവിന് മാത്രമല്ല ശരീരത്തിന് ടോട്ടലി നമുക്ക് എന്ത് ചെയ്യുക, ഒരു സുഖാനുഭൂതി, അല്ലേ? അത് നല്ല രുചിയാണെങ്കിൽ നമുക്കൊരു സുഖാനുഭൂതി കിട്ടും, മോശം രുചിയാണെങ്കിൽ അതിൻ്റെതായ ഒരു, അല്ലേ, ഒരു ഒരു നീരസം നമ്മുടെ ശരീരത്തിൽ മൊത്തത്തിൽ പ്രകടമാവും. ചുരുക്കത്തിൽ അദാക്ക എന്ന ആ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള മുലായിമുള്ള ആ പദം അത് ലിബാസിൻ്റെ റിലേറ്റഡ് അല്ല, മറിച്ച് ലിബാസിൻ്റെ മുഷബ്ബഹായ മാ ഖഷിയൽ ഇൻസാന ഇൻദൽ ജൂഇ വൽ ഖൗഫി, വിശപ്പിൻ്റെയും അതുപോലെ തന്നെ ഭയത്തിൻ്റെയും സന്ദർഭത്തിൽ ശരീരത്തെ മുഴുവനായി വ്യാപരിക്കുന്ന ആ അവസ്ഥയുമായി റിലേറ്റഡ് ആയതാണ്. അതുകൊണ്ട് മുഷബ്ബഹുമായി റിലേറ്റഡായ മുലായിമായ ഒരു സാധനം ഇവിടെ പറഞ്ഞുകൊണ്ട് മുജറദ എന്ന് ഇതിനെ പറയുന്നതാണ്. അതാണ് ഇവിടെ പറഞ്ഞത്. ഉസ്തുഇറ ലിബാസു, ലിബാസിന് ഇസ്തിആറ ചെയ്യപ്പെട്ടു. അഥവാ ലിബാസ് എന്നുള്ള മുഷബ്ബഹ് ബിഹിയാണ്. ലിമാ ഒരവസ്ഥയ്ക്ക് വേണ്ടി ഖഷിയ അത് വ്യാപരിച്ച് നിൽക്കുന്നു, ആവരണം ചെയ്ത് നിൽക്കുന്നു, അൽ ഇൻസാന മനുഷ്യനെ ഇൻദൽ ജൂഇ വൽ ഖൗഫി, വിശപ്പിൻ്റെയും ഭയത്തിൻ്റെയും സന്ദർഭത്തിൽ. വൽ ഇദാഖത്തു, അപ്പോൾ ഇദാഖത്ത് എന്ന പ്രയോഗം ഇവിടെ തജ്രീദാണ്, അഥവാ മുജറദ എന്നാണ് നമ്മളതിനെ വിളിക്കുക. അഥവാ ലിബാസുമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞിരുന്നതെങ്കിൽ അതിനെ മുറഷഹ എന്ന് വിളിക്കായിരുന്നു, മനസ്സിലായില്ലേ? അതുപോലെ ഇദാഖത്തുമായി ബന്ധപ്പെട്ട് അവസ്ഥയുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യുക, ഇദാഖത്ത് പറഞ്ഞുകൊണ്ട് അദാഖ പറഞ്ഞുകൊണ്ട് അതിനെ മുജറദ എന്ന് നമ്മൾ വിളിക്കുന്നു. ഓക്കെ, ചുരുക്കത്തിൽ ആപേക്ഷികമായി പറയുകയാണെങ്കിൽ ഇസ്തിആറ മുറഷഹയാണ് നമുക്ക് ഏറ്റവും കൂടുതലായി കാണാൻ കഴിയുക. ഇസ്തിആറ മുജറദയേക്കാൾ എന്നും കൂടി ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ്. ഇനി വൈല മുത്തലഖ, ഇത് രണ്ടും ഇല്ലാത്തത്, മുറഷഹ അല്ല മുജറദയല്ല എന്ന് പറഞ്ഞാൽ മുഷബ്ബഹ് ബിഹിയുമായി ബന്ധപ്പെട്ടൊന്നും പറഞ്ഞില്ല, മുഷബ്ബഹുമായി ബന്ധപ്പെട്ടൊന്നും പറഞ്ഞില്ല എങ്കിൽ അതിനെ മുത്തലഖ എന്ന് വിളിക്കുക. വഹിയ അല്ലത്തി ഒരു ഇസ്തിആറയാണ്, ലം യുദ്ക്കർ മാഹ, ആ ഇസ്തിആറയോടൊപ്പം പറയപ്പെട്ടില്ല, മുലായിമുൻ അനിയോജ്യമായ ഒന്നും പറയപ്പെട്ടില്ല, മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് സാധാരണ നോർമൽ ഇസ്തിആറ അങ്ങനെ തന്നെയായിരിക്കും കൂടുതലും വരിക. നഹു യൻഖുദൂന, അവർ പൊളിക്കുന്നു, അഹ്ദല്ലാഹി, അള്ളാഹുവിൻ്റെ കരാറിനെ. അപ്പം നഖദ യൻഖുദു എന്ന് പറഞ്ഞാൽ ശരിക്കും പൊളിക്കുക എന്നർത്ഥം. അതായത്
നിർമ്മിച്ച ഒരു സംഗതിയെ പൊളിക്കുന്നതിനാണ് നഖല എന്ന് പറയുക. അതായത് നിർമ്മാണത്തിൻ്റെ വിപരീതം നിഗ്രഹമാണ് നഖല എന്ന് പറഞ്ഞാൽ. മനസ്സിലായില്ലേ? അപ്പോൾ അൻകാൽ എന്ന് പറയും. നഖല് ജമ അൻകാൽ, അവശിഷ്ടങ്ങൾക്കൊക്കെ അൻകാൽ എന്നാണ് പറയുക. അതായത് അൻകാലുൽ മബാനി കസീറത്തുൻ ഫിൽ ഫലസ്തീൻ നഹ്നു നറാഹ റഅയൽ ഐനി ഫി ഹാദിഹിൽ അയ്യാം അൽ മുആസിറ. ഈ കാലഘട്ടത്തിൽ ഫലസ്തീൻ നമ്മൾ ധാരാളം അല്ലേ, നഹ്നു നറാ കസീറൻ മിനൽ അംവാറ്റ് വൽ ജുസസ് അൽ മയ്യിത്ത, എത്രയോ മൃതദേഹ അവശിഷ്ടങ്ങൾ നമ്മൾ ഫലസ്തീനിലെ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നമ്മൾ കാണുന്നു അല്ലേ. അപ്പോൾ അൻകാൽ എന്ന് പറഞ്ഞാൽ അവശിഷ്ടങ്ങൾ. ചുരുക്കത്തിലിവിടെ യൻഖുദൂന തകർക്കുന്നു അള്ളാഹുവിൻ്റെ കരാറിനെ. അപ്പോൾ ശരിക്കും ഇവിടെ എന്താണ്, യുഖാലിഫൂന എന്നുള്ള ഒരു പദമാണ് മുഷബ്ബഹ്. യൻഖുദൂന മുഷബ്ബഹ് ബിഹിയാണ്. അള്ളാഹിൻ്റെ കരാറിന് അവർ എതിര് കാണിക്കുന്നു. കരാർ ചെയ്തു ഇന്ന ചെയ്യാമെന്ന്, നേരെ വിപരീതം അവർ കാണിക്കുന്നു. അതിനാണ് യൻഖുദൂന എന്ന് പറഞ്ഞത്. തീർച്ചയായിട്ടും ഒരു എന്താണ്, എതിര് പ്രവർത്തിക്കുമ്പോഴും അതുപോലെ എന്ത് ചെയ്യുക, ഒരു കെട്ടിടത്തെ പൊളിക്കുമ്പോഴും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു എതിര് അവിടെ അല്ലേ. നമുക്കറിയാം കെട്ടിടത്തെ പൊളിക്കുമ്പോൾ എങ്ങനെയാണോ അതേ ഒരു അവസ്ഥയാണ് അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക്, അള്ളാഹുവിൻ്റെ കരാറുകൾക്ക് നേരെ വിപരീതം കാണിക്കുമ്പോൾ അല്ലേ. ശരിക്കും എന്താണ് അവിടെ രണ്ടിനും തമ്മിലുള്ള ബന്ധം മനസ്സിലായല്ലോ. ഒരു സുശക്തമായി നിൽക്കുന്നൊരു കെട്ടിടത്തെ പൊളിച്ചു കളയുമ്പോൾ എന്താണോ നടക്കേണ്ടത് അതിന് വിരുദ്ധമായതാണ് അവിടെ നടക്കുന്നത് അല്ലേ. അള്ളാഹുവിൻ്റെ കരാറുകൾക്ക് നേരെ വിപരീതം കാണിക്കുമ്പോൾ എന്താണോ അവിടെ ചെയ്യേണ്ടത് അതിന് വിരുദ്ധമായിട്ടാണ് അവിടെ ചെയ്യുന്നത്. ഓക്കെ, ഏതായാലും പല രൂപത്തിലുള്ള ബന്ധങ്ങൾ നമുക്കവിടെ മനസ്സിലാക്കാൻ കഴിയും. ഏതായാലും ഇവിടെ ഇസ്തിആറയാണിത്, വളരെ വ്യക്തമാണ്. യൻഖുദൂന യുഖാലിഫൂനയാണ് അതിൻ്റെ മുഷബ്ബഹ്. യൻഖുദൂന മുഷബ്ബഹ് ബിഹിയാണ്. ഇസ്തിആറ ചെയ്യപ്പെട്ട പദം ഇവിടെ ഫിഅലാണ്, അതുകൊണ്ട് തബഈയാണിത്. അതുപോലെ മുഷബ്ബഹ് ബിഹി പറഞ്ഞുകൊണ്ട് ഇസ്തിആറ മുസറഹയാണ്, ഇസ്തിആറ മുസറഹ അതുപോലെ തബഈയാണ്. അതുപോലെ മുഷബ്ബഹ് ബിഹി മുഷബ്ബഹുമായി ബന്ധപ്പെട്ടൊന്നും പറയാത്തതുകൊണ്ട്, അതായത് യൻഖുദൂനയുമായി ബന്ധപ്പെട്ടൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല, കെട്ടിടമെന്നൊന്നും പറഞ്ഞിട്ടില്ല. അതുപോലെ യുഖാലിഫീനുമായി ബന്ധപ്പെട്ട് വേറെ പ്രത്യേകിച്ചൊന്നും ഇവിടെ എന്ത് ചെയ്യുക, ക്ലോസ് ചേർത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ മുത്തലഖ എന്ന് നമ്മൾ വിളിക്കുന്നു. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് അവസാനമായി പ്രത്യേകം പറയാനുള്ളത്. വല യുഅ്തബറു തർശീഹു, ശ്രദ്ധിച്ചോ, തർശീഹും തജ്രീദും അത് പരിഗണിക്കപ്പെടുകയില്ല. ഇല്ലാ ബഅദ തമാമിൽ ഇസ്തിആറത്തി, ഇസ്തിആറ പൂർണ്ണമായതിനു ശേഷം, അല്ലാതെ ബിൽ ഖരീനത്തി, ഖരീനയുമായിട്ട്. ഇസ്തിആറ ഖരീനയോടുകൂടി പൂർണ്ണമായും വളരെ ഭദ്രമായി അത് പൂർണ്ണമായും നടപ്പിലായാൽ മാത്രമേ പിന്നീട് ഈ മുറശ്ശഹയും മുജറദയ്ക്കും സ്ഥാനമുള്ളൂ. നമുക്കറിയാമല്ലോ, ഒരു വീട് പൂർണ്ണമായിട്ടും എന്ത് ചെയ്യുക, അത് നന്നായി വർക്കൗട്ടായി നിർമ്മിച്ചതിന് ശേഷം മാത്രമേ പിന്നെ അതിൻ്റെ പെയിൻറ്റിങ്ങും അതിൻ്റെ ബാക്കിയുള്ള അലങ്കാര പണികൾക്ക് സ്ഥാനമുള്ളൂ അല്ലേ. ഒരു വണ്ടിയാണെങ്കിലും വണ്ടിയുടെ വളരെ എൻജിൻ ഭാഗവും ബാക്കിയെല്ലാം ക്ലിയർ ആയതിനു ശേഷമല്ലേ എക്സ്ട്രാ ഫിറ്റിങ്സുകൾക്ക് സ്ഥാനമുള്ളൂ എന്ന് പറഞ്ഞ പോലെയാണ് ഇവിടുത്തെ ഈ പറഞ്ഞ കാര്യങ്ങൾ, മുറശ്ശഹയും മുജറദയും എന്ന് പറയുന്നത്. ഇനി ഇതോടുകൂടി ഇസ്തിആറയുടെ താൽക്കാലികമായ ഇസ്തിആറയുടെ ചർച്ച അവസാനിക്കുകയാണ്. ഇനി മജാസ് മുർസൽ എന്ന് പറയുന്ന മജാസിൻ്റെ അടുത്ത വിഭാഗത്തിലേക്ക്, അഥവാ ഇസ്തിആറയുടെ മറ്റൊരു മുഖത്തിലേക്ക്, ഇസ്തിആറയുടെ മറുവശം, അതിലാണ് നമ്മൾ ചർച്ച പോകുന്നത്. അല്ല മജാസ് മുർസൽ. ഇസ്തിആറ പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു മജാസ് ആണ് ഇസ്തിആറ എന്ന് പറഞ്ഞാൽ. പക്ഷേ എന്താണ്, അലാഖത്ത് മുഷാബഹത്താണ് ഇസ്തിആറ. അലാഖത്ത് മുഷാബഹത്തല്ലാത്ത മറ്റെന്തെങ്കിലും ആണെങ്കിൽ അതിനെ മജാസ് മുർസൽ എന്നാണ് വിളിക്കുക. മനസ്സിലായില്ലേ? ഇസ്തിആറ എന്ന് പറഞ്ഞാൽ മജാസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഒരു പദത്തെ അതിന് നിശ്ചയിക്കപ്പെട്ട അർത്ഥത്തിൽ നിന്നും മാറി മറ്റൊരർത്ഥത്തിൽ ഉപയോഗിക്കുക. പൂർണ്ണമായി രണ്ടും തമ്മിലൊരു ബന്ധമുള്ളതിൻ്റെ പേരിൽ അല്ലേ, ഖരീനയോടുകൂടി, അഥവാ യഥാർത്ഥ അർത്ഥം ഉദ്ദേശിക്കുന്നില്ല, ഇതിൻ്റെ വൈഡായ മീനിങ്ങാണ് ഉദ്ദേശിക്കുന്നത് എന്ന കൃത്യമായ സാഹചര്യ തെളിവോടുകൂടിയാണ് നമ്മൾ അത് ഉപയോഗിക്കുക. ഇതാണ് മജാസ് എന്ന് പറഞ്ഞാൽ. ഈ പരസ്പര ബന്ധം മുഷാബഹത്താണെങ്കിൽ അതിന് ഇസ്തിആറ എന്ന് പറയും. ഈ പരസ്പര ബന്ധം മുഷാബഹത്തല്ലാത്ത, സാദൃശ്യതല്ലാത്ത മറ്റു ബന്ധങ്ങളാകാമല്ലോ, മനസ്സിലായില്ലേ. ആ ബന്ധങ്ങൾ, മറ്റ് ബന്ധങ്ങളെ പറ്റി നമ്മളിവിടെ പറയും. ആ ബന്ധങ്ങളാണെങ്കിൽ അതിന് മജാസ് മുർസൽ എന്നാണ് പറയുക. അതാണ് ഇവിടെ പറയുന്നത്. ഹുവ, അത് മജാസാണ്. അലാഖത്തുഹു, അതിൻ്റെ ബന്ധം ഗൈറുൽ മുഷാബഹത്തി, മുഷാബഹത്ത് അല്ലാത്ത മറ്റ് ബന്ധങ്ങളാണ്. മറ്റ് എന്ത് ചെയ്യുക, ബന്ധങ്ങളെ പറ്റി നമുക്കിവിടെ സംസാരിക്കാം. ക്ലിയർ ആയില്ലേ? അതായത് ഒരു പദത്തെ അതിന് നിശ്ചയിക്കപ്പെട്ട എന്താണോ അവിടെ എന്ത് ചെയ്യുക, അതിൻ്റെ അർത്ഥം അതല്ലാത്ത മറ്റൊരു അർത്ഥമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പക്ഷേ എന്താണ് ഇവിടെ നമുക്കറിയാമല്ലോ, പരസ്പരം സാദൃശ്യതയിലാണെങ്കിൽ ഇസ്തിആറ എന്ന് പറയുന്നു. ഇനി സാദൃശ്യത അല്ലാത്ത മറ്റ് ബന്ധങ്ങളാണെങ്കിൽ അതിന് മജാസ മുർസൽ. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യും, വൈഡായ മീനിങ്ങിൽ ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് ഈ വൈഡായ മീനിങ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു, എന്തുകൊണ്ട് ഇതിൻ്റെ യഥാർത്ഥ അർത്ഥം ഇവിടെ ഉദ്ദേശിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാനുള്ള മറുപടിയാണ് ഈ ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. നോക്കാം നമുക്ക്. സബബിയത്ത് ഫി ഖൗലിക, നിൻ്റെ വാക്കിൽ എന്താണ് സബബിയത്ത് എന്നുള്ള ബന്ധമാണ് ഇവിടെ ഉള്ളത്. നോക്കാം. അലുമത്ത് യദു ഫുലാനിൻ അൻദി, ഇന്നയാളുടെ ഉപകാരം എൻ്റെ അടുക്കൽ ഉന്നതമായിരിക്കുന്നു.
അതുമത്ത് യദു ഫുലാൻ ഐ നിഅമത്തു ഹുല്ലത്തി നിഅമത്തു അദ്ദേഹത്തിൻ്റെ എന്തെയാണ് ഉപകാരങ്ങൾ അല്ലത്തി എങ്ങനെയുള്ള ഉപകാരമാണ് സബബുഹ അതിൻ്റെ കാരണം അൽ യദു കൈയാണ്. മനസ്സിലായില്ലേ? അതായത് കൈ കൊണ്ടാണ് മനുഷ്യന് ഉപകാരങ്ങൾ കൂടുതലും ചെയ്യുക. ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്യുന്നത് എന്നല്ല, മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ജോലികളും കൈകൊണ്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അല്ലാഹു തആല ലഹറൽ ഫസാദ് ഫിൽ ബരി വൽ ബഹരി ബിമാ കസബത് ഐദിൻ നാസ്, ജനങ്ങളുടെ കൈകൾ ചെയ്തു കൂട്ടിയ പ്രവർത്തനങ്ങളുടെ പേരിൽ കടലിലും കരയിലും കുഴപ്പങ്ങൾ തലപൊക്കിയെന്ന് ഖുർആൻ പറയുന്നതും അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ചുരുക്കത്തിൽ കൈ എന്നുള്ളത് എല്ലാത്തിൻ്റെയും ചെയ്യുന്ന ഒരു കാരണമാണ്, ഒരു ഉപാധിയാണ്. അപ്പോൾ എന്താണ് അനുഗ്രഹം എന്ന് പറയേണ്ടതിന് പകരം കൈ എന്നിവിടെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അനുഗ്രഹം അല്ലെങ്കിൽ ഉപകാരം എന്ന് പറയുന്നതിന് പകരം കൈ പറയാൻ കാരണം അപ്പം കൈ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് കൈയല്ല. എൻ്റെ അടുക്കൽ ഇന്നയാളുടെ കൈ വലിയ ഉന്നതമായിരിക്കും എന്ന് പറയേണ്ട കാര്യമില്ല. അയാളുടെ കൈ എൻ്റെ അടുക്കൽ എങ്ങനെ ഉന്നതമാകുക? അപ്പോൾ കൈ എന്നതുകൊണ്ട് യഥാർത്ഥ അർത്ഥമല്ല ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ വൈഡായ നിഅമത്ത് എന്ന അർത്ഥമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ നിഅമത്ത് എന്ന അർത്ഥം ഉദ്ദേശിക്കാൻ എന്താണ് കാരണം അല്ലേ എന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ട് യദിനെ ഉപയോഗിച്ചു, എന്തുകൊണ്ട് നിഅമത്തിനെ ഉപയോഗിച്ചില്ല എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ഇവിടെ യദ് എന്നുള്ളത് സബബാണ് നിഅമത്ത് എന്നതിൻ്റെ. അതുകൊണ്ടാണ് നമ്മൾ നിഅമത്തിന് പകരം യദിനെ ഉപയോഗിച്ചത് എന്ന് പറയും. ഉദാഹരണത്തിന് നമ്മളൊരു കല്യാണത്തിന് പോകുന്നു അല്ലേ, കല്യാണത്തിന് ഉദാഹരണത്തിന് എനിക്ക് പോകാൻ കഴിയുന്നില്ല. അപ്പോൾ എനിക്ക് പോകാൻ കഴിയാത്തപ്പോൾ നമ്മൾ മോനെ വിട്ടു അല്ലേ. അപ്പോൾ മോനെ വിട്ടപ്പോൾ മോൻ അവിടെ ചെന്നപ്പോൾ കാർന്നോര് ചോദിച്ചു, വാപ്പ എന്തിയേ? വാപ്പയ്ക്ക് ഇന്ന് രോഗമാണ്, ഇന്ന് എഴുന്നേക്കാൻ വയ്യാതെ കിടക്കുകയാണ്. അപ്പോൾ പകരം എന്നെ വിട്ടതാണ്. അപ്പോൾ വാപ്പ ആണ് വരേണ്ടത് ശരിക്കും, എന്നല്ല വാപ്പ വരണം നിർബന്ധമായിട്ടും അല്ലേ. അപ്പോൾ വാപ്പ വരാതെ മകൻ എന്തുകൊണ്ട് വന്നു എന്ന് ചോദിച്ചാൽ അതിന് കാരണം വാപ്പ രോഗിയാണെന്ന് പറഞ്ഞു. എന്താണ് കാരണം? ഞാൻ വാപ്പയുടെ മോനാണ് എന്നുള്ളതാണ് കാരണം അല്ലേ. വാപ്പ വരാതെ നീ വന്നതിനൊരു കാരണമാണല്ലോ. അപ്പോൾ വാപ്പയും ഈ വന്ന ആളും തമ്മിലുള്ള ബന്ധം എന്താണ്? ഞാൻ ആ വാപ്പയുടെ മകനാകുന്നു, ഞാൻ ആ വാപ്പയുടെ ജുസ് ആകുന്നു. ഓക്കെ, അപ്പോൾ വാപ്പയുടെ ജുസ് ആണ് ഞാൻ. അതുകൊണ്ട് കുല്ലായ വാപ്പ വരാത്തത് കൊണ്ട് ജുസ് ആയി ഞാൻ വന്നതാണ് എന്ന് പറയും. ഇതേപോലെയാണ് ഇവിടുത്തെ മജാസ മുർസലിൻ്റെ കാര്യങ്ങൾ മുഴുവനും. ഇവിടെ യദ് എന്നല്ല പറയേണ്ടത്, നിഅമത്ത് എന്നാണ് പറയേണ്ടത്. എന്താ നിഅമത്ത് എന്ന് പറയാതെ യദെന്ന് പറഞ്ഞത്? ആ നിഅമത്തിൻ്റെ സബബാണ് യദ് എന്നുള്ളത് കൊണ്ടാണ്. അതേപോലെ തന്നെ ബാക്കി ഇങ്ങനത്തെ ഒരു 4 കോമ്പിനേഷനാണ് ഇവിടെ പറയാൻ പോകുന്നത്. അതായത് 2 എണ്ണത്തിൻ്റെ 4 കോമ്പിനേഷൻ. ശരിയല്ലേ? സബബായതിൻ്റെ പേരിൽ സബബിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന സാധനത്തിന് മുസബ്ബബ് എന്നാണ് പറയുക. ഓക്കെ, സബബിൻ്റെ അപ്പുറത്ത് നിൽക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നിഅമത്തും യദും തമ്മിലുള്ള ബന്ധത്തിൽ യദിനെ സബബെന്ന് വിളിച്ചാൽ അതിനപ്പുറത്ത് നിൽക്കുന്ന നിഅമത്തിനെ മുസബ്ബബ് എന്നാണ് വിളിക്കുക. അതായത് കാരണം ഉണ്ടെങ്കിൽ കാരണത്തിലൂടെ ഉണ്ടായ ഒരു സംഗതി ഉണ്ടാകും, ആ സംഗതിക്ക് മുസബ്ബബ് എന്നാണ് പറയുക. മനസ്സിലായില്ലേ? അപ്പോൾ സബബ് എന്നുള്ളതൊരു ബന്ധമാണ്, മുസബ്ബബ് എന്നുള്ളതും ഒരു ബന്ധമാണ്. ഓക്കെ, വാപ്പായ്ക്ക് മകനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമുണ്ടല്ലോ. മകനക്ക് വാപ്പായുടെ മകൻ എന്ന ബന്ധം, വാപ്പായ്ക്ക് ആ മോൻ്റെ വാപ്പ എന്ന ബന്ധം, അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവുമല്ലോ ബന്ധം എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇവിടെയും അങ്ങനത്തെ ഒരു 4 കോമ്പിനേഷൻ നിറഞ്ഞ ഒരു ബന്ധമാണ് പറയുന്നത്. അതായത് 4 കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും, വാപ്പ മോൻ എന്ന് പറയുന്ന മോന് വാപ്പായുമായിട്ടുള്ള ബന്ധം, മകൻ എന്നുള്ള ബന്ധം, വാപ്പായ്ക്ക് മോനുമായിട്ടുള്ള ബന്ധം, വാപ്പ എന്ന ബന്ധം. ഇതുപോലെ സബബ് എന്ന ബന്ധം വരുമ്പോൾ സ്വാഭാവികമായിട്ടും മുസബ്ബബ് എന്ന ബന്ധം അത് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ കടന്നു വരും. അപ്പോൾ അതാണ് ഇനി അടുത്ത രണ്ടാമത് പറയാൻ പോകുന്നത്. ഓക്കെ, അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. മുസബ്ബബ് എന്ന ബന്ധം, അപ്പോൾ മുസബ്ബബിയ്യത്ത് എന്ന ബന്ധമുണ്ട്. ഫി ഖൗലിക്കുന്നതിൻ്റെ വാക്കിൽ അംതറത്തി സമാഉ നബാത്തൻ, ആകാശം സസ്യലതാദികളെ പെയ്യിച്ചു. ഐ മത്തറൻ, മഴ പെയ്യിച്ചു എന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പം മഴയ്ക്ക് പകരം ഇവിടെ നബാത്തിനെ പറഞ്ഞു. അംതറയുടെ മഫൂലായിട്ട് മത്തറ പറയേണ്ടത്, പക്ഷെ നബാത്തിനെ പറഞ്ഞു. അപ്പോൾ സസ്യലതാദികളെയാണ് പെയ്യിച്ചത് അല്ലേ. അപ്പം മഴയെന്നാണ് പറയേണ്ടിയിരുന്നത്. എന്താ നബാത്ത് എന്ന് പറയാൻ കാരണം? യതസബ്ബബു അൻഹു, ഈ മഴയിൽ നിന്നും കാരണമായി ഉണ്ടായിത്തീരുന്നതാണ് നബാത്തു, സസ്യലതാദികൾ. ശരിയല്ലേ? മഴ എന്നുള്ളത് സബബാണ്, നബാത്ത് എന്നുള്ളത് മുസബ്ബബാണ്. അതായത് മഴ എന്ന കാരണത്താൽ ഉണ്ടായിത്തീരുന്നതാണ് നബാത്ത് എന്ന സസ്യലതാദികൾ. അപ്പം മഴയെ നമുക്ക് സബബെന്നും വിളിക്കാം, നബാത്ത് നമുക്ക് മുസബ്ബബ് എന്നും വിളിക്കാം. അപ്പോൾ നമ്മൾ മത്തർ എന്ന മഴ ഇവിടെ പറയാതെ എന്തുകൊണ്ടാണ് ഇവിടെ നബാത്ത് എന്ന് പറഞ്ഞതെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ഇവിടെ മഴ എന്ന സബബിൻ്റെ മുസബ്ബബാണ്, അഥവാ മഴയിലൂടെ ഉണ്ടായിത്തീരുന്ന ഒരു സംഗതിയാണ് നബാത്ത്. ആ മുസബ്ബബിയ്യത്ത് എന്ന ബന്ധം ഉള്ളത് കൊണ്ടാണ് ഇവിടെ സബബിൻ്റെ സ്ഥാനത്ത് മുസബ്ബബിനെ പറഞ്ഞത്. ചുരുക്കത്തിൽ സബബിൻ്റെ സ്ഥാനത്ത് മുസബ്ബബിനെയും പറയും, മുസബ്ബബിൻ്റെ സ്ഥാനത്ത് സബബിനെയും പറയും. അവർ തമ്മിലുള്ള ആ ഒരു പാരസ്പര്യത്തിൻ്റെ പേരിൽ, ബന്ധത്തിൻ്റെ പേരിൽ
ഇതാണ് ഇവിടെ പറഞ്ഞതിൻ്റെ ചുരുക്കത്തിൽ ഈ ബന്ധം അത് മുഷാബഹത്തല്ലാത്ത മറ്റൊരു ബന്ധമാണ് ഈ സബബിൻ്റെ ബന്ധം, മുസബബിയത്തിൻ്റെ ബന്ധം എന്നുള്ളത്. അതുകൊണ്ട് ഇതിനെ മജാസ മുർസൽ എന്ന് വിളിക്കുന്നു. അടുത്തതുപോലെ ജുസ്ഇയ്യത്ത് ഫി ഖൗലിക, ജുസ്ഇയ്യത്ത് എന്ന് പറയുന്ന ബന്ധം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വാപ്പാക്ക് പകരം മോൻ എന്തിനാ കല്യാണത്തിന് പോയത്? ആ ജുസ്ഇയ്യത്ത് എന്ന ബന്ധമാണ്. അതായത് വാപ്പയാണ് പോകേണ്ടത്, പക്ഷെ മോനാണ് ഇവിടെ പോയത്. എന്താ അതിൻ്റെ ന്യായം പറയുകയാണെങ്കിൽ ജുസ്ഇയ്യത്താണ് ഇവിടുത്തെ ന്യായം. അതായത് മോൻ വാപ്പയ്ക്ക് പകരം മോൻ വന്നത് മോൻ വാപ്പയുടെ ജുസ് ആണ് എന്ന അടിസ്ഥാനത്തിലാണ്. നേരെ തിരിച്ചും വരാം. മോൻ പോകേണ്ട സ്ഥലത്ത് വാപ്പ പോയി, മോനക്ക് അസൗകര്യമുള്ളതുകൊണ്ട്. അപ്പോൾ എന്താണ്, വാപ്പ പോയി, മോനാണ് പോകേണ്ടത്. അപ്പോൾ അതിൻ്റെ എന്താണ് വാപ്പ പോയ ന്യായം എന്ന് ചോദിച്ചാൽ, വാപ്പ മോൻ്റെ കുല്ലാണ് അല്ലേ. ജുസ് ആകുമ്പോൾ ഇപ്പുറത്തൊരു കുല്ല് വേണമല്ലോ. സബബാകുമ്പോൾ ഇപ്പുറത്ത് മുസബബ് വേണമെന്ന് പറഞ്ഞ പോലെ, മുസബബാകുമ്പോൾ ഇപ്പുറത്തൊരു സബ് വേണമെന്ന് പറയുന്ന പോലെ, ജുസാകുമ്പോൾ ഇപ്പുറത്തൊരു കുല്ല് വേണം, കുല്ലാകുമ്പോൾ ഇപ്പുറത്തൊരു എന്ത് ചെയ്യണം, ജുസ് വേണം. അപ്പോൾ മോൻ്റെ സ്ഥലത്ത് വാപ്പ പോയത് വാപ്പ മോൻ്റെ കുല്ലായതുകൊണ്ടാണ്. വാപ്പായുടെ സ്ഥലത്ത് മോൻ പോയത് മോൻ വാപ്പയുടെ ജുസ് ആയതുകൊണ്ടാണ്. അതാണ് ഇവിടെയും പറയാൻ പോകുന്ന ഒരു കാര്യം. നോക്കാം എങ്ങനെയാണെന്ന്. നഹ്വു, ഉദാഹരണം, ഉർസിലത്തിൽ ഒയൂനു, ചാരന്മാരെ അയക്കപ്പെട്ടു ഈ തൊത്തലിയ മനസ്സിലാക്കാൻ വേണ്ടി അല അഹ്വാലിൽ അദ്വി, ശത്രുവിൻ്റെ അവസ്ഥകളെ. ഇവിടെ ഒയൂൻ എന്നാണ് പറഞ്ഞത്. കണ്ണുകൾ എന്നാണ് ഇതിൻ്റെ അർത്ഥം നമുക്കറിയാം. അൽ ജവാസീസ്, അതായത് ചാരന്മാരാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് ചാരന്മാരും എന്താണ് കണ്ണുകളും തമ്മിലുള്ള ബന്ധം? ഈ ചാരന്മാരുടെ ഒരു ശരീരത്തിൻ്റെ ജുസ് ആണ് കണ്ണുകൾ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആ കണ്ണുകൾ വെച്ചാണ് സസൂക്ഷ്മം ശത്രുവിൻ്റെ അവസ്ഥകളെ ചാരന്മാർ നിരീക്ഷിക്കുക. കൈവച്ചോ കാല് വെച്ചോ ഒന്നും അല്ലല്ലോ. അപ്പോൾ ചുരുക്കത്തിൽ അതുകൊണ്ടാണ് ഐനിനെ പ്രത്യേകമായ രൂപത്തിൽ ഇവിടെ എടുത്തു പറയാൻ കാരണം. ഏതായാലും ഇവിടെ കണ്ണുകൾ എന്നുള്ളത് ചാരന്മാരുടെ ജുസ് ആണ്. അപ്പോൾ എന്തുകൊണ്ട് ജവാസീസ് പറഞ്ഞില്ല എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ഒയൂൻ എന്ന് പറയാൻ കാരണം, ജവാസീസ് പറയാതിരിക്കാൻ കാരണം, ജവാസീസിൻ്റെ ഒരു ജുസ് ആണ് ഒയൂൻ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇനി നേരെ മറിച്ച് അപ്പുറത്ത് കുല്ലിയത്ത് കാണുമല്ലോ, കുല്ലെന്നുള്ള ബന്ധം നോക്കാം. വല്ല കുല്ലിയത്തി നാലാമത്തെ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ ഒരു കോമ്പിനേഷനുള്ള 4 പറയുന്നത്, ടോട്ടലി 8 വരും. അപ്പം കുല്ലിയത്തിൻ്റെ ബന്ധമാണ്. ഫി ഖൗലിതല യജഅലൂന, അവർ വയ്ക്കുന്നു, അസാബി അവരുടെ വിരലുകളെ, ഫിയാദാനി അവരുടെ ചെവികളിൽ. ഉണ്ടോ, ചെവിയിൽ വിരൽ വെക്കാൻ പറ്റൂല, മൊത്തം വിരൽ പുച്ഛം മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. വിരലെങ്ങനെ ചെവിയിൽ കയറുകയല്ലോ ഫുള്ളായിട്ട്. അപ്പോൾ ഇവിടെ അസാബിന് പകരം അനാമിലാണ് വേണ്ടത് ശരിക്കും. അനാമിലഹും ഉന്മുലത്ത് ജമ അനാമിൽ, ഇസ്ബാ ജമ അസാബി. അസാബി എന്ന് പറഞ്ഞാൽ വിരലിന് ഫുള്ളായിട്ടാണ് പറയുക. ഉന്മുലത്ത് എന്ന് പറഞ്ഞാൽ വിരലിൻ്റെ പുച്ഛത്തിന് പറയാം, ആ സൈഡ് അറ്റമില്ലേ. അപ്പോൾ ചെവി കയറുന്ന വിരൽ പുച്ഛമാണ്, വിരലല്ല. അപ്പോൾ അനാമിലാണ് ഇവിടെ പറയേണ്ടത് അല്ലേ. അപ്പോൾ പറയേണ്ടത് അനാമിലാണ്, അത് പറയാതെ ഇവിടെ അസാബിയ പറഞ്ഞു അല്ലേ. അപ്പോൾ എന്തുകൊണ്ട് അനാമിൽ പറയാതെ അസാബിയ പറഞ്ഞു എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും അസാബിയ അനാമിലിൻ്റെ കുല്ലാണ്. നേരത്തെ പറഞ്ഞില്ലേ ഒയൂന് ജവാസീസിൻ്റെ ജുസ് ആണെന്ന് പറഞ്ഞ പോലെ ഇവിടെ എന്താണ് അസാബിയ അനാമിലിൻ്റെ കുല്ലാണ്. ചുരുക്കത്തിൽ ജുസിൻ്റെ ബന്ധമോ കുല്ലിൻ്റെ ബന്ധമോ ആണ് ഇവിടെ എന്ത് ചെയ്തത് വൈഡായ മീനിങ്ങിൽ ഇതിനെ ഉപയോഗിക്കാൻ. അസാബി എന്ന് പറഞ്ഞിട്ട് അസാബിൻ്റെ അതിൻ്റെ സ്വതസിദ്ധമായ മീനിങ് ഇവിടെ ഉദ്ദേശിച്ചിട്ടില്ല. വിരൽ പൂർണ്ണമായ വിരൽ എന്ന അർത്ഥം ഇവിടെ ഉദ്ദേശിച്ചിട്ടില്ല. മറിച്ച് വിരൽ പുച്ഛം എന്ന വൈഡായ മീനിങ്ങാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് ഇവിടെ മുഷാബഹത്തിൻ്റെ ബന്ധമല്ല, കുല്ല് എന്ന ബന്ധമാണ് അത് രണ്ടും തമ്മിലുള്ള. അതായത് ഇസ്ബാവും അനാമിലും തമ്മിലുള്ള കുല്ല് എന്ന ബന്ധമാണ് ഇവിടെ ഉപയോഗിക്കാൻ കാരണം. അടുത്ത 5, 6 നോക്കിക്കോ. എത്തിബാരിമാ കാന, നേരത്തെ അങ്ങനെ ആയിരുന്നു എന്നതിനെ പരിഗണിച്ചുകൊണ്ട് 5ാമത്തെ ഒരു ബന്ധമായി പറയുന്നത് അലാഖത്ത് നോക്കാം. ഫി ഖൗലിതല വാതു, അവർക്ക് നിങ്ങൾ നൽകുക അലിയത്താമ യതീമിങ്ങൾക്ക് അംവാലഹും അവരുടെ സമ്പത്തിനെ. അതായത് യതീമിങ്ങൾക്കെല്ലാം നൽകാൻ പറഞ്ഞു, യതീമിങ്ങൾക്ക് നൽകുകയല്ല. യതീമിങ്ങൾ പ്രായപൂർത്തിയായി കഴിഞ്ഞിട്ടാണ് അവർക്ക് സമ്പത്ത് കൊടുക്കാവുള്ളൂ. പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ യതീമല്ല. ലാ യുത്തുമ ബഅദൽ ബുലൂഗി എന്ന് ഹദീസുണ്ട്. പ്രായപൂർത്തി എത്തിയതിനു ശേഷം പിന്നെ അനാഥത്വം ഇല്ല അല്ലേ. അവർ സ്വയം പക്വതയുള്ളവരായി. അപ്പോൾ പിന്നെ അതുവരെയാണ് അനാഥ മക്കളുടെ എല്ലാ വാത്സല്യങ്ങളും അവർക്ക് കൊടുക്കുകയും പരിചരണങ്ങളും പരിലാളനകളും നൽകേണ്ടത് എന്ന് ഖുർആൻ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ യതാമ എന്ന് പറയേണ്ട സ്ഥലത്ത് ബാലിഗീൻ എന്നാണ് പറയേണ്ടത്. അതായത് പ്രായപൂർത്തി എത്തിയ യതീമിങ്ങൾ പ്രായപൂർത്തി എത്തി. അപ്പോൾ പിന്നെ യതീമിങ്ങൾ ഇനി വിളിക്കരുത്. അപ്പോൾ അവർക്ക് പ്രായപൂർത്തി എത്തി പക്വത എത്തിക്കഴിഞ്ഞാൽ അവരുടെ സമ്പത്ത് എന്ത് ചെയ്യുക, അതുവരെയും അവരുടെ സമ്പത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, രക്ഷകർത്താക്കളായി നിങ്ങൾ ആ സമ്പത്ത് അവരുടെ അവരുടെ നന്മയ്ക്ക് വേണ്ടി ക്ഷേമത്തിന് വേണ്ടി നിങ്ങൾ ഉപയോഗിക്കണം അല്ലേ. നിങ്ങളൊരു വക്കീലായിട്ട് ഏജൻ്റായിട്ട്.
പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ സമ്പത്ത് കൊടുക്കാം, കൈകാര്യം ചെയ്യാനായിട്ട്. അപ്പോൾ അൽ ബാലിഗീന എന്ന് പറയേണ്ടടുത്ത് യത്താമ എന്ന് പറഞ്ഞു. അപ്പോൾ യത്താമ എന്നതുകൊണ്ട് യത്താമയുടെ പതിവ് അർത്ഥമല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് വൈഡായിട്ടുള്ള ബാലിഗീൻ എന്ന അർത്ഥമാണ്. അപ്പോൾ എന്താണത് കാരണം? ബാലിഗീൻ എന്ന് പറയാതെ യത്താമ എന്ന് പറഞ്ഞത് അപ്പോൾ എഴുത്തിബാറുമാക്കാൻ അങ്ങനെ ആയിരുന്നു അല്ലേ എന്നതിനെ പരിഗണിച്ചിട്ടാണ്. ഈ ബാലിഗീനായവർ നേരത്തെ എന്തായിരുന്നു? യതീമ്യങ്ങളായിരുന്നല്ലോ. അപ്പം മുമ്പ് അങ്ങനെ ആയിരുന്നു എന്ന ഒരു പരിഗണനയിലാണ് ഈ ഒരു ഉപയോഗം ഇവിടെ നടന്നിരിക്കുന്നത്. അപ്പം പരസ്പര ബന്ധം അതാണ് അല്ലേ, മുഷാബഹത്തല്ല, മുമ്പ് അങ്ങനെ ആയിരുന്നു എന്ന്. അതുകൊണ്ട് ഇത് മജാസ് മുർസലാണ്. നേരെ തിരിച്ചും ആറാമത്തെ എഴുത്തിബാരിമായ കൂനു, ഭാവിയിൽ ആകും എന്നതിനെ പരിഗണിച്ചുകൊണ്ട്. നേരെ ഓപ്പോസിറ്റ്, മുമ്പ് അങ്ങനെ ആയിരുന്നു എന്നതിനെ പരിഗണിച്ചിട്ടാണ് യത്താമ എന്ന് പറഞ്ഞത് ബാലിഗീൻ്റെ സ്ഥാനത്ത്. ഇനി ഭാവിയിൽ ആകും എന്നതിനെ പരിഗണിച്ചുകൊണ്ട് ഫി ഖൗലി തആല നമുക്ക് നോക്കാം. ഇന്നി അറാനി, തീർച്ചയായും ഞാൻ എന്നെ സ്വപ്നത്തിൽ കാണുന്നു, അസ്വിറു ഖംറ, കള്ള് പിഴിയുന്നതായിട്ട്. ഐ ഇനബൻ, മുന്തിരിയാണ്. മനസ്സിലല്ലേ, കള്ളല്ല പിഴിയുന്നത്, മുന്തിരിയാണ് പിഴിയുന്നത്. മുന്തിരി പിഴിഞ്ഞു കഴിയുമ്പോൾ ആയിത്തീരുന്ന ആ സംഗതിയാണ് കള്ള് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ മുന്തിരി എന്നാണ് പറയേണ്ടത് അല്ലേ, ഖംറ് എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. അതെന്താണ്? ആ ഇനബ് ഭാവിയിൽ ആയിത്തീരുന്നതാണ് ഖംറ്. അപ്പോൾ ഭാവിയിൽ ആയിത്തീരുന്ന ഒരു സംഗതി എന്ന അർത്ഥത്തിലാണ് ഇവിടെ ഇനബിന് പകരം ഖംറിനെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഖംറിനെ ഇവിടെ യഥാർത്ഥ അർത്ഥത്തിലല്ല ഉപയോഗിച്ചിരിക്കുന്നത് മറ്റൊരു വൈഡായ മീനിങ്ങിലാണ്. എന്താണ് അതിൻ്റെ കാരണം? ബന്ധം ഇവിടെ ഏതിബാറുമായ കൂനു എന്നുള്ളതാണ്, മുഷാബഹത്തല്ല. ഇത് മജാസ മുർസലാണ്. ഇനി 7ഉം 8ഉം പറഞ്ഞാൽ മജാസ മുർസലിൻ്റെ ചർച്ച ഇവിടെ അവസാനിക്കും. ഏഴാമത്തത് വൽ മഹല്ലിയത്തി, മഹല്ല് എന്നുള്ളതാണ് ഏഴാമത്തെ കാരണം. നോക്കാം ഫി ഖൗലിക, അതായത് മഹല്ല് എന്നുള്ളതാണ് മനസ്സിലല്ലേ, അതായത് അതിൻ്റെ സ്ഥലം എന്നുള്ളതാണ്. ഇതൊരു പദം ഉപയോഗിച്ചു, ആ പദം ഉപയോഗിച്ചത് അതിൻ്റെ വൈഡായ മീനിങ്ങിലാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഉപയോഗിച്ചത് എന്ന് ചോദിച്ചാൽ, ഈ ഏതൊരു അർത്ഥത്തിലേക്കാണ് വൈഡായിട്ട് ഉപയോഗിച്ചത്, അതും ഈ ഉപയോഗിച്ച പദത്തിൻ്റെയും തമ്മിലുള്ള ബന്ധം എന്ന് വെച്ചാൽ, ഏതിന് പകരമാണോ ഇത് ഉപയോഗിച്ചത് അതിൻ്റെ മഹല്ലാണ് ഇത് എന്നുള്ളതാണ് അതിൻ്റെ കാരണം. നമുക്ക് ഉദാഹരണത്തിലൂടെ ഒന്നുകൂടെ വ്യക്തമാകും. ഖററൽ മജ്ലിസു, സഭ തീരുമാനിച്ചു, ദാലിക അത്, ഐ അഹ്ലുഹു, സഭ തീരുമാനിച്ചത് സഭയിലെ ആളുകളാണ് തീരുമാനിച്ചത്. സഭ എന്ന് പറയുന്നത് ജീവനില്ലാത്ത ഒരു പദാർത്ഥമാണല്ലോ സദസ്സ്, സഭ എന്നൊക്കെ പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ മജ്ലിസ് എന്നുള്ളതാണ് ഖററയുടെ ഫായിൽ. ശരിക്കും മജ്ലിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അഹ്ലുൽ മജ്ലിസാണ്. അപ്പോൾ ഇവിടെ മജ്ലിസ് എന്നതിനെ അതിൻ്റെ നിശ്ചയിക്കപ്പെട്ട അർത്ഥമല്ല, വൈഡായ ഒരു മീനിങ് ആണ്. അപ്പോൾ എന്താണ് മജ്ലിസ് എന്നതുകൊണ്ട് അഹ്ലുഹു എന്നത് ഉദ്ദേശിക്കാൻ കാരണം അല്ലേ? അത് അഹ്ൽ എന്ന് പറയാതെ മജ്ലിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് തമ്മിൽ ബന്ധമുണ്ടോ? ഉണ്ട്. കാരണം ഈ അഹ്ലുൽ മജ്ലിസിൻ്റെ ഒരു മഹല്ലാണ് അവർ ഇരിക്കാനുള്ള, ഒരുമിച്ച് കൂടാനുള്ള, അവർ ചർച്ച ചെയ്യുന്ന, അല്ലെങ്കിൽ അവരുടെ സെമിനാറുകൾ നടക്കുന്ന ആ സ്ഥലമാണ് മജ്ലിസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പരിഗണനയിലാണ് ഇവിടെ അഹ്ലിന് പകരം മജ്ലിസ് എന്നത് ഇവിടെ പറഞ്ഞത്. ചുരുക്കത്തിൽ ഇവിടെ ബന്ധം മഹല്ല് എന്നുള്ള ബന്ധമാണ്, അതാണ് ഇവിടെ പരിഗണിച്ചിരിക്കുന്നത്. മുഷാബഹത്തല്ല, മജാസ മുർസലാണ്. അവസാനത്തെ കൂടെ പറഞ്ഞ് നിർത്താം. 8 തൽക്കാലം ഇവിടുത്തെ അവസാനിപ്പിക്കാം. വൽ ഹാലിയ എന്നുള്ളതാണ് ഫി ഖൗലി തആല, ഫഫി റഹ്മത്തില്ല, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ ഹും അവർ ഫിഹ, ആ കാരുണ്യത്തിൽ ഖാലിദുന, ശാശ്വതവാസികളായിരിക്കും. കാരുണ്യത്തിൽ എന്ന് പറഞ്ഞാൽ ഈ ജന്നത്തിഹി, സ്വർഗത്തിലാണ് അല്ലേ. അപ്പം കാരുണ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വർഗമാണ്. അപ്പോൾ കാരുണ്യം കൊണ്ട് സ്വർഗം ഉദ്ദേശിക്കാൻ കാരണം അല്ലേ? കാരുണ്യത്തിനൊരു അർത്ഥം നമുക്കറിയാമല്ലോ, അതിൻ്റെ നിശ്ചയിക്കപ്പെട്ട അർത്ഥം. പക്ഷേ അതിൻ്റെ വൈഡായ സ്വർഗം എന്ന അർത്ഥമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് ഇത് തമ്മിലുള്ള ബന്ധം അല്ലേ? സ്വർഗത്തിന് പകരം കാരുണ്യം എന്തുകൊണ്ട് ഇവിടെ ഉപയോഗിച്ചു എന്ന് ചോദിച്ചാൽ നമ്മൾ പറയുന്നത്, ഈ കാരുണ്യം സ്വർഗത്തിൽ ഇറങ്ങുന്ന ഒരു അനുഗ്രഹമാണ്, സംഗതിയാണ്. ഹാലിയത്ത് എന്നാണ് അതിനെ പറയുക. ഹാലിയത്ത് ഞാൻ ഇറങ്ങുന്ന അവസ്ഥ. നേരത്തെ ഒരു സ്ഥലം എന്നുള്ള ഒരു ബന്ധമല്ലേ, ഇത് ഇറങ്ങുക എന്ന അവസ്ഥ. റഹ്മത്ത്, അള്ളാഹുവിൻ്റെ റഹ്മത്ത് അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ ഇറങ്ങുന്നു എന്ന പരിഗണനയിലാണ് ഇവിടെ അള്ളാഹുവിൻ്റെ സ്വർഗം എന്ന് പറയാതെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് എന്ന് പറഞ്ഞത്. ചുരുക്കത്തിൽ ഇവിടെ മജാസെ മുർസൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു പദത്തെ അതിന് വൈഡായ മീനിങ്ങിൽ ഉപയോഗിക്കുക. അപ്പോൾ ഈ പദത്തിൻ്റെ യഥാർത്ഥ മീനിങ് ഏതാണോ, വൈഡായ മീനിങ് ഏതാണോ, ഇത് തമ്മിലൊരു ബന്ധം ഉണ്ട്, അത് ഉറപ്പാണ്. എന്നാലേ വൈഡായ മീനിങ് ഉപയോഗിക്കാൻ കഴിയുള്ളൂ. ഈ ബന്ധം മുഷാബഹത്താണ്. ഈ അത് ഇസ്തിആറ എന്ന് പറയും. മുഷാബഹത്തല്ലാത്ത ഈ സബബ്, മുസബബ്, കുല്ല്, ജുസ്, എഅ്തിബാറുമാക്കാൻ, എഅ്തിബാറുമായക്കൂനു, മഹല്ല്, ഹാല്, ഇങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെയാണ് എങ്കിൽ ഇതും ബന്ധങ്ങൾ തന്നെയാണ്, മുഷാബഹത്തല്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇതിന് മജാസെ മുർസൽ എന്ന് പറയുന്നു.
ഈ മജാസെ മുർസൽ കഴിഞ്ഞാൽ, അപ്പോൾ മജാസെ ലഫ്ലി കഴിഞ്ഞു, മജാസെ മുർസലും കഴിഞ്ഞു. മജാസെ ലഫ്ലിയുടെ രണ്ട് ഭാഗങ്ങളാണ്, ഒന്ന് ഇസ്യാറയും ഒന്ന് മജാസെ മുർസലും. അതായത് മജാസ് എന്ന് പറയുമ്പോൾ തന്നെ പരസ്പരം ബന്ധമുണ്ടായിരിക്കണം. അതായത് ഉപയോഗിക്കപ്പെട്ട പദത്തിൻ്റെയും ഏതർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതിൻ്റെയും ഇടയിൽ ബന്ധം ഉണ്ടായിരിക്കണം. ഇവിടെ സിംഹം എന്ന് പറഞ്ഞിട്ട് ധീരനായ മനുഷ്യനെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ധീരനായ മനുഷ്യനും സിംഹവും തമ്മിൽ ധീരത എന്ന വിഷയത്തിൽ ഇവിടെ യോജിച്ചിരിക്കണം. അപ്പോൾ ഈ പരസ്പരം യോജിപ്പ്, ഈ ബന്ധം, അത് സാദൃശ്യതയാണെങ്കിൽ ഇസ്തിആറ, അതല്ലാത്ത ഈ പറയപ്പെട്ട 8 കാരണങ്ങളാണെങ്കിൽ മജാസെ മുർസൽ. ഇനി മജാസെ മുറക്കബ് എന്ന് പറയുന്ന അടുത്തൊരു വിഭാഗം നമുക്ക് പരിചയപ്പെടാം. 98-ാം പേജിൽ മറ്റൊന്നുമല്ല, ഇത് മജാസ് മുഫ്രദായ പദത്തിലെ മജാസാണ് ഇപ്പോൾ ഇതുവരെ നമ്മൾ പരിചയപ്പെട്ടത്. അതായത് ഒരു ധീരനായ മനുഷ്യന് വേണ്ടി അസദ് എന്ന് പറയുമ്പോൾ അതൊരു മുഫ്രദായ പദത്തിലെ മജാസാണ്. ഇനി അത് മുറക്കബായ പദത്തിലാണെങ്കിലോ, അല്ല മുറക്കബാണെങ്കിലോ, മുറക്കബിലാണെങ്കിൽ, ജുംലയിലാണെങ്കിൽ അതിനാണ് മജാസെ മുറക്കബ് എന്ന് പറയുക. ഏതുപോലെ ഒരു പദം, ഒരു മുഫ്രദായ പദം നിശ്ചയിക്കപ്പെട്ടതല്ലാത്ത മറ്റൊരർത്ഥത്തിൽ പരസ്പര ബന്ധത്തിൻ്റെ പേരിൽ ഉപയോഗിക്കപ്പെടുമ്പോൾ മജാസ് എന്ന് പറയുമ്പോൾ, അതേപോലെ തന്നെ ഒരു ജുംല അതിനെ നിശ്ചയിക്കപ്പെട്ടതല്ലാത്ത മറ്റൊരർത്ഥത്തിൽ ഒരു പരസ്പര ബന്ധത്തിൻ്റെ പേരിൽ ഉപയോഗിക്കപ്പെട്ടാൽ അതിന് മജാസെ മുറക്കബ് എന്ന് പറയും. നോക്കാം നമുക്ക്. അൽ മുറക്കബ് അതായത് ജുംല ഇനിസ്തോമിൽ അതിന് ഉപയോഗിക്കപ്പെട്ടാൽ ഫി ഗൈരി മാ ഉദിഅ ലഹു നിശ്ചയിക്കപ്പെട്ടതല്ലാത്ത അർത്ഥത്തിൽ, ഫൈൻകാന അതാണെങ്കിൽ ലി അലാഖത്തിൻ്റെ ഗൈരിൽ മുഷാബഹത്തി സാദൃശ്യതയല്ലാത്ത മറ്റേതെങ്കിലും ബന്ധത്തിൻ്റെ പേരിലാണെങ്കിൽ സുമിയ മജാസൻ മുറക്കബൻ, മജാസെ മുറക്കബ് എന്ന് അതിന് പേര് പറയപ്പെടുന്നതാണ്. കൽ ജുമലിൽ ഖബരിയായ ജുംല ഇതസ്തുഅമിലത്ത് അതിന് ഉപയോഗിക്കപ്പെട്ടു ഫിൽ ഇൻഷായിൽ. ഖബരിയായ ജുംല ഖബരിയായ അർത്ഥത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുക. അതായത് ഒരു കാര്യം അറിയിക്കാൻ വേണ്ടി, ഒരു കാര്യം മറ്റൊരാളെ അറിയിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ എനിക്കൊരു കാര്യം അറിയാമെന്ന് മറ്റൊരാളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി, ഇങ്ങനെയുള്ള അർത്ഥങ്ങളൊക്കെയാണ്, ഇങ്ങനെയുള്ള ലക്ഷ്യങ്ങളൊക്കെയാണ് മജാസെ അല്ല ഒരു ജുംല ഖബരിയായ്ക്കുള്ളത്. അപ്പോൾ അതിനെ ഇൻഷായിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ടാൽ അപ്പോൾ അതിനാണ് മജാസെ മുറക്കബ് എന്ന് പറയുക. ബനഹഖലി ഹവായ മഅറക്ബിൽ യമാനീന മുസ്ഇദു ജനീബു വജുസ്മാനി ബിമക്കത മൂസഖു. ഇവിടെ ഖബരിയായ ഒരു ജുംലയാണിത്. പക്ഷേ ഇൻഷായിയായ ഒരു മീനിങ് ആണ് ഇവിടെ കവി ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് ഖബരിയായ ജുംല എന്ന് പറഞ്ഞാൽ ഒരു കാര്യം അറിയിക്കലാണല്ലോ. പക്ഷേ ആ ഒരു ഫ്രെയിമിലെ ഈ ജുംലയാണ് എങ്കിലും ഇവിടെ അറിയിക്കലല്ല. ഇവിടെ കവിയുടെ ആ ഒരു വേദന, വിഷമം, വിരഹ ദുഃഖമൊക്കെ പ്രകടിപ്പിക്കലാണ്. അത് ഇൻഷായിയായ ഒരു മീനിങ് ആണിത്. കവി ഇങ്ങനെ ജയിലിൽ കിടക്കുന്ന സമയത്ത് തൻ്റെ പ്രാണപ്രേയസിയെ തൻ്റെ ഭാവനയിൽ കൊണ്ടുവരുന്ന ഒരു രംഗമാണിത്. ഹവായ എൻ്റെ പ്രേമഭാജനം മഅർ റക്ബിൽ യമാനിന യമൻ യാത്രാ സംഘത്തോടൊപ്പം മുസ്ഇദുൻ വിദൂരതയിലേക്ക് ലയിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനീബുൻ അവൾ എന്താണ്, ജനീബുൻ മറ്റുള്ളവർ അനുഗമിക്കുന്നവളാണ് അവൾ, അല്ലെങ്കിൽ അനുഗമിക്കപ്പെടുന്ന ആളാണ്. വജുസ്മാനി എൻ്റെ ശരീരം ബി മക്കത്ത മക്കയിൽ മൂസഖുൻ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. ഞാൻ മക്കയിൽ തടവുകാരനാണ്. അപ്പം എൻ്റെ പ്രേമഭാജനം അങ്ങകലെ യമൻ യാത്രാസംഘത്തോടൊപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ചുരുക്കത്തിൽ ഭാവനയിൽ കവി കാണുന്ന കാര്യം ഇവിടെ പറഞ്ഞതാണ്. അപ്പോൾ ചുരുക്കത്തിൽ ആ ഒരു തൻ്റെ ഇഷ്ടഭാജനത്തിൻ്റെ ഓർമ്മയിൽ, വിരഹ ദുഃഖത്തിൽ കവി പാടുന്ന ഒരു രംഗമാണ്. അപ്പോൾ ചുരുക്കത്തിൽ ഇവിടെ അത്തഹസ്സുറു വത്തഫജ്ജു എന്നാണ് പറയുക. അതായത് മനസ്സിൻ്റെ വേദനകൾ പ്രകടിപ്പിച്ച് ഒരു കാര്യം പറയുന്നതിനൊക്കെ അതിന് ഇൻഷായി എന്നാണ് പറയുക. അപ്പോൾ ഇതിനാണ് മജാസെ മുറക്കബ് എന്ന് പറയുക. ഏതായാലും ഈ ഒരു കവിതയിൽ കാണുന്ന ഈ ഫ്രെയിം, ഈ ഘടന, അത് ഖബരിയായ ആശയത്തിന് വേണ്ടി നിശ്ചയിക്കപ്പെട്ടതാണ്. പക്ഷെ അത് വെച്ച് ഇൻഷായിൻ്റെതായ ഈ ഖേദപ്രകടനം വന്നത് മജാസാണ്. അതിന് മജാസെ മുറക്കബ് എന്ന് പറയുന്നു. കണ്ടോ, ഫലൈസൽ ഖറദു മിൻ ഹാദൽ ബൈത്തി, ഈ പദ്യത്തിൻ്റെ ലക്ഷ്യമല്ല അൽ ഇഖ്ബാറ, ഒരു കാര്യം അറിയിക്കലല്ല. അതായത് എൻ്റെ പ്രേമഭാജനം യമൻ യാത്രാ സംഘത്തോടൊപ്പം പോവുകയാണെന്നും ഞാൻ മക്കയിലാണെന്നും ആരെങ്കിലും അറിയിച്ചു കൊടുക്കലല്ല ഉദ്ദേശം. മനസ്സിലല്ലേ? ആ ഒരു ഓർമ്മയിൽ വിതുമ്പുന്ന ഒരു ഷായറിനെയാണ് നമുക്ക് കാണുന്നത്. ബൽ മറിച്ച് ഇൽഹാറു തഹസ്സുനി, ഖേദം പ്രകടിപ്പിക്കലാണ്. അപ്പോൾ തഹസ്സുരി നഷ്ടസ്വപ്നങ്ങളെ ഇവിടെ പ്രകാശിപ്പിക്കലാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനാണ് മജാസെ മുറക്കബ്. വൈകാനത്ത് അലാഖത്തുഹു, ഈ ഒരു ജുംലയെ
അതിന് നിശ്ചയിക്കപ്പെട്ട അർത്ഥത്തിൽ നിന്നും മറ്റൊരർത്ഥത്തിൽ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. ഇതിൻ്റെ അലാഖത്ത് അൽ മുഷാബഹത്താണെങ്കിൽ സുമിയ ഇസ്തിആറത്തൻ തംസീലിയ, ഇസ്തിആറ തംസീലിയ എന്നാണ് ഇതിനെ പറയപ്പെടുക. കമാ യുഖാലു പറയപ്പെടുന്ന പോലെ ലിൽ മുത്തറദ്ദിദി ഫി അംരിൻ, ഒരു കാര്യത്തിൽ ചഞ്ചലചിത്തനായ ആളോട്, ഒരു കാര്യത്തിൽ എന്താണ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള ഒരു ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്ന ആളോട് പറയുന്നു, അറാക്ക, നിന്നെ ഞാൻ കാണുന്നു, തുഖദ്ദിമു രിജ്ലൻ, ഒരു കാലം മുന്നോട്ട് വയ്ക്കുന്നതായിട്ടും വത്തു അഖിർ ഉഖ്റ, മറ്റേ കാലം പിന്നോട്ട് വയ്ക്കുന്നതായിട്ടും. നീ ഒരു കാലം മുന്നോട്ടും വെച്ച് ഇങ്ങനെ കളിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിക്കുന്നത് പോലെ. ചുരുക്കത്തിൽ നമ്മുടെ പഴമൊഴികളെല്ലാം ഈ ഗണത്തിൽ വരുന്നതാണ് എന്നും കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. ഇസ്തിആറ തംസീലിയാണ്, അതായത് ഞെട്ടില്ല വട്ടയില, എന്ത് ചെയ്യുക, കാളകിടക്കും കയറോടും, വെട്ടാൻ വരുന്ന പോത്തിന് മുന്നിൽ വേദമോതുക, അതുപോലെ തന്നെ നിത്യാഭ്യാസി ആനയെടുക്കും, മൂക്കില്ല രാജ്യത്ത് മുറുമൂക്കൻ രാജാവ്, ഇങ്ങനെ തുടങ്ങിയുള്ള ഈ ജുംലകളൊക്കെ നമുക്കറിയാം. ഇതിനെ ഇപ്പോൾ നമ്മൾ എന്താണ് അടിതെറ്റിയാൽ ആനയും വീഴും. ഒരു വലിയൊരാൾ ഒരു വീഴ്ച സംഭവിച്ചു അല്ലേ, കിങ് ഫിഷറിൻ്റെ മുതലാളി എന്താണ് നമ്മൾ അറിയാം, വിജയ് മല്യ വീണു, വിജയ് മല്യ പാപ്പരായി. അപ്പോൾ നമ്മൾ പറയും അടിതെറ്റിയാൽ ആനയും വീഴും. അപ്പോൾ ഇവിടെ ആനയും അടിതെറ്റിയതും ആന ഇവിടെ ഉദ്ദേശിക്കുന്നില്ല, നമുക്കറിയാം. അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ മീനിങ്ങിലല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, മറിച്ച് ഇവിടെ നടന്നൊരു സംഭവവുമായി ബന്ധപ്പെട്ട് സാദൃശ്യപ്പെടുത്തിയാണ്, മുഷാബഹത്തിൻ്റെ പേരിലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ജുംലയെ നമുക്ക് ഇസ്തിആറ തംസീലിയ എന്ന് പറയാം. പഴമൊഴികളെല്ലാം ഈ ഗണത്തിൽ നമുക്ക് പെടുത്താവുന്നതാണ്. ചുരുക്കത്തിൽ നമുക്ക് മജാസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു ചിറകാണ് ഇസ്തിആറ, മറ്റേ ചിറകാണ് മജാസ് മുർസൽ. പിന്നെ ഈ ഒരു പദത്തിൽ വരുന്ന എന്താണ് പ്രയോഗങ്ങളാണ് മജാസ് മുർസലും ഇസ്തിആറയും. ഇനി ജുംലയിലാണ് വരുന്നതെങ്കിൽ മജാസ് മുറക്കബ്, ഇസ്തിആറ തംസീലിയ എന്നാണ് പറയുക. ഇനി അവസാനമായിട്ട് മജാസ് അഖ്ലി എന്നൊരു വിഭാഗം കൂടി പറഞ്ഞ് മജാസിൻ്റെ ചർച്ച അവസാനിപ്പിക്കാം. ഇത്ര നേരം നമ്മൾ പറഞ്ഞത് ഒരു പദത്തിൽ വന്ന മജാസിനെ കുറിച്ചാണ്. അറിയാമല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അസദ്, റജുലു, ഷുജാ, അതുപോലെ തുടങ്ങി എന്താണ് ഒരു പദം പറഞ്ഞ് ആ പദത്തെ നിശ്ചയിക്കപ്പെട്ട അർത്ഥമല്ലാത്ത മറ്റൊരർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. ഇനി ഇസ്നാദിൽ വരുന്നതിനാണ് മജാസ് അഖ്ലി എന്ന് പറയുക. അതാണ് നമ്മളിവിടെ വിശദീകരിക്കാൻ പോകുന്നത്. അതായത് ഒരു ഫിഅലിനെ അതിൻ്റെ ഫായിലിലേക്ക് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട മജാസാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ മജാസ് അഖ്ലി എന്ന് പറഞ്ഞാൽ നമ്മുടെ മജാസ് ലുഗവിയാണ് ഇതുവരെ പരിചയപ്പെടുത്തിയത്. പദങ്ങളിൽ വരുന്ന മജാസ്, ഇത് മജാസ് അഖ്ലി, അതായത് ഇസ്നാദിലാണ് മജാസ് അഖ്ലി വരിക. അതായത് ഫിഅൽ, തീർച്ചയായിട്ടും ഫിഅലിനെ അതിൻ്റെ ഫായിലിലേക്ക് നമുക്ക് ഇസ്നാദ് ചെയ്യണം. അപ്പോൾ ഫിഅലിനെ നമ്മൾ ഫായിലിലേക്ക് ഇസ്നാദ് ചെയ്യും. അതുപോലെ തന്നെ ഇസ്മ ഫായിൽ, ഇസ്മ മഫൂൽ, സിഫത്ത് മുഷബ്ബഹ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ ഫായിലുണ്ട്. ഫീലിനെ പോലെ തന്നെ ഇതിനെല്ലാം ഫായിലുണ്ടാവും. ചുരുക്കത്തിൽ ഒരു ഫിഅലിനെ ഒരു ഫായിലിലേക്ക് ഇസ്നാദ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഇസ്മ ഫായിലിനെ, ഇസ്മ മഫൂലിനെ, അങ്ങനെ ഏതുമാകട്ടെ, അതിനെ അതിൻ്റെ ഫായിലിലേക്ക് അല്ലെങ്കിൽ നായിബ് ഫായിലിലേക്ക് ഇസ്നാദ് ചെയ്യുമ്പോൾ, ചേർക്കുമ്പോൾ ഈ പറയപ്പെട്ടതുപോലെ തന്നെ അവിടെ ഒരു മജാസ് കടന്നു വരാൻ സാധ്യത. എന്ന് വെച്ചാൽ ഏതൊരു ഫായിലാണോ ഔദ്യോഗികമായി നിശ്ചയിക്കപ്പെട്ടത് ആ ഒരു ഫായിലിലേക്കല്ലാതെ മറ്റൊരു ഫായിലിലേക്ക് ചേർക്കുന്നതിന് മജാസ് അഖ്ലി എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് നമ്മൾ എന്ത് ചെയ്തു, തൊഴിലാളികൾ പാലം പണിതു എന്ന് പറഞ്ഞു. തൊഴിലാളികൾ പാലം പണിതു. അപ്പോൾ പാലം പണിതത് തൊഴിലാളികൾ തന്നെയാണ്. കാരണം അവരാണ് രാത്രിയും പകലും അധ്വാനിച്ച് ആ പാലം പണിഞ്ഞത്. അപ്പോൾ നമുക്കെന്താണ് അതിന് ഹഖീഖത്തെ അഖ്ലിയ എന്ന് പറയാം. അതായത് ഒരു ഫീലിനെ അതിൻ്റെ യഥാർത്ഥ ഫായിലിലേക്ക് ഇസ്നാദ് ചെയ്യുമ്പോൾ നമ്മൾ ഹഖീഖത്തെ അഖ്ലിയ എന്ന് പറയും. ഇനി നമ്മൾ പറയും മന്ത്രി പാലം പണിഞ്ഞു എന്ന് പറയും. മന്ത്രി പാലം പണിഞ്ഞു എന്ന് പറയുമ്പോൾ എന്താണ്, പാലം പണിഞ്ഞത് മന്ത്രി ഒരു ദിവസം പോലും ഒരു ചട്ടി സിമെൻറ്റ് പോലും കുഴച്ചിട്ടിട്ടില്ല. പക്ഷേ മന്ത്രി പാലം പണിഞ്ഞു എന്ന് നമ്മൾ പറയും. കാരണം മന്ത്രിയാണ് അവിടെ അതിന് നിർദ്ദേശം കൊടുത്തതും അതിന് ഫണ്ട് അനുവദിച്ചതും എല്ലാം. അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ പാലം പണിഞ്ഞ തൊഴിലാളികളാണ്. അപ്പോൾ യഥാർത്ഥ ഫായിലിനെ മാറ്റിയിട്ട് നമ്മൾ മന്ത്രി എന്ന ഒരു അപരനെ ഫായിലായിട്ട് നിശ്ചയിക്കുമ്പോൾ ഈ ഇസ്നാദിനാണ് മജാസ് അഖ്ലി എന്ന് പറയുക. ബന്ധമുണ്ട്. കാരണം മന്ത്രി പാലം പണിഞ്ഞു എന്ന് പറയുന്നതിന് തെറ്റൊന്നുമില്ല. കാരണം മന്ത്രിയാണ് ഫണ്ട് അനുവദിക്കുകയും അതുപോലെ അതിൻ്റെ വിജ്ഞാപനം പുറപ്പെടുവിക്കുകയും ചെയ്തത്. അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇതിനാണ് മജാസ് അഖ്ലി എന്ന് പറയുക. അപ്പോൾ നോക്കാം നമുക്ക്. ഹുവ അത് ഇസ്നാദുൽ ഫിഅലി, ഒരു ഫിഅലിനെ ചേർക്കലാണ്. ഔമാഫി മാനാഹു, അല്ലെങ്കിൽ ഫിഅലിൻ്റെ അർത്ഥത്തിലുള്ള ഒന്നിനെ, ഫിഅലിനെ ചേർക്കുക അല്ലെങ്കിൽ ഫിഅലിൻ്റെ അർത്ഥത്തിലുള്ള
ഒന്നിനെ. ഫീൽ അർത്ഥത്തിലുള്ള ഒന്നെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇസ്മു ഫായിൽ, ഇസ്മു മഫൂല, സിഫത്ത് മുഷബ്ബഹ തുടങ്ങിയുള്ള അസ്മാ മുഷ്തഖയാണ് ഉദ്ദേശിക്കുന്നത്. ഇലാ ഗൈരി മാ ഹുവ ലഹു, ഏതൊന്നിനു വേണ്ടിയാണോ ഈ ഫിയലിൻ്റെ അർത്ഥത്തിലുള്ളത് സ്ഥിരപ്പെട്ടത് അതല്ലാത്ത ഒന്നിലേക്ക് ചേർക്കുക. തിരിയുന്നുണ്ടോ? ഏതൊന്നിനു വേണ്ടിയാണോ സ്ഥിരപ്പെട്ടത് അതല്ലാത്ത ഒന്നിലേക്ക് ചേർക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പാലം പണിയുക എന്നുള്ള പ്രവൃത്തി അത് തൊഴിലാളികൾക്ക് വേണ്ടി സ്ഥിരപ്പെട്ടതാണ്. ആ തൊഴിലാളികൾക്ക് വേണ്ടി സ്ഥിരപ്പെട്ട ആ ഒരു പാലം പണിയുക എന്ന പ്രവൃത്തിയെ ആ സ്ഥിരപ്പെട്ട തൊഴിലാളികൾക്ക് അതിൽ നിന്നും മാറ്റിയിട്ട് മന്ത്രിയിലേക്ക് നമ്മളത് ഇസ്നാദ് ചെയ്യുക. ഇതാണ് ഇവിടെ പറയുന്നത്. അത് ഇൻദൽ മുത്തക്കല്ലിം ഫിൽ ലാഹിരി എന്നൊരു ഇതും കൂടെ ചേർത്തിട്ടുണ്ട്. അതായത് പ്രത്യക്ഷത്തിൽ മുത്തക്കല്ലിമിൻ്റെ അടുക്കൽ എന്ന് പറയുകയാണ്. പ്രത്യക്ഷത്തിൽ മുത്തക്കല്ലിമിൻ്റെ അടുക്കൽ എന്താ? പ്രത്യക്ഷത്തിൽ മുത്തക്കല്ലിമിൻ്റെ അടുക്കൽ എന്ത് ചെയ്യുക? സ്ഥിരപ്പെട്ടതിന് വിരുദ്ധമായ അല്ലെങ്കിൽ അല്ലാത്ത മറ്റൊന്നിലേക്കെന്ന് പറഞ്ഞത് ശ്രദ്ധിക്കുക. അതായത് ഈ പറയുന്ന ആളുടെ പ്രത്യക്ഷത്തിൽ ഈ പറയുന്ന ആൾ, അപ്പോൾ ഉദാഹരണത്തിന് ഒന്നും കൂടെ വ്യക്തമായിട്ട് പറയാം. ഒരു മുവഹിദായ, ഒരു ഈമാനികമായിട്ട് നല്ല അടിയുറപ്പുള്ള ആദർശ പ്രതിബദ്ധതയുള്ള ഒരാൾ, അയാളുടെ പ്രത്യക്ഷമായി അയാളുടെ അടുക്കൽ ഈ പറയപ്പെട്ട നമുക്ക് നര നൽകുന്നത്, നമുക്ക് മരണം നൽകുന്നത്, അതുപോലെ തന്നെ പുഷ്പലതാദികൾ കായ്ക്കുന്നത്, പൂവിടുന്നത്, ഇങ്ങനെയുള്ള പ്രകൃതിയുടെ ഓരോ പ്രതിഭാസങ്ങളും അത് അള്ളാഹുവാണ് ചെയ്യുന്നത് എന്നാണ് ഒരു തൗഹീദിൻ്റെ ആൾ വിശ്വസിക്കുന്നത്, അല്ലേ? അതായത് എനിക്ക് നര നൽകുന്നത് അള്ളാഹുവാണ്, എനിക്ക് മരണം നൽകുന്നത് അള്ളാഹുവാണ്, അതുപോലെ തന്നെ ഋതുഭേദം അങ്ങനെ തുടങ്ങി എല്ലാം അള്ളാഹുവാണ് നൽകുന്നത്. അപ്പോൾ എൻ്റെ വിശ്വാസം അതുതന്നെയാണല്ലോ. അപ്പോൾ നര നൽകുന്നത്, മരണം നൽകുന്നത് എന്ന ഈ പ്രവൃത്തി അത് ഈ മുവഹിദായ തൗഹീദുള്ള എൻ്റെ അടുക്കൽ സ്ഥിരപ്പെട്ടത് അള്ളാഹുവിന് വേണ്ടിയാണ് ആ പ്രവൃത്തി. ഓക്കെ, അള്ളാഹുവിന് വേണ്ടി സ്ഥിരപ്പെട്ട ആ പ്രവൃത്തിയെ ഞാൻ കാലഘട്ടത്തിലേക്ക് ചേർത്ത് പറയുന്നു. അതായത് രാപ്പകലുകളുടെ വ്യതിയാനങ്ങൾ, അല്ലെങ്കിൽ ഋതുഭേദങ്ങൾ, അല്ലെങ്കിൽ കാലഘട്ടങ്ങളുടെ വ്യതിയാനങ്ങൾ, അല്ലെങ്കിൽ രാപ്പകലുകളുടെ മാറിയുള്ള അതിൻ്റെ സഞ്ചാരം, അത് അതാണ് എനിക്ക് നര നൽകിയത്, അതാണ് എനിക്ക് മരണം നൽകിയത്, അതാണ് സസ്യലതാദികളെ മുളപ്പിച്ചത് എന്ന് ഞാൻ പറയുന്നു. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പം മുവഹിദായ തൗഹീദുള്ള ഞാൻ എന്ത് ചെയ്യുന്നു? അള്ളാഹുവിലേക്ക് ചേർത്ത് പറയുമ്പോൾ അത് ഹഖീഖത്ത് അഖ്ലിയായി മാറുന്നു. അതായത് ഈ നര നൽകുന്നതും മരണം നൽകുന്നതും അള്ളാഹുവിലേക്ക് ഞാൻ ചേർത്ത് പറഞ്ഞാൽ അത് ഹഖീഖത്ത് അഖ്ലിയാവും. അതായത് ഒരു ഫിഅല് അത് ഏതൊന്നിനു വേണ്ടിയാണോ മുത്തക്കല്ലിമിൻ്റെ അടുക്കൽ സ്ഥിരപ്പെട്ടത് അതിലേക്ക് തന്നെ ചേർത്താൽ ഹഖീഖത്ത് അഖ്ലിയ. ഇനി രണ്ട്, മുത്തക്കല്ലിമിൻ്റെ അടുക്കൽ ഏതൊന്നിനു വേണ്ടി സ്ഥിരപ്പെട്ടോ അതല്ലാത്ത മറ്റൊന്നിലേക്ക് ചേർത്താൽ അതിന് മജാസി അഖ്ലി. അപ്പോൾ ഞാൻ എൻ്റെ അടുക്കൽ അള്ളാഹുവാണ് ഈ പ്രവൃത്തിയെല്ലാം ചെയ്തത്, എൻ്റെ അടുക്കൽ സ്ഥിരപ്പെട്ടത് ഈ ഫീല് അള്ളാഹുവിലേക്ക് ചേർക്കാനാണ് സ്ഥിരപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഞാനത് മാറ്റിയിട്ട് രാപ്പകലുകളുടെ മാറിയുള്ള അതിൻ്റെ സഞ്ചാരമാണ് എനിക്ക് നര നൽകിയത്, എനിക്ക് മരണം നൽകിയത് എന്ന് പറയുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു? എൻ്റെ അടുക്കൽ സ്ഥിരപ്പെട്ട അള്ളാഹു എന്ന ആ ഫായില് അത് മാറ്റിയിട്ട് മറ്റൊരു ഫായിലിനെ ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടെ ഇസ്നാദ് ചെയ്യുന്നു. അപ്പോൾ അത് ബന്ധം ഉണ്ടാവും. അലാഖത്തിന് കണ്ടില്ലേ, ഒരു ബന്ധം ഉണ്ടാവും. കാരണം എന്താണ്? കാലഘട്ടങ്ങൾ, ഈ ദിവസങ്ങൾ മാറി വരുന്നത്, അല്ലേ? ശരിക്കും ഈ നര ഉണ്ടാകുന്നതും അതുപോലെ മരണം ഉണ്ടാകുന്നതൊക്കെ ഈ ദിവസങ്ങൾ മാറി വരുന്ന ഈ സമയത്താണ് ഉണ്ടാകുന്നത്. അപ്പോൾ സമാനിയായിട്ടുള്ളൊരു ബന്ധമുണ്ട്. അപ്പോൾ ഇതാണ് മജാസ് അഖ്ലി എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, അതായത് പരസ്പരം ബന്ധം ഉള്ളതിൻ്റെ പേരിൽ മുത്തക്കല്ലിമിൻ്റെ അടുക്കൽ ഒരു ഫിഅല് അല്ലെങ്കിൽ ഫിഅലിൻ്റെ അർത്ഥത്തിലുള്ളത് ഏതൊന്നിനു വേണ്ടിയാണോ സ്ഥിരപ്പെട്ടത് അതല്ലാത്ത മറ്റൊന്നിലേക്ക് വൈഡായി അതിനെ ചേർക്കുന്നതിന് മജാസി അഖ്ലി എന്ന് പറയുന്നു. ഉദാഹരണം ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ ഇവിടെ കവിതയിൽ പറയുന്നുണ്ട്. അഷാബ സഗീറ, ചെറിയ കുട്ടിയെ ചെറിയ കുട്ടിക്ക് നര നൽകി. വാഫിനൽ കബീറ, വലിയ ആളെ ലോകത്തു നിന്നും പറഞ്ഞയച്ചു, ലോകത്തു നിന്നും അയാളെ നശിപ്പിച്ചു. കറുൽ ഖദാത്തി, പ്രഭാതത്തിൻ്റെ സഞ്ചാരം. മറുൽ അഷി, സായാഹ്നത്തിൻ്റെ സഞ്ചാരം. വൈകുന്നേരത്തിൻ്റെയും പ്രഭാതത്തിൻ്റെയും പ്രദോഷത്തിൻ്റെയും സഞ്ചാരം
ഫൈന ഇസ്നാദ് ഇഷാബത്ത് വൽ ഇഫ്നായി, അവിടെ അഷാബ അഫ്ന എന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ മസ്തറാണ് ഇഷാബത്ത് ഇഫ്നാദ്. അത് ഇസ്നാദ് ചെയ്തു ഇല കരിൽ ഗദാദിയോ മുറൂരിൽ അഷയി, പ്രഭാത പ്രദോഷത്തിൻ്റെ സഞ്ചാരത്തിലേക്ക് അതിന് ഇസ്നാദ് ചെയ്തു. അതായത് നര നൽകിയതും അതുപോലെ തന്നെ മരണം നൽകിയതും രണ്ടും പ്രഭാത പ്രദോഷങ്ങളുടെ സഞ്ചാരമാണെന്നാണ് ഇവിടെ എന്ത് ചെയ്യുക പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ്, ഒരു മുവഹിദായ ഒരാളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഈ നര നൽകുന്നതും മരണം നൽകുന്നതും അത് ആർക്ക് വേണ്ടി സ്ഥിരപ്പെട്ടതാണ്? അള്ളാഹുവിന് വേണ്ടി സ്ഥിരപ്പെട്ടതാണ് അല്ലേ. അപ്പോൾ ഇവിടെ രാപ്പകലുകളുടെ മാറ്റം അല്ലെങ്കിൽ പ്രഭാത പ്രദോഷങ്ങളുടെ സഞ്ചാരം എന്ന് പറഞ്ഞ് അത് എന്താണ് പറയുന്ന മുവഹിദായ അവൻ്റെ അടുക്കൽ സ്ഥിരപ്പെട്ട ഒരു എന്താണ് ഫായിൽ അല്ലാത്ത മറ്റൊരു ഫായിലാണ്, അതാ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഇഷാബത്തിന് ഇഫ്നായിനെയും ഈ കറുൽ ഖദാത്ത് മറുൽ അഷിയിലേക്ക് ഇസ്നാദ് ചെയ്തത്. ഇസ്നാദുനത് ഇസ്നാദാണ് ഇലാ ഗൈരി മാഹു ലഹു, ഏതൊന്നിനു വേണ്ടിയാണോ ആ ഇഷാബത്തും ഇഫ്നാവും സ്ഥിരപ്പെട്ടത് അതല്ലാത്ത മറ്റൊന്നിലേക്കുള്ള ഇസ്നാദാണ്. കാരണം ഇതിൽ മുഷീബു, കാരണം നരകം നൽകുന്നതും മുഫ്നി മരണം നൽകുന്നതും ഫിൽ ഹഖീഖത്തി യഥാർത്ഥത്തിൽ ഹു അല്ലാഹു തആലയാണ്. ചുരുക്കത്തിൽ ഒരു മുവഹിദായ മനുഷ്യൻ അള്ളാഹുവിലേക്ക് ചേർത്തത് പറയുമ്പോൾ അത് ഹഖീഖത്ത് അഖ്ലിയ എന്ന് പറയും. മുവഹിദായ മനുഷ്യൻ ഇത് കാലഘട്ടത്തോട് ചേർത്ത് പറയുമ്പോൾ അത് എന്ത് ചെയ്യുക, മജാസ് അഖ്ലി എന്ന് പറയും. നേരെ തിരിച്ച് പറഞ്ഞു വയ്ക്കുക, ഇന്ദൽ മുത്തക്കല്ലിം ഫിൽ ലാഹിരി എന്ന് പറഞ്ഞതിൻ്റെ ഒരു പ്രയോജനം ഇവിടെയാണ്. ഒരു നിരീശ്വരവാദിയായ മനുഷ്യൻ, അതായത് പ്രകൃതിയെ വിശ്വസിക്കുന്ന, പ്രകൃതിയാണ് എല്ലാം നൽകുന്നതെന്ന് വിശ്വസിക്കുന്ന ഒരു നിരീശ്വരവാദി അല്ലെങ്കിൽ പ്രകൃതിവാദി, അവൻ പറയുന്നു എന്താണ്, പ്രകൃതിയാണ് അല്ലെങ്കിൽ കാലചക്രത്തിൻ്റെ സഞ്ചാരമാണ് ഇവിടെ എന്ത് ചെയ്ത് നര നൽകിയത് മരണം നൽകിയതെന്ന ഒരു നിരീശ്വരവാദി പറയുമ്പോൾ അത് അവൻ്റെ അടുക്കൽ ഹഖീഖത്ത് അഖ്ലിയാണ്. കാരണം ഇവിടെ നമ്മൾ താരീഫിൽ പറഞ്ഞല്ലോ, പ്രത്യക്ഷത്തിൽ മുത്തക്കല്ലിമിൻ്റെ അടുക്കൽ ഏതൊന്നിനു വേണ്ടിയാണ് സ്ഥിരപ്പെട്ടത് അതിലേക്ക് തന്നെ ചേർത്താൽ ഹഖീഖത്ത് അഖ്ലിയാണ്. നിരീശ്വരവാദിയുടെ അടുക്കൽ സ്ഥിരപ്പെട്ടത് പ്രകൃതി തന്നെയാണ്, കാലചക്രം തന്നെയാണ്, കാലഘട്ടത്തിൻ്റെ സഞ്ചാരം തന്നെയാണ് ഈ നര നൽകിയതും മരണം നൽകിയതെന്നാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അവൻ്റെ അടുക്കൽ ഈ പറയപ്പെട്ട ഈ ബൈത്ത് അവൻ്റെ അടുക്കൽ ഹഖീഖത്ത് അഖ്ലിയാവും. ഇനി അള്ളാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞാൽ അവൻ്റെ അടുക്കൽ അത് മജാസ് അഖ്ലിയാവും. കാരണം അവൻ്റെ അടുക്കൽ സ്ഥിരപ്പെട്ടത് പ്രകൃതിയാണ്, അതല്ലാത്ത വൈഡായ രൂപത്തിൽ അള്ളാഹുവിലേക്ക് ചേർത്ത് പറയുമ്പോൾ അവൻ മജാസ് അഖ്ലിയായിട്ടായിരിക്കും അത് പറയുക. ഇതാണ് നമുക്കിതിനകത്ത് പറയാനുള്ളത്. ചുരുക്കത്തിൽ ഒരു ഫിഅല് അത് ഏതൊന്നിലേക്ക് ചേർക്കണോ അതിലേക്ക് ചേർക്കാതെ മറ്റൊന്നിലേക്ക് ചേർത്താൽ അത് മജാസ് അഖ്ലിയാണ്. മുത്തക്കല്ലിമിൻ്റെ വിശ്വാസവും അല്ലെങ്കിൽ മുത്തക്കല്ലിമിൻ്റെ മനോഭാവവും ഇതിനകത്ത് പരിഗണിക്കുമെന്ന് അർത്ഥം. ഇനി അടുത്ത മജാസ് അഖ്ലിയുടെ മറ്റൊരു രൂപം ഒന്ന് നമുക്ക് പരിശോധിക്കാം. ഒമിനൽ മജാസിൽ അഖ്ലി, അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഫിഅല് അതിൻ്റെ ഫായിലിലേക്ക് ഇസ്നാദ് ചെയ്യുന്ന വിഷയമാണ് ഇവിടെ നമ്മൾ പറഞ്ഞത്. അതേപോലെ തന്നെയാണ് ഇസ്മു ഫായിൽ, സിഫത്ത് മുഷബ്ബഹ, ഇസ്മു മഫ്ഊൽ, ഇതെല്ലാം അങ്ങനെ തന്നെയാണ്. ഒരു ഫീലിനെ ഏതിലേക്ക് ചേർക്കുന്നു, ഇസ്മു ഫായിലിനെ ഏതിലേക്ക് ചേർക്കണോ അതിലേക്ക് ചേർക്കാതെ മറ്റൊന്നിലേക്ക് ചേർക്കുക. നോക്കാം. ഒമിനൽ മജാസിൽ അഖ്ലി, മജാസ് അഖ്ലിയിൽപ്പെട്ടതാണ് ഇസ്നാദുമാ ബുനിയ ലിൽ ഫായിലി, ഫായിലിന് വേണ്ടി എടുക്കപ്പെട്ട ഒരു പദത്തെ ചേർക്കുക. ഫായിലിന് വേണ്ടി എടുക്കപ്പെട്ട ഒരു പദത്തെ ചേർക്കുക എന്ന് പറഞ്ഞാൽ ഫായിലിന് വേണ്ടി എടുക്കപ്പെട്ട പദം എന്ന് പറഞ്ഞാൽ ഇസ്മു ഫായിലാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ സിഫത്ത് മുഷബ്ബഹയാണ് ഉദ്ദേശിക്കുന്നത്. ഇല്ലെങ്കിൽ മഫ്ഊലിലേക്ക് ചേർക്കുക. ഇസ്മു ഫായിലിനെയും സിഫത്ത് മുഷബ്ബഹിനെയും നമ്മൾ എന്ത് ചെയ്യണം, ഫായിലിലേക്കാണ് ചേർക്കേണ്ടത്, മഫ്ഊലിലേക്കല്ല ചേർക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഫായിലിലേക്ക് ചേർക്കേണ്ടതിനെ മഫ്ഊലിലേക്ക് ചേർത്താൽ അത് മജാസ് അഖ്ലിയാണ്. നോക്കാം. നഹു ഈശത്തിൻ റാളിയ, തൃപ്തികരമായ ജീവിതം. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ, റാളിയത്തുൻ എന്നുള്ളത് ഇവിടെ ഇസ്മു ഫായിലാണ്. ഈ ഇസ്മു ഫായിൽ എന്നുള്ളതിനെ എങ്ങോട്ടാണ് ചേർത്തേക്കുന്നത്? ഈശത്ത് എന്ന് പറയുന്ന മഫ്ഊലിലേക്കാണ് ചേർത്തിരിക്കുന്നത്. കാരണം തൃപ്തിപ്പെടുന്നത് ജീവിക്കുന്ന വ്യക്തിയാണ്. ജീവിതം എന്നുള്ളത് എന്താണ്? ആ തൃപ്തി ലഭിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്, സംഗതിയാണ് ജീവിതം എന്ന് പറഞ്ഞാൽ. ഈശത്ത് എന്നുള്ളത് മർളിയത്താണ്, റാളിയത്തല്ല. റാളിയത്ത് എന്നുള്ളത് സാഹിബുൽ ഐഷാണ് എന്ന് ചുരുക്കം. അപ്പോൾ ഇവിടെ റാളിയത്ത് എന്നുള്ളതിനെ എന്ത് ചെയ്ത് ഈശത്തിലേക്ക് ചേർത്തിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇത് മജാസ് അഖ്ലിയാണ്. അതായത് റാളിയത്തിനെ, ഫായിലിന് വേണ്ടി എടുക്കപ്പെട്ട ഒരു പദമാണ് റാളിയത്ത്. ആ റാളിയത്തിനെ അതിൻ്റെ സാഹിബുൽ ഐഷ് എന്ന ഫായിലിലേക്കാണ് ചേർക്കേണ്ടത്, മറിച്ച് മഫ്ഊലായ ഈശത്തിലേക്ക് ചേർത്തു. അപ്പോൾ ഒരു ഫീലിനർത്ഥത്തിലുള്ള ഇസ്മിനെ ഏതൊന്നിനു വേണ്ടിയാണ് സ്ഥിരപ്പെട്ടത് അതിലേക്ക് ചേർക്കാതെ മറ്റൊന്നിലേക്ക് ചേർത്താൽ മജാസ് അഖ്ലിയാണല്ലോ. അതാണ് ഇവിടെ സംഭവിച്ചത്. നേരെ തിരിച്ചു. അക്സുഹു, നേരെ തിരിച്ചു. നഹു സൈലുൻ മുഫ്അമുൻ, നിറയ്ക്കപ്പെട്ട മലവെള്ളപ്പാച്ചിൽ. മനസ്സിലായില്ലേ? ശ്രദ്ധിച്ച്, മുഫ്അമുൻ എന്നുള്ളത് മഫ്ഊലിന് വേണ്ടി എടുക്കപ്പെട്ട ഒരു പദമാണ്. ദാറ്റ് മീൻസ് ഇസ്മു മഫ്ഊലാണിത്. അപ്പോൾ
അത് നായിബ് ഫായിലാണ് ശരിക്കും അവിടെ എന്ത് ചെയ്യേണ്ടത്, നായിബ് ഫായിലിലേക്കാണ് മുഫ്അമിനെ ചേർക്കേണ്ടത്. പക്ഷേ ഇവിടെ എന്താണ്, സെയിൽ എന്ന ഫായിലിലേക്കാണ് ചേർത്തിരിക്കുന്നത്. കാരണം സെയിൽ മലവെള്ളപ്പാച്ചിൽ നിറയ്ക്കുന്നതാണ്, അല്ലേ? മലവെള്ളപ്പാച്ചിൽ കടന്നു പോകുന്ന ഏതെല്ലാം സ്ഥലങ്ങളുണ്ടോ ആ സ്ഥലങ്ങളിലെല്ലാം മലവെള്ളപ്പാച്ചിൽ നിറച്ചാണ് കടന്നു പോവുക. അപ്പം മലവെള്ളപ്പാച്ചിൽ മുഫ്ഇമാണ്, മലവെള്ളപ്പാച്ചിൽ കടന്നു പോകുന്ന മനാത്തിക്കുകൾ മുഫ്അമാണ്. അപ്പം മുഫ്അമിനെ മനാത്തിക്കുകളിലേക്കാണ് ചേർക്കേണ്ടത്, സെയിലിലേക്കല്ല ചേർക്കേണ്ടത്. കാരണം മഫ്ഊലിന് വേണ്ടി എടുക്കപ്പെട്ട മുഫ്അമുൻ എന്ന ഇസ്മു മഫ്ഊൽ അത് നായിബ് ഫായിലായ മനാത്തിക്ക്, അതായത് ദുരിതബാധിത പ്രദേശമാണ് അവിടെ മഫ്ഊലായിട്ടുള്ളത്, നായിബ് ഫായിലായിട്ടുള്ളത്. അതിലേക്ക് ചേർക്കേണ്ടതിന് പകരം ഈ നിറയ്ക്കുന്ന ഈ സെയിലിലേക്ക് ചേർത്തത് മജാസ് അഖലിയാണ്. ഓക്കെ, തമ്മിൽ ബന്ധമുള്ളതിൻ്റെ പേരിലാണ്, ബന്ധം വളരെ വ്യക്തവുമാണ്. വൽ ഇസ്നാദു ഇലൽ മസ്തരി, അതുപോലെ മസ്തറിലേക്ക് ചേർക്കുന്നതും ഇതേപോലെ തന്നെയാണ്. അതായത് ചെയ്ത ആളിലേക്ക് ചേർക്കാതെ ആ പ്രവൃത്തിയുടെ മസ്തറിലേക്ക് തന്നെ ചേർക്കുക. അപ്പോൾ ജദ്ദ ഉത്സാഹഭരിതമായി, ജിദ്ദുഹു അവൻ്റെ പരിശ്രമം. അപ്പോൾ അവൻ്റെ പരിശ്രമം വളരെ ഉത്സാഹഭരിതമായി. ശരിക്കും ഉത്സാഹഭരിതമായത് ആ വ്യക്തിയാണ്, മനസ്സിലല്ലേ? ആ വ്യക്തിയാണ് അപ്പം ആ ജദ്ദ സാഹിബുൽ ജിദ്ദിയാണ് ശരിക്കും ഇവിടെ വരേണ്ടത്. അതായത് ആ പരിശ്രമിച്ച ആളാണ് ഇവിടെ വളരെ ഉന്മേഷഭരിതനായി, ഉത്സാഹഭരിതനായിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ചേർക്കാതെ ആ ജദ്ദയുടെ മസ്തറായ ജിദ്ദിലേക്ക് ചേർത്തത് ഇത് മജാസ് അഖലിയാണ്. ഏതിലേക്കാണോ ആ ഫീലിനെ ചേർക്കേണ്ടത് അതിലേക്ക് ചേർക്കാതെ അതിൽ വിട്ട് വൈഡായ മറ്റൊന്നിലേക്ക് ചേർക്കുക. ബന്ധമുണ്ട്, അല്ലേ? വൈല സമാനി, കാരണം ഈ ജിദ്ദ് ചെയ്യുന്നവനാണല്ലോ ഫായിൽ, പരിശ്രമം നടത്തുന്നവനാണല്ലോ ഫായിൽ. അപ്പോൾ അങ്ങനെ ഒരു ബന്ധമുണ്ട്. വൈല സമാനി, സമാനിലേക്ക് ചേർക്കുന്നതും അതുപോലെ തന്നെ. നഹാർഹു സൈമൻ, അവൻ്റെ പകൽ നോമ്പ് കാരനാണ്. അപ്പോൾ അവനാണ് നോമ്പുകാരൻ. അപ്പോൾ അവൻ നോമ്പുകാരൻ എന്ന് പറയുന്നതിന് പകരം അവൻ്റെ പകൽ അപ്പോൾ സായിമൻ എന്ന് പറയുന്ന ആ ഇസ്മു ഫായിലിനെ ശരിക്കും ആ ഒരു വ്യക്തിയിലേക്ക് ചേർക്കേണ്ടതിന് പകരം ആ പകലെന്ന സമാനിലേക്ക് ചേർത്തു. കാരണം പകലിലാണ് നോമ്പ് പിടിക്കുന്നത്, അപ്പോൾ സമാൻ എന്നുള്ള ബന്ധമുണ്ട്. വലിയ മക്കാന് ചിലപ്പോൾ മക്കാനിലേക്ക് ചേർക്കും. നഹുറുൻ ജാരിൻ, ഒഴുകുന്ന നദി. ഒഴുകുന്നത് വെള്ളമാണ്, വെള്ളം ഒഴുകുന്ന സ്ഥലമാണ് നെഹ്ർ എന്ന് പറയുന്നത്. അപ്പോൾ ജാരിൻ എന്നതിനെ ചേർക്കേണ്ടത് മായിലേക്കാണ്. മായിലേക്ക് ചേർക്കാതെ ആ മാ ഒഴുകുന്ന സ്ഥലമായ നെഹ്റിലേക്ക് ഇവിടെ ചേർത്തു. ഇത് മജാസ് അഖലിയാണ്. വലിയ സബബ് ചിലപ്പോൾ സബബിലേക്ക് ചേർക്കുക. ഞാൻ ആദ്യം ഉദാഹരണം പറഞ്ഞു, നഹു ബനൽ അമീറു, ഭരണാധികാരി നിർമ്മിച്ചു അൽ മദീനത്ത, ആ നഗരം. അപ്പോൾ ഭരണാധികാരി നഗരം നിർമ്മിച്ചു തൊഴിലാളികളാണ്, അല്ലേ? അപ്പോൾ തൊഴിലാളികളാണ് ഇവിടെ ബന എന്നത് ഇസ്നാദ് ചെയ്യേണ്ടത്. പക്ഷേ ആ തൊഴിലാളികളെ മാറ്റിയിട്ട് അതല്ലാത്ത അമീറിലേക്ക് ചേർത്തു. കാരണം സബബാണ് അമീർ. കാരണം അമീർ പറഞ്ഞില്ല എങ്കിൽ, അമീർ ഫണ്ട് അനുവദിച്ചില്ല എങ്കിൽ, അമീർ വിജ്ഞാപനം പുറപ്പെടുവിച്ചില്ല എങ്കിൽ ഈ നഗര നിർമ്മാണം ഉണ്ടാവുകയില്ല. ചുരുക്കത്തിൽ ഇതാണ് മജാസ് അഖലി. അതായത് ഫിഇലിനെ അല്ലെങ്കിൽ ഫിഇലിൻ്റെ അർത്ഥത്തിലുള്ള ഇസ്മുകളെ അതിനെ മുത്തക്കല്ലിമിൻ്റെ അടുക്കൽ ഏതൊരു ഫായിലാണോ സ്ഥിരപ്പെട്ടത് അതിലേക്ക് ചേർക്കാതെ മറ്റൊരു വൈഡായ ഫായിലിലേക്ക് ചേർക്കുന്നതിനാണ് മജാസ് അഖലി എന്ന് പറയുന്നത്. അപ്പോൾ മുത്തക്കല്ലിമിൻ്റെ മാറ്റമനുസരിച്ച് മജാസ് അഖലി മാറി വരാം എന്നും കൂടി ഇതിനകത്ത് ചേർത്ത് വായിക്കണം. ഇതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളത് ഹഖീഖത്തെ അഖലിയാണ്. അഥവാ ഒരു മുത്തക്കല്ലിമിൻ്റെ അടുക്കൽ ഈ ഫീലിൻ്റെ അർത്ഥത്തിലുള്ള ഇസ്മുകളും ഏതൊന്നിനു വേണ്ടി സ്ഥിരപ്പെട്ടോ അതിലേക്ക് തന്നെ യഥാർത്ഥ രൂപത്തിൽ ജനൂനായി ചേർക്കുന്നതിന് ഹഖീഖത്ത് അഖലിയ എന്ന് പറയും. വൈഡായ മറ്റൊന്നിലേക്ക് ചേർക്കുന്നതിന് മജാസ് അഖലി എന്നും പറയും. ചുരുക്കത്തിൽ മജാസ് ലഫ്ലി, മജാസ് അഖലി എന്ന രണ്ട് വിഭാഗമാണ് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞത്. മുഫ്രദായ പദങ്ങളിൽ വരുന്ന മജാസാണ് മജാസ് ലുഗവി എന്ന് പറയുന്നത്. അതുപോലെ ജുംലകളിൽ വരുന്ന മജാസാണ് മജാസ് മുറക്കബ് എന്ന് പറയുന്നത്. പിന്നെ ഇസ്നാദിൽ വരുന്ന മജാസാണ് മജാസ് അഖലി എന്ന് പറയുന്നത്. ഓക്കെ, മജാസ് ലുഗവിയുടെ രണ്ട് മുഖങ്ങളാണ് ഇസ്തിആറ, അതുപോലെ മജാസെ മുർസൽ. പിന്നെ മജാസെ മുറക്കബ്, ജുംലയിൽ വരുന്ന മജാസിന് മജാസെ മുറക്കബ് എന്ന് പറയും. അത് മുഷാബഹത്താണെങ്കിൽ ഇസ്തിആറ തംസീലിയ എന്ന് പറയും. ഇത് അവസാനം വന്ന ഇസ്നാദിൽ വന്ന മജാസിന് മജാസ് അഖലി എന്നും പറയും. അടുത്ത ഇൽമുൽ ബയാൻ്റെ അവസാനത്തെ ഒരു ശീർഷകമാണ് അൽ കിനായ. കിനായ എന്ന് പറഞ്ഞാൽ മറച്ചു പറയുക എന്നാണ് അതിൻ്റെ. കനായ കിനായത്തിന് പറഞ്ഞാൽ മറച്ചു പറയുക, വ്യംഗ്യമായി പറയുക, സൂചനാ രൂപത്തിൽ പറയുന്നതിനൊക്കെയാണ് കിനായ എന്ന് പറയുക. ഹിയാദ് ലഫ്ലൊരു ലഫ്ലാണ്, ഉരീദ ബിഹി അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടു, ലാസിമു മാനാഹു അതിൻ്റെ അർത്ഥത്തിൻ്റെ അനിവാര്യമായ മറ്റൊരു തലം ഉദ്ദേശിക്കപ്പെട്ടു. അതായത് അതിനൊരർത്ഥമുണ്ട്. ആ അർത്ഥത്തിലൂടെ നമുക്ക് ഒരു
അനിവാര്യമായ ഒരു ആശയം നമുക്ക് ലഭിക്കും. ആ ആശയമാണ് ഉദ്ദേശിക്കപ്പെടുന്നത്. മാ ജവാസി ഇറാദത്തി ദാലികിൽ മാന, ഈ പദത്തിൻ്റെ ശരിയായ അർത്ഥം ഉദ്ദേശിക്കാൻ അനുവദനീയമായതിനോടൊപ്പം ഒരു പദം നമ്മൾ പറയുന്നു, ആ പദത്തിൻ്റെ ശരിയായ അർത്ഥം നമുക്ക് ഉദ്ദേശിക്കാൻ വേണമെങ്കിൽ ഇനി അതല്ലെങ്കിൽ ആ പദത്തിലൂടെ നമുക്ക് അതിനെ ഒന്ന് ഗവേഷണം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിനെ ഒന്ന് പറഞ്ഞു നോക്കുമ്പോൾ നമുക്ക് അതിലൂടെ ഒരു ആശയം നമുക്ക് ലഭിക്കുന്നുണ്ടാവും അനിവാര്യമായിട്ടും. അതും ഉദ്ദേശിക്കാൻ പറ്റും. ഉദാഹരണത്തിലൂടെ വളരെ ക്ലിയറായിട്ട് മനസ്സിലാകും. നഹു തവീലു നജാദി, വാളുറ നീളം കൂടിയ ആളാണ് എന്ന് വെച്ചാൽ, വാളുറ നീളം കൂടിയാന്ന് പറഞ്ഞാൽ നീളം കൂടുതലുള്ള ആളാണ്. ഇപ്പോൾ ചെരുപ്പ് നീളം കൂടിയ ആളാണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ചെരുപ്പ് അല്ലേ, ചെരുപ്പ് നീളം കൂടിയ ആളാണെന്നർത്ഥം. അയാൾ നല്ല ഉയരമുള്ള ആളെന്നർത്ഥം. കാരണം നല്ല ഉയരമുള്ളപ്പോൾ കാലിനും നല്ല നീളം ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികം ചെരുപ്പ് നീളം കൂടിയത് ധരിക്കേണ്ടി വരും. അല്ലെങ്കിൽ ജുബ്ബ നീളമുള്ള ആളെന്നോ കമീസ് നീളമുള്ള ആളെന്നൊക്കെ പറഞ്ഞാലും ഇത് തന്നെയാണ് അർത്ഥം വരിക. ഈ തവീലുൽ ഖാമ എന്നാണ്, പൊക്കം കൂടുതലുള്ള ആളെന്നാണ് അർത്ഥം. ചുരുക്കത്തിൽ ഇങ്ങനെ നമ്മളൊരു ജുബ്ബ നീളം കൂടിയ ആൾ, അതുപോലെ പൈജാമ നീളം കൂടിയ ആൾ, അതുപോലെ തന്നെ എന്ത് ചെയ്യുകയാണ് ചെരുപ്പ് നീളം കൂടിയ ആളെന്നൊക്കെ നമ്മൾ പറയുന്നത്, അത് ശരിക്കും പറഞ്ഞാൽ പൊക്കമുണ്ട് എന്ന് പറയാൻ വേണ്ടി നമ്മൾ മറച്ചു പറയുന്ന ഒരു വാക്കാണിത്, അല്ലേ? അപ്പോൾ ആ ജുബ്ബ നീളം കൂടിയ ആളെന്ന് പറയുമ്പോൾ നമ്മൾ അതിലൂടെ അനിവാര്യമായി ഉദ്ദേശിക്കുന്ന ഒരു മീനിങ് എന്ന് പറയുന്നത് പൊക്കം കൂടിയ ആളെന്നാണ്. ഇനി ജുബ്ബ നീളം കൂടിയ ആളെന്ന് ഉദ്ദേശിച്ചാലും തെറ്റൊന്നുമില്ല, ചെരുപ്പ് നീളം കൂടിയ ആളെന്ന് ഉദ്ദേശിച്ചാലും തെറ്റൊന്നുമില്ല. രണ്ടും ഉദ്ദേശിക്കാം ഒരേ സമയം എന്നുള്ളതാണ് കിനായയും മജാസിനെയും ഇസ്തിയാറയും വ്യത്യസ്തമാക്കുന്നത്. മജാസും ഇസ്തിയാറ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുക, ഏത് നിശ്ചയിക്കപ്പെട്ട അർത്ഥത്തിൽ നിന്ന് മാറി മറ്റൊരർത്ഥം ഉദ്ദേശിക്കുകയാണ്. അപ്പം മറ്റൊരർത്ഥം ഉദ്ദേശിക്കുമ്പോൾ ഇതിനെ നിശ്ചയിക്കപ്പെട്ട അർത്ഥം ഉദ്ദേശിക്കാൻ പറ്റത്തില്ല. അതായത് സിംഹം എന്ന് പറഞ്ഞിട്ട് ധീരനായ മനുഷ്യനെ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ ധീരനായ മനുഷ്യനെ മാത്രമേ അവിടെ ഉദ്ദേശിക്കാൻ പറ്റുള്ളൂ, അവിടെ സിംഹത്തെ ഉദ്ദേശിക്കാൻ പറ്റത്തേയില്ല, കാരണം സിംഹം അവിടെ ഇല്ല. അപ്പോൾ എന്ത് ചെയ്യാണ്, മജാസിം ഇസ്തിയാറിലൊക്കെ ഒരർത്ഥം ഉദ്ദേശിച്ചാൽ മറ്റൊന്ന് ഉദ്ദേശിക്കാൻ കഴിയില്ല. കിനായിൽ നേരെ മറിച്ച് അവിടെ ആ പദത്തിൻ്റെ അർത്ഥം ഉദ്ദേശിക്കാം, അതിലൂടെ അനിവാര്യമായ മറ്റൊരർത്ഥം രൂപപ്പെട്ടു വരുന്ന അതും ഉദ്ദേശിക്കാം. അതാണ് വ്യത്യാസം എന്ന് മനസ്സിലാക്കുക. തൻഖസിമു, ഈ കിനായ വിഭജിതമാകും ബിഅ്തിബാരിൽ മക്നി അൻഹു, മക്നി അൻഹുവിനെ പരിഗണിച്ചിട്ട് ഇലാ സലാസ് ഇഖ്സാമിൻ, 3 വിഭാഗത്തിലേക്ക്. മക്നി അൻഹു എന്ന് പറഞ്ഞാൽ ഏതിനെയാണോ മറച്ചു പറയാൻ ആഗ്രഹിക്കുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഉയരം കൂടുതൽ എന്നുള്ളതിനെയാണ് ഇവിടെ മറച്ചു പറയുന്നത്, അല്ലേ? അപ്പോൾ അതാണ്, അപ്പോൾ അതിനെ പരിഗണിച്ചുകൊണ്ട് 3 വിഭാഗമാണ്. അല്ലപോലെ ഒന്നാമത്തെ കിനായത്തുൻ, കിനായയാണ്. യക്കൂനുൽ മക്നിയു അൻഹു ഫിഹ, ആ കിനായിൽ ഏതിനെയാണോ മറച്ചു പറയപ്പെടുന്നത് അതായിരിക്കും സിഫത്തിൻ്റെ ഒരു വിശേഷണമായിരിക്കും. ഇപ്പോൾ തന്നെ നീളം കൂടുതൽ എന്നുള്ളതിനെയാണ് മറച്ചു പറഞ്ഞത്, അതൊരു വിശേഷണമാണല്ലോ, അല്ലേ? ഒരാളുടെ പ്രവൃത്തിയല്ലല്ലോ, അത് അയാളുടെ ഒരു ഗുണമാണ്, ഒരാളുടെ വിശേഷണമാണത്. കക്കവലിൽ ഖൻസായി തവീലുൻ നജാദി, വളരെ നീളം കൂടിയ ആളാണ്. റഫീഉൽ ഇമാദി, തൂണ് വളരെ ഉയരം കൂടിയ ആളാണ്, അതിൽ ഉയർത്തപ്പെട്ട ആളാണ്. കസീറുർ റമാദി, അതുപോലെ ചാരം കൂടുതലുള്ള ആളാണ്. ഇദാമ ഷത, ശൈത്യകാലം എത്തുന്ന സമയത്ത് എന്ന് പറയുകയാണ്. ഓരോ സീസണിൽ ഓരോരുത്തർക്ക് ചില ഗുണങ്ങളുണ്ടാവുമല്ലോ. ഇപ്പോൾ റമദാനാകുമ്പോൾ ധാരാളം ദാനധർമ്മം ചെയ്യുന്നവർ നമ്മുടെ ഇടയിലുണ്ട്, അല്ലേ? അങ്ങനെ ഇപ്പോൾ ഓരോരോ സീസണിൽ ഓരോരോ ഗുണങ്ങൾ മുറുകെ പിടിക്കുന്ന ആളുകളുണ്ട്. തുരീദു, ആ ഖൻസ വിചാരിക്കുന്ന അന്നഹു തവീലുൽ ഖാമത്തി, നീളം കൂടുതലുള്ള ആളാണെന്നും, സയ്യിദുൻ നേതാവാണെന്നും, കരീമുൻ ഉദാരമതിയാണെന്നും എന്ന 3 ഗുണങ്ങൾ ആ മൗസൂഫിന് സ്ഥിരപ്പെടുത്തലാണ് ഈ 3 കിനായയിലൂടെ ഖൻസ വിചാരിക്കുന്നത്. തവീലുൻ നജാദി, വളരെ നീളം കൂടിയെന്ന് പറഞ്ഞാൽ നീളം കൂടുതലുള്ള ആളെന്നർത്ഥം. റഫീഉൽ ഇമാദി, തൂണുകൾ ഉയർത്തപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഒരു നേതാവാണ് എന്നുള്ള അർത്ഥമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. കസീറുർ റമാദി, ചാരം കൂടുതലുള്ളതെന്ന് പറഞ്ഞാൽ ചാരം കൂടുതൽ ഉണ്ടാകണമെങ്കിൽ കൂടുതൽ അതിഥികളെ സൽക്കരിക്കണം, അപ്പോൾ അത് ഉദാരമതിയാണെന്നുള്ളതിൻ്റെ അർത്ഥമാണ്. അപ്പോൾ ഇതാണ് കിനായയുടെ ഒന്നാമത്തെ വിഭാഗം. സിഫത്തായിരിക്കുക, ഒരു വിശേഷണമായിരിക്കുക. അവസാനി രണ്ടാമത്തെ കിനായത്തിനൊരു കിനായ യക്കൂനുൽ മക്നിയു അൻഹു ഫിഹ, അതിൽ മറച്ചു പറയപ്പെടുന്ന സംഗതി ആയിരിക്കും നിസ്ബത്തൻ, ഒരു നിസ്ബയായിരിക്കും, ഒന്നുമായിട്ടുള്ളൊരു ബന്ധമായിരിക്കും. നഹു അൽ മജിദു, ഔന്നത്യം, ബൈന സൗബൈഹി, അവൻ്റെ വസ്ത്രത്തിൻ്റെ ഇടയിലാവുന്നു. വൽ കറമു, ഔദാര്യം, തഹത്ത റിദായിഹി, അവൻ്റെ മേൽത്തട്ടത്തിന് താഴെയാവുന്നു. തുരീദു, നീ വിചാരിക്കുന്നു നിസ്ബത്തൽ മജിദി വൽ കറമി, ഔദാര്യവും അതേപോലെ മഹത്വവും നീ നിസ്ബ ചെയ്യാനാണ് വിചാരിക്കുന്നത്. ഇലൈഹി, ഈ പറയപ്പെട്ട മംദൂഹിൻ്റെ മൗസൂഫിലേക്ക്. അപ്പോൾ ഇവിടെ ഒരു നിസ്ബയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിസ്ബയാണ് ഇവിടുത്തെ മക്നി അൻഹു. അപ്പോൾ ചുരുക്കത്തിൽ നിസ്ബയാണെങ്കിൽ അതാണ് രണ്ടാമത്തേത്. ഇനി മൂന്നാമത്തേത് ലാസ്റ്റ് പേജിൽ നിങ്ങൾക്ക് നോക്കാം. വസാലിത്ത്, മൂന്നാമത്തേത് കിനായത്തുൻ യക്കൂനുൽ മക്നിയു അൻഹു ഫിഹ, അതിൽ മക്നി അൻഹു ആയിരിക്കും. ഗൈറ സിഫത്തിൻ, സിഫത്തും അല്ല, വല നിസ്ബത്തിൻ, നിസ്ബയല്ല. കകൗലി അല്ലാരിബീന, വെട്ടുന്നവർ, ബിക്കുല്ലി അബിയല്ല
എല്ലാ വെളുത്ത വാളുകൾ കൊണ്ടും, മിഹ്റമിൻ വളരെ മൂർച്ചയുള്ള, എല്ലാത്തിനെയും മുറിക്കുന്ന, വത്തായിനീന അതേപോലെ തന്നെ ആക്ഷേപിക്കുന്നവർ, മജാമി അൽ അൽഗാനി എന്താണ് അസൂയയും പകയും ഒരുമിച്ച് കൂടുന്ന സംഗമസ്ഥാനങ്ങളെ എന്ത് ചെയ്യാണ് ആക്ഷേപിക്കുന്നവർ. അപ്പോൾ ഇവിടെ മജാമിയുൽ അൽഗാൻ എന്നുള്ളത് കിനായിയാണ്. ഫൈനഹു കന ഷായിർ മറച്ചു പറഞ്ഞു, ബി മജാമിയുൽ അൽഗാനി, മജാമിയുൽ അൽഗാൻ എന്നതുകൊണ്ട് അനിൽ ഖുലൂബി ഹൃദയത്തെയാണ്. ഹൃദയം എന്നുള്ളതൊരു സിഫത്തുമല്ല, അതൊരു നിസ്ബയല്ല. അതാണ് ഇവിടെ മൂന്നാമത്തത് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായില്ലേ? ഇനി കിനായെ പറ്റി മറ്റൊരു തലത്തിൽ ചർച്ച ചെയ്യുകയാണെങ്കിൽ, വൽ കിനായത്തു കിനായിൻ കസുറത്ത് ഫിഹൽ വസായിത്തു, വാസ്യതകൾ അതിൽ ധാരാളമുണ്ടെങ്കിൽ, അതായത് കിനായ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു പദം പറഞ്ഞിട്ട് അതിലൂടെ നമ്മൾ ഇങ്ങനെ മനസ്സിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ചാരം കൂടുതലാണെന്ന് പറയുമ്പോൾ നമുക്കറിയാം ചാരം കൂടുതലുണ്ടാകുന്നത് അത് വിറക് കത്തിക്കുന്നതുകൊണ്ടാണ്. വിറക് കത്തിക്കുന്നത് അതിഥികൾ വരുന്നതുകൊണ്ടാണ്. അതിഥികൾ വരുന്നത് ഇദ്ദേഹം ഉദാരമതിയായതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് ഇങ്ങനെ നമ്മൾ 1/1 ആയിട്ട് സ്റ്റെപ്പ് വെച്ചിട്ടാണ് നമ്മൾ അനിവാര്യമായ അർത്ഥത്തിലേക്ക് എത്തിച്ചേരുക. അപ്പോൾ ഈ സ്റ്റെപ്പ്, അതിനാണ് വാസിത എന്ന് പറയുന്നത്. ഈ വാസിത കൂടുതലുണ്ട് കുറവുണ്ട് എന്നുള്ളത് പരിഗണിച്ചുകൊണ്ട് കിനായയുടെ ഒരു റേറ്റിംഗ്, അല്ലെങ്കിൽ കിനായയുടെ ഒരു എന്താണ് ഗ്രേഡിങ് നമുക്കിവിടെ നിശ്ചയിക്കാൻ പോവാണ്. അപ്പോൾ കിനായത്ത് കിനായിൻ കസുറത്ത് ഫിഹൽ വസായത്തു, അതിന് ഇടനാഴി കൂടുതലാണെങ്കിൽ, ഇടനാഴിക കൂടുതലാണെങ്കിൽ, ഇടയിലുള്ള എന്താണ് ആ സ്റ്റെപ്പുകൾ അല്ലെ, ഇടയിലുള്ള ആ ഒരു മാധ്യമങ്ങൾ കൂടുതലാണെങ്കിൽ, സുമ്മിയത്ത് തൽവീഹൻ, അതിനെ തൽവീഹ് എന്ന് പറയും. നൗഹുവ കസീർ റമാദി, ചാരം കൂടുതലുള്ളതെന്ന് പറയുമ്പോൾ അതായത് കരീമുൻ ഉദാരമതിയ. എങ്ങനെയാണ് കിട്ടുന്നത്? ഫൈന കസറത്ത് റമാദി, ചാരം കൂടുതലുണ്ടാകുക എന്നുള്ളത്, തസ്സൽസിമു, അത് അനിവാര്യമാക്കി തീർക്കുന്നു, കസറത്ത് ലിഹറാഖി, കൂടുതൽ കത്തിക്കുന്നതിലേക്ക് അല്ലേ. വ കസറത്തുൽ ഇഹ്റാഖി, കൂടുതൽ കത്തിക്കുന്നത്, തസ്സൽസിമു, അത് അനിവാര്യമാക്കി തീർക്കുന്നു, കസറത്ത തബ്ഖി വൽ ഖുബ്സി, കൂടുതൽ പാചകം ചെയ്യുക, റൊട്ടി ചുടുക എന്നതിനെ അനിവാര്യമാക്കി തീർക്കുന്നു. വ കസറത്തുഹുമ, ഈ കൂടുതൽ പാചകം ചെയ്യലും കൂടുതൽ റൊട്ടി ചുടലും, അത് തസ്സൽസിമു, അത് നിർബന്ധമാക്കുന്നു, കസറത്തൽ ആക്കിലീന, കഴിക്കുന്ന ആളുകൾ കൂടുതലാണ് എന്ന് അനിവാര്യമാക്കി നമുക്ക് മനസ്സിലാക്കി തരുന്നു. വഹിയ, ഈ കഴിക്കുന്ന ആളുകൾ കൂടുതലാണെന്നുള്ളത് തസ്സൽസിമു, അത് അനിവാര്യമായി മനസ്സിലാക്കി തരുന്നു. കസറത്തൽ ലീഫാനി, അതിഥികളുടെ ആധിക്യം നമുക്ക് അനിവാര്യമായി മനസ്സിലാക്കി തരുന്നു. വ കസറത്തുൽ ലീഫാനി, അതിഥികളുടെ ആധിക്യം, തസ്സൽസിമു, അത് അനിവാര്യമായി മനസ്സിലാക്കി തരുന്നു. അൽ കറമ, ഔദാര്യത്തെ മനസ്സിലാക്കി തരുന്നു. ദാറ്റ് മീൻസ് ചാരം കൂടുതലുള്ളതെന്ന് പറയുമ്പോൾ ഔദാര്യമതിയാണ് എന്ന അതിൻ്റെ അർത്ഥം ഇത്രയും എന്താണ് ആ മാധ്യമങ്ങളിലൂടെ കടന്നു ചെന്നിട്ടാണ്. അപ്പോൾ ഇതിനാണ് കിനായ എന്താണ് തൽവീഹ് എന്ന് പറയുക. വൈൻ കല്ലത്ത്, ഇനി പറയപ്പെട്ടതുപോലെ കുറച്ചേ ഉള്ളൂ എന്ത് ചെയ്യുക ഈ മാധ്യമങ്ങൾ. ഹഫിയത്ത്, അതുപോലെ അത് അവ്യക്തവുമാണെങ്കിൽ, സുമീദ് റംസൻ, അത് റംസ് എന്ന് പറയപ്പെടും. നൗഹുവ സമീനുൻ, അവൻ വളരെ തടിച്ച ആളാണ്. റിഹ്വുൻ, വളരെ മൃദുലമായ വ്യക്തിത്വമാണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഐ റബിയുൻ ബലീദുൻ, അതായത് അവൻ മൂഢനും അതുപോലെ എന്താണ് അവിവേകിയുമാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വളരെ കൂടുതൽ വാസ്യതകളില്ല, കാരണം തടിയുള്ള ആളാണ്, മൃദുലമായ ആളാണ്. അപ്പോൾ തടിയുള്ള ആളാകുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ്, അവൻ കൂടുതൽ ചൊറിയുറുക്കുള്ളവനായിരിക്കില്ല. കൂടുതൽ ചൊറിയുറുക്കില്ലാത്തവൻ അവനെന്തായിരിക്കും, എപ്പോഴും അവൻ ഒരു ആലസ്യത്തിലായിരിക്കും. ആലസ്യത്തിലുള്ളവൻ എന്ത് ചെയ്യുക, സ്വാഭാവികമായിട്ടും മടിയനും അവൻ പതിയെ പതിയെ മഠയനുമായി തീരും. അപ്പോൾ ഇങ്ങനെ വളരെ ചുരുങ്ങിയ ഒരു വാസ്തവേ ഇവിടെയുള്ളൂ. ഏതായാലും മാത്രമല്ല, അത് പെട്ടെന്ന് വ്യക്തമാകുന്നില്ല. കാരണം തടിയുള്ള എല്ലാവരും മണ്ടന്മാരാണെന്നോ അല്ലെങ്കിൽ മഠയന്മാരാണെന്നോ നമുക്ക് പറയാൻ കഴിയില്ല. അങ്ങനെ തടിയുള്ള എത്രയോ ആളുകൾ, വളരെ മികച്ച എന്താണ് ട്രാക്ക് റെക്കോർഡ് ഉള്ള ആളുകൾ നമുക്ക് ധാരാളം അറിയാം. അപ്പോൾ അതുകൊണ്ട് അത്രയും വ്യക്തമല്ല ഇവിടുത്തെ എന്താണ് വാസ്ത. എന്നാൽ ഇത് വളരെ കുറവാണ് എന്നുള്ളതാണ് ഇവിടെ പ്രത്യേകം എടുത്തു പറയേണ്ടത്. വൈൻ കല്ലത്ത് ഫിഹൽ വസായിത്തു, വാസ്യത വളരെ കുറവാണ്. അവലം തക്കുൻ, അല്ലെങ്കിൽ ഇല്ലാന്ന് കൂട്ടിക്കൊള്ളു വാസ്ത, നേരിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പോൾ വലുഹത്ത്, പക്ഷെ വളരെ വ്യക്തമാണെങ്കിൽ സുമ്യത്ത് ഈമാൻ, നേരത്തെ പറഞ്ഞത് അവ്യക്തമാണെങ്കിൽ റംസ്, വ്യക്തമാണെങ്കിൽ ഈമാ എന്ന് പറയും. അല്ലെങ്കിൽ ഇഷാറത്തൻ എന്ന് പറയും. നഹു അവമാ റഈത്തൽ മജിദ, നീ ഔന്നത്യത്തെ നീ കണ്ടില്ലേ, അൽക്കാർ, അത് നിക്ഷേപിച്ചിരിക്കുന്നു, റഹലഹു, അതിൻ്റെ യാത്രാ സാമഗ്രികളെ, ഫിയാലി തലഹത്ത്, തലഹയുടെ കുടുംബത്തിൽ, സുമ്മലം തഹവലി, പിന്നീട് അവിടെ നിന്ന് അത് മാറിപ്പോയിട്ടില്ല. അപ്പോൾ ഇവിടെ കിനായത്തിനത് കിനായാണ്. കൗനിഹിം അംജാദൻ, അവർ വളരെ ഔന്നത്യമുള്ളവരാണെന്നുള്ളതിൻ്റെ കിനായാണ്. ഇവിടെ എന്ത് ചെയ്യാൻ വലിയ വാസ്തയൊന്നുമില്ല. കാരണം എന്താണ്, തലഹയുടെ കുടുംബത്തിൽ യാത്രാ സാമഗ്രികളെ നിക്ഷേപിച്ചു എന്ന് പറയുമ്പോൾ തന്നെ
എന്നിട്ട് പിന്നെ അവിടെ നിന്ന് പോയില്ല എന്ന് പറയുമ്പോൾ സംഗതി എന്താണ്, അവരുടെ കുടുംബത്തിൽ ഈ പറയപ്പെട്ട ഔന്നത്യം എന്നുള്ളത് അതിങ്ങനെ അവരുടെ കുടുംബത്തിൽ തായ്വഴിയായി അതിങ്ങനെ നിലനിൽക്കുകയാണ് എന്നർത്ഥം കിട്ടുന്നുണ്ട്. കൂടുതൽ വാസ്തയുടെ ആവശ്യം ഇവിടെ വരുന്നില്ല എന്നല്ല, ഇവിടെ വാസ്ത വളരെ വ്യക്തവുമാണ്. ബഹുനാക്ക ഇവിടെയുണ്ട് നൗഉ മിനൽ കിനായത്തി, കിനായയുടെ ഒരു മറ്റൊരു വിഭാഗമുണ്ട്. യുഅ്തമദു ഫി ഫഹ്മിഹി, അതിനെ മനസ്സിലാക്കുന്നതിന് ആശ്രയിക്കപ്പെടും. അല സിയാഖി, സന്ദർഭത്തെ ആശ്രയിക്കപ്പെടും, അതായത് സാഹചര്യത്തെ ആശ്രയിക്കപ്പെടും. ഇസമ്മ താരിയ തന്നെ താരിയൽ എന്ന് പറയും. അതായത് നമ്മൾ ഒന്ന് കുത്തുവാക്ക് പറയുക, ആക്കി പറയുക എന്നൊക്കെ നമ്മൾ നാടൻ ഭാഷയിൽ പറയാറുണ്ട്. അതായത് നമ്മൾ അടുത്തിരിക്കുന്ന ഒരാളെ ഒന്ന് ട്രോളി പറയുക. നോക്കാം, ബഹു അത് ഇമാനത്തിൽ കലാമിനെ എന്ത് ചെയ്യലാണ്, ചെരിക്കലാണ്. ഇല ഉറുലിൻ ഐ നാഹിയത്തിൻ, ഒരു ഭാഗത്തേക്ക് ചെരിക്കലാണ്. അതായത് നിനക്ക് ഒരിക്കൽ നീ പറയുന്ന പോലെ ഒരു ഷഖ്സിന്, ഒരു വ്യക്തിയോട് യളുറുൻ നാസ, ജനങ്ങൾക്ക് ഉപദ്രവകാരിയായ ഒരാളോട് നീ പറയുന്നു, ഖൈറുൻ നാസിമൈ അൻഫാഹും, ജനങ്ങളിൽ ഏറ്റവും ഉത്തമൻ അവർക്ക് പ്രയോജനം ചെയ്യുന്ന ആളാണ് എന്ന് നീ പറയുന്നത് പോലെ. അപ്പോൾ എന്താണ് അതിൻ്റെ ഗുണം? ജനങ്ങളിൽ ഏറ്റവും ഗുണമുള്ളത് പ്രയോജനം ചെയ്യുന്ന ആളാണെന്ന് പറഞ്ഞാൽ, അപ്പോൾ അത് ആരോടെ പറയുന്നത്? ഒരു ശുദ്ധ തെമ്മാടിയോടായി പറയുന്നത്. അപ്പോൾ എന്തിനു വേണ്ടി? അവനെ ഒന്ന് ട്രോളുകയാണിത്, അല്ലെങ്കിൽ അവനെ ഒന്ന് സൂചനാ രൂപത്തിൽ അവനോട് എന്ത് ചെയ്യുക, ഒന്ന് പറയുകയാണിത്. സന്ദർഭത്തിൽ മനസ്സിലാവും ഇതൊരു എന്താണ് എന്താ പറയുക, ഒരു വസ്തുതാപരമായൊരു കലാമല്ല. ഇത് ഈ പറഞ്ഞതുപോലെ ആ വ്യക്തിയെ ഒന്ന് ശ്രദ്ധ പതിപ്പിക്കാനും ആ വ്യക്തിയെ ഒന്ന് എന്ത് ചെയ്യുക, വളരെ നൈസായിട്ടൊന്ന് ട്രോളാനും വേണ്ടി ഉണ്ടാക്കിയ ജുംലയാണെന്ന് സന്ദർഭത്തിലൂടെ മനസ്സിലാക്കുക. അതും കിനായിയാണ്. ചുരുക്കി ഇതിലൂടെയൊക്കെ നമ്മൾ ചില കാര്യങ്ങളെ മറച്ചു പറയുവാൻ നമ്മൾ ശ്രമിക്കുകയാണ്. അതുകൊണ്ടാണ് കിനായ എന്ന് പറയുന്നത്. മജാസ് ഇസ്തിയാറയുള്ളതിൻ്റെ വ്യത്യാസം, കിനായിൽ രണ്ടും ഉദ്ദേശിക്കാൻ കഴിയും, അവിടെ ഏതെങ്കിലും ഒന്ന് മാത്രമേ ഒരു സമയം ഉദ്ദേശിക്കാൻ കഴിയുകയുള്ളൂ. ഇതോടെ ഇൽമുൽ ബയാൻ്റെ ചർച്ച അവസാനിച്ചു.